അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇതിൽ KDSPC-യിൽ ഉള്ളവരും പുറത്തുള്ളവരും ഒക്കെ ഉണ്ട്. അപ്പോൾ പുറത്തു നിന്നും ജോയിൻ ചെയ്തവരെ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം KDSPC-യിലുള്ളവരെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ടോപ്പിക്ക് സ്ക്രീനിൽ കാണാൻ നിങ്ങൾക്ക് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, റിന്യൂവബിൾ എനർജി സ്റ്റാറ്റസ്, റിന്യൂവബിൾ എനർജി ഇൻ്റഗ്രേഷൻ. മീൻസ് നമുക്ക് ചില ടാർഗറ്റുകളുണ്ട്. റിന്യൂവബിൾ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചില ടാർഗറ്റുകളുണ്ട്. അപ്പോൾ അതിൽ ഒരു സ്റ്റേറ്റ് എന്ന തരത്തിൽ നമുക്ക് കേരളത്തിലും അതിൻ്റെ പാർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അത് ആ ടൈംലി ആയിട്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, ആ ലൈസൻസിയുടെ ഗ്രിഡുമായിട്ട് വരുന്ന കോംപ്ലിക്കേഷൻസ്, നമ്മൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ, പിന്നെ നാഷണൽ ഗ്രിഡിലേക്ക് അത് കണക്ട് ചെയ്യുമ്പോൾ മറ്റു കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സംഗതിക്കകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ ആ വിഷയത്തിൻ്റെ ഏറ്റവും അഗ്രഗണ്യനായ, ഒരുപക്ഷെ കേരളത്തിലെ നമുക്ക് പിന്നെ ഒരു ലീഡിംഗ് ആയിട്ട് പറഞ്ഞാൽ ഈ ടോപ്പിക്ക് നല്ല ഡെപ്ത് നോളജുള്ള ഒരു ആളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്, ജോർജ് സാറ്, CP ജോർജ് സാറ്. സാറ് KICB-യുടെ റിട്ടയേർഡ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ആണ്. അപ്പോൾ മാത്രമല്ല KDSPC-യുടെ ഒരു ആക്റ്റീവ് മെമ്പറും കോർ കമ്മിറ്റി അംഗവുമാണ്. അപ്പോൾ സാർ ഈ ടോപ്പിക് ഇടയ്ക്ക് നമുക്കൊന്ന് ഈ KDSPC-യുടെ ഒരു മീറ്റിങ്ങിനായിട്ട് എടുത്തിരുന്നു. പക്ഷെ അത് ടൈം തികയത്തില്ലായിരുന്നു. അപ്പോൾ അറ്റൻഡ് ചെയ്ത പലരും ആവശ്യപ്പെട്ടു, ഇതിങ്ങനെ എടുത്തു തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല, നമുക്ക് വിശാലമായിട്ട് താല്പര്യമുള്ളവരെ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത് ഡീപ്പായിട്ട് എടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് ആ ഉദ്യമത്തിന് തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് തിരിച്ചിട്ട് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇന്ന് എടുക്കുന്നു. അടുത്ത പാർട്ട് സാറിൻ്റെ സൗകര്യാർത്ഥം കൂടി കണ്ടുകൊണ്ട് 13-ാം തീയതി ഏപ്രിൽ 13 ഞായറാഴ്ച വൈകിട്ട് 8 മണിക്ക് എടുക്കുന്നതായിരിക്കും. സാറിന് ഇതിനിടയ്ക്ക് ചില അസൗകര്യങ്ങൾ വരും, അതുകൊണ്ടാണ് സാറിൻ്റെ ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ക്ലാസ് എന്താണെന്ന് അന്ന് പറയാം. അപ്പോൾ മാക്സിമം ഈ കണ്ടിന്യൂറ്റി കിട്ടത്തക്കവണ്ണം ഈ അറ്റൻഡ് ചെയ്യുന്നവർ ഇത് ക്ലാസ് തുടർച്ചയായിട്ട് അറ്റൻഡ് ചെയ്യുക. എന്നാലേ ഇതിൻ്റെ ഒരു ഡെപ്ത് നമുക്കും മനസ്സിലാകത്തുള്ളൂ. ഇതിനകത്തൊക്കെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ സാറിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ബേസിക് ആയിട്ട് തന്നെ നമുക്കത് ക്ലാരിറ്റി കിട്ടുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ആ ടോപ്പിക്കിലേക്ക് എന്ന് കയറാം. അപ്പോൾ ക്ലാസ് എടുക്കുന്നതിനായിട്ട് ജോർജ് സാറിനെ ക്ഷണിക്കുന്നു. ഓക്കെ, താങ്ക് യു ജെയിംസ് സാറ്. നമ്മൾക്ക് ഇത് തുടങ്ങാം. നമ്മളിതിനകത്ത് നമുക്കിത് പറഞ്ഞ പോലെ തന്നെ ഇതൊരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. ഇലക്ട്രിസിറ്റി എന്നുള്ളത് ശരിക്കും പറഞ്ഞ ഒരു സ്പെസിഫിക് സെക്ടർ ആയിട്ടാണ് ഇപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ബേസിക്കലി ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫോം ഓഫ് എനർജിയാണ്. അപ്പം നമ്മളുടെ മനുഷ്യന് ഇന്ന് ജീവിച്ചിരിക്കുന്നതിന് ആവശ്യമായ ഇലക്ട്രിസിറ്റി, അതായത് എനർജി ആവശ്യമുണ്ട് മനുഷ്യന്റെ സോഷ്യൽ ആക്ടിവിറ്റീസിനുള്ള. അപ്പൊ ആ സോഷ്യൽ ആക്ടിവിറ്റീസിൽ ആവശ്യമായിട്ടുള്ള, ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലെ എല്ലാ പൗരനും ആവശ്യമായിട്ടുള്ള എനർജി സെക്യൂരിറ്റി, അദ്ദേഹത്തിന് ജീവിക്കാനും സോഷ്യൽ ലൈഫിനും അദ്ദേഹത്തിന്റെ ഹെൽത്ത് കാര്യങ്ങൾക്കെല്ലാം ആവശ്യമായ എനർജിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിനെ കൊണ്ടുവരേണ്ടത്. ഞാനിത് എടുക്കുന്നത് ബേസിക് ഒരു സാധാരണ ഇന്ത്യൻ പൗരന് ആവശ്യമായിട്ടുള്ള ഒരു എനർജി റിക്വയർമെന്റിനെ മീറ്റ് ചെയ്യാനായിട്ട് ഇലക്ട്രിസിറ്റി സെക്ടർ എന്ത് ചെയ്യുന്നു, ആ സെക്ടർ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, ആ സെക്ടർ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇതാണ് എൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. നമ്മളൊരു പ്രായോഗികതയിലേക്ക് വന്നുകൊണ്ട് അതിന്റെ ബെനിഫിറ്റിലേക്ക് ഒരു കൺസ്യൂമറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് എങ്ങനെയായിരിക്കണം, എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാകാനായിട്ടാണ്. നമുക്കത് പറയുന്ന പോലെ ഇതൊരു സ്പെസിഫിക് സെക്ടറാണ്, എക്സ്ക്ലൂസീവ് സെക്ടറാണ്. അപ്പൊ അതിനകത്ത് ഒരു സാധാരണക്കാർക്ക് മറ്റതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഒരു മെക്കാനിസം ഉണ്ട്. നമ്മൾക്കറിയാം, ഇലക്ട്രിസിറ്റിനെ ആരും കണ്ടിട്ടില്ല. അപ്പൊ അത് കാണാത്തൊരു സാധനത്തിനെ ഒരു കമ്മോഡിറ്റി ആക്കിക്കൊണ്ട് നമ്മൾ വിൽക്കുകയും വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ അതിൻ്റെതായ ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഇന്ത്യ സെക്ടറിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇതൊരു കാര്യം. അപ്പൊ നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിലാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രിസിറ്റിയുടെ പ്രാധാന്യം. ഞാനത് ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിലാണ് ഇത് നമുക്കറിയാം. there is no power as costly as no power. ഡോക്ടർ ഹോമി ബാബയെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം നമ്മുടെ ആറ്റോമിക് എനർജിയുടെ പിതാവ് എന്ന് പറയുന്ന ആളാണ്. 1966 അദ്ദേഹം മരിച്ചു. 2009 തൊട്ട് അദ്ദേഹം അന്ന് പറഞ്ഞതാണ്, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് പവർ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഏറ്റവും കോസ്റ്റ്. അതിനെ റൈറ്റിൽ കിട്ടിയിരിക്കുന്ന ആ ഒരു ഗ്രാഫിലേക്ക് നോക്കിയാൽ നമ്മളറിയാം ലൈഫ് എക്സ്പെക്ടൻസി, ആയുർദൈർഘ്യവും ഇലക്ട്രിസിറ്റിയുടെ കൺസപ്ഷനുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് Y ആക്സിസിൽ നമ്മൾ ആയുർദൈർഘ്യമാണ്, X ആക്സിസിൽ പെർ ക്യാപിറ്റ കൺസപ്ഷൻ.
പെർ ക്യാപിറ്റ കൺസംപ്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, ഒരാള് ഒരു ഇന്ത്യൻ പൗരൻ ഒരു വർഷത്തിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ ഇൻ യൂണിറ്റിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇന്ത്യ ആദ്യ കാലഘട്ടങ്ങളിൽ 42 സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 45 കുറവായിരുന്നു, വർഷത്തിൽ കുറവായിരുന്നു നമ്മൾ ആയുധീകരിക്കുക. ആ പെർ ക്യാപിറ്റ കൺസപ്ഷൻ കൂടുന്നതനുസരിച്ച് അത് കൂടുകയും ചെയ്യുന്നു. അത് നമ്മളെ ഒരു ഡെവലപ്ഡ് കൺട്രിയിലേക്ക് വരുമ്പോൾ 80ലേക്ക് വരുമ്പോൾ അവിടെ പെർ ക്യാപിറ്റ കൺസപ്ഷൻ അതനുസരിച്ച് കൂടുന്നു. ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞു വന്നത് ഇത് തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കുകയാണ്. അതായത് ഒരു മനുഷ്യന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അതായത് ജീവിച്ചിരിക്കുക എന്നുള്ളത്. അതിന് വരെ ഇലക്ട്രിസിറ്റിയുടെ ആവശ്യകത, അതായത് ഇലക്ട്രിസിറ്റി ടു ഓൾ, ആവശ്യത്തിന് എനർജിയുടെ അവൈലബിലിറ്റി, ഇതാണ് ഇവിടെ പ്രശ്നം, എനർജിയാണ്. അപ്പം നമ്മൾ ആ ഒരു പെർസ്പെക്റ്റീവ്സിന്റെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഇതിനെല്ലാം കാണാൻ. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ആവശ്യമായ ഇലക്ട്രിസിറ്റി എന്നുള്ള എനർജിയുടെ റിക്വയർമെന്റിനെ മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സോഴ്സാണ്. അപ്പൊ ആ രീതിയിലേക്ക് നോക്കുകയാണ്. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ വന്നിരിക്കുന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ സ്ഥിതി. അതായത് എനർജിയുടെ പെർ ക്യാപിറ്റ കൺസപ്ഷൻ 2023 ഡേറ്റയാണ്. അപ്പൊ നമ്മൾ നോക്കിയാൽ അറിയാം ഇന്ത്യ എവിടെ കിടക്കുന്നു എന്നുള്ളതാണ്. അതായത് ഞാനിത് നോക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് നോക്കിയാൽ അറിയാം, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ 1377 യൂണിറ്റുകൾ ഒരു വർഷം ഒരു ശരാശരി ഇന്ത്യൻ ഉപയോഗിക്കുന്നു. ഇന്ത്യയിലെ മൊത്തം പ്രൊഡക്ഷനെ ഇന്ത്യയുടെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് നമ്മൾക്കറിയാം. നമ്മള് ഒരു ചൈനയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്ര പുറകിലാണ്. ഈവൻ നമ്മളുടെ സൗത്ത് ആഫ്രിക്ക ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ശരാശരി ഇന്ത്യൻ പൗരന്റെ സ്ഥിതി, ഒരു മെക്സിക്കോ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇന്ത്യയുടെ എന്ന് പറഞ്ഞാൽ ഈവൻ ആഫ്രിക്കൻ കൺട്രികളും സൗത്ത് ഏഷ്യൻ കൺട്രികളും മാത്രമാണ് ഇന്ത്യയിൽ താഴ്ന്നിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ കൺട്രികളും തന്നെ ഒരു ശരാശരി പൗരന്റെ ആവറേജ് ഇൻഡെക്സ്, ഇതൊരു അവരുടെ സോഷ്യൽ ഇൻഡെക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ആവറേജ് പെർ ക്യാപിറ്റ കൺസപ്ഷൻ. അതോടൊപ്പം തന്നെ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാര്യം ഉണ്ട് കേട്ടോ, ക്ലൈമറ്റിന്റെ എഫക്റ്റ് ഉണ്ട്. ഈ പറയുന്ന തണുപ്പുള്ള രാജ്യങ്ങൾ കണ്ടമാനവും എനർജി ഉപയോഗിക്കുന്നുണ്ട്, തണുപ്പില്ലാത്ത. എന്നാലും നമ്മൾ നമ്മുടെ സൗത്ത് ആഫ്രിക്കയായിട്ടോ ബ്രസീലുമായിട്ടോ മെക്സിക്കോ ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ തോന്നാം. അപ്പൊ നമുക്ക് വിചാരിക്കേണ്ട ഇന്ത്യ ഇസ് ദ മോസ്റ്റ് പോപ്പുലസ് കൺട്രീസ് ഇൻ ദ വേൾഡ്. അപ്പൊ നമുക്ക് ഒരു യൂണിറ്റ് കൂട്ടണമെങ്കിൽ എത്രമാത്രം എഫർട്ട് കൊണ്ടുപോകുന്നു നമ്മൾ മനസ്സിലാക്കിക്കണം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം പെർ ക്യാപിറ്റ കൺസപ്ഷനിലേക്ക് വരുമ്പോൾ നമ്മളൊരു ഡെവലപ്ഡ് കൺട്രിയുടെ ഒപ്പം അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഹ്യൂമൻ ഇൻഡെക്സ് കൂട്ടണമെങ്കിൽ എത്രമാത്രം എനർജി നമുക്ക് ഇനിയും വേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴേ ഉള്ളൂ നമ്മൾക്ക് ഇതൊക്കെ മനസ്സിലാവും. അപ്പൊ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇലക്ട്രിസിറ്റിയുടെ ഇമ്പോർട്ടൻസും അത് ജനങ്ങളുടെ ജീവിത നിലവാരത്തിനെ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അതിന്റെ പ്രാധാന്യവും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ആദ്യത്തെ 2 സ്ലൈഡുകൾ ഉപയോഗിച്ചത്. അപ്പൊ അത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യ വളരെ മുന്നോട്ട് പോകാനുണ്ട്, വളരെയധികം മുന്നോട്ട് പോകാനുണ്ട്. ഇന്ത്യ ജനങ്ങൾക്ക് ആവശ്യത്തിന് ഇലക്ട്രിസിറ്റിയും എനർജിയും കിട്ടുന്നതിന് വളരെയധികം മുന്നോട്ട് പോകാൻ. ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് വേണം നമ്മൾ എല്ലാത്തിനെയും കാണാൻ. അപ്പം ഇതിനാണ് ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റിയിലേക്ക് വരുന്നത്. അപ്പൊ നമുക്കറിയാം എനർജി സെക്യൂരിറ്റി എന്ന് പറയുന്നത് അറിയാം ആവശ്യത്തിന് ഇലക്ട്രിസിറ്റി മാത്രമല്ല, എനർജി എന്ന് പറയാൻ അറിയാം എനി ഫോം ഓഫ് എനർജി. നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വിറക് തൊട്ട് നേരിട്ട് വെയിലത്ത് സൂര്യനിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന വെയിൽ പോലെ വെയിലത്തിട്ട് ഉണങ്ങുന്ന എനർജി തൊട്ട് അതേപോലെ തന്നെ നമ്മളുടെ ഓയില്, പെട്രോളിയം ഉൽപ്പന്നം എല്ലാം എനർജി സോഴ്സ് എനർജിയാണ് എല്ലാം. അതായത് നമുക്കറിയാം ഇന്ത്യൻ ഗ്രാമങ്ങൾ ഉപയോഗിക്കുന്ന ഈവൻ കൗഡങ്ക്, നമ്മള് ചാണകം ഉണങ്ങി ഫയർവുഡായിട്ട് നമ്മൾ ഫ്യൂലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാം കൂടെ കൂട്ടിയുള്ള ആ എനർജി സെക്യൂരിറ്റിയാണ് നമ്മുടെ എനർജി സെക്യൂരിറ്റി എന്ന് പറയുന്നത്. മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള എനർജി അത് എത്രമാത്രം എക്കണോമിക്ക് അതുപോലെ എൻവറോൺമെന്റിന് നമുക്കറിയാം എൻവറോൺമെന്റ് ക്ലീൻ എൻവറോൺമെന്റ് ഉണ്ടാകാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു സാധനം കൂടിയാണ് എനർജി റിക്വയർമെന്റ്. അത് നമുക്കറിയാം നമുക്ക് ഡൽഹിയിൽ ഒക്കെ കൂടുതൽ ഈ വണ്ടി പുറത്തേക്ക് ഇറക്കാനായിട്ട് എയർ പൊല്യൂഷൻ കാരണം വണ്ടി പോലും ഇറക്കാൻ വരാത്ത ശ്വാസമുട്ട് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ. അപ്പൊ ആ ഒരു സാഹചര്യങ്ങളെല്ലാം കണ്ടെത്തുമ്പോൾ ഇലക്ട്രിസിറ്റി ഈസ് ദ മോസ്റ്റ് ക്ലീൻ എനർജി, ഫോം ഓഫ് എനർജി. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം, ഈസി ആയിട്ട് ഉപയോഗിക്കാം, ഏത് ഫോമിലേക്ക് ഉപയോഗിക്കാം, മാറ്റാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എനർജി ഇല്ലാതെ എക്കണോമിക് ഡെവലപ്മെന്റ് നടക്കില്ല. എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാകാതെ നമുക്ക് എംപ്ലോയ്മെന്റ്, സെൽഫ് ജനറേഷൻ, നമ്മളുടെ എല്ലാ കാര്യത്തിലും ഇതെല്ലാം വേണം. അപ്പൊ അതിലേക്ക് വരുമ്പോഴാണ് നമ്മൾക്ക് ക്ലീൻ എനർജിയുടെ ആവശ്യത്തിലേക്ക് എൻവറോൺമെന്റൽ സ്ട്രാറ്റജിയിലേക്ക് എനർജിയുടെ സെൽഫ് റിലയൻസ്, ഈ 2-3 കാര്യങ്ങൾ എല്ലാം കൂടെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കും. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഫ്യൂച്ചറിന്റെ സോഴ്സ് ഓഫ് എനർജിയാണ്. അത് മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഇനിയിപ്പം ഹൈഡ്രോ കാർബൺ ബേസ്ഡ് ഫ്യൂവലിനെ, അതായത് ഫോസിൽ ഫ്യൂവൽസിനെ എല്ലാം റീപ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് റിന്യൂവബിൾ എനർജി വഴി. അത് സെൽഫ് റിലയൻസ് ആവശ്യമാണ്. നമ്മൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മളുടെ ഈ പറയുന്ന റിന്യൂവബിൾ എനർജിനെയും ഈ ഇന്ത്യൻ പവർ സെക്ടറിന്റെയും ഇലക്ട്രിസിറ്റി സെക്ടറിനെയും ഒക്കെ നമ്മൾ വിലയിരുത്തേണ്ടത്. ഇതിനകത്ത് വളരെ ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ മുന്നോട്ടുള്ള നിലനിൽപ്പ് തന്നെ ഈ ക്ലീൻ എനർജിയിലാണ്. അപ്പൊ നമുക്ക് ആ ഒരു ആസ്പെക്ട് കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അപ്പം നമുക്കിതൊരു പോളിസി ഉണ്ട്, ഇന്ത്യക്ക് ഒരു പോളിസി ഉണ്ട്.
അതായത് എനർജി എങ്ങനെ നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് വിട്ട് എനർജി എന്നുള്ള ലെവലിലേക്കാണ് ചിന്തിക്കുന്നത്. എനർജിയുടെ നമുക്കറിയാം, പണ്ട് നമുക്ക് പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നു. പ്ലാനിംഗ് കമ്മീഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ നീതി ആയോഗാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇപ്പൊ നീതി ആയോഗ് എന്നാണ് അതിന് പറയുന്നത്. നാഷണൽ എനർജി, അവർക്ക് ഒരു നാഷണൽ എനർജി പോളിസിയോ, ആ പോളിസി അതായത് ഗവൺമെന്റിന്റെ, അതായത് നമ്മൾക്ക് പവർ സെക്ടറിന്റെ മാത്രമല്ല, നമ്മളുടെ പെട്രോളിയം സെക്ടറും ബാക്കിയുള്ള എല്ലാ സെക്ടറും, കോള്, പെട്രോളിയം എല്ലാം നമ്മുടെ എനർജി സോഴ്സസ് ആണ്. അപ്പൊ ഇതിനെല്ലാം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച ഒരു എനർജി പോളിസി ഇന്ത്യക്കുണ്ട്. ആ എനർജി പോളിസി നമുക്കറിയാം, നീതി ആയോഗാണ് പഴയ പ്ലാനിംഗ് ബോർഡ് റീപ്ലേസ്. അവിടെയാണ് നമ്മുടെ തിങ്ക് ടാങ്ക് എന്ന് പറയുന്നത്, നാഷണൽ തിങ്ക് ടാങ്ക് എന്ന് പറയുന്നതാണ് നീതി ആയോഗ്. അവരാണ് ശരിക്കും ഈ പറയുന്ന പലപ്പോഴും ഇതിനൊക്കെ പല കാര്യങ്ങൾക്കും ഈ ജനറൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ പേപ്പറുകള്, കൺസെപ്റ്റ് പേപ്പറുകള് എല്ലാം ഉണ്ടാകും. അവരുടെ സൈറ്റിൽ പോയാൽ നമുക്ക് മനസ്സിലാവും ഇതിനെ സംബന്ധിച്ച മുഴുവൻ വളരെ പണ്ട് തൊട്ടേ അവർ തുടങ്ങിയപ്പോൾ കഴിഞ്ഞ 10-15-20 വർഷമായിട്ട് ഇതെല്ലാം ഉണ്ട്. അപ്പൊ അതിനകത്ത് അവര് എന്താണ് എനർജി പോളിസി എന്ന് പറയുന്നത്? എനർജി പോളിസി റിഫേഴ്സ് എ സെറ്റ് ഓഫ് ഗൈഡ്ലൈൻസ്, റെഗുലേഷൻസ് ആൻഡ് ഒബ്ജectives that a government organization or individual sets to manage the production, distribution and consumption of energy. It aims to ensure that energy is produced, distributed and consumed in a way that is sustainable, affordable and effective. നമ്മളിതാണ്, നമുക്ക് സസ്റ്റൈനബിൾ എനർജി വേണം, അഫോർഡബിൾ എനർജി വേണം, സെക്യൂർ എനർജി വേണം. അത് നമുക്ക് അതുപോലെ തന്നെ എനർജി പോളിസി ഓഫ് ഇന്ത്യ ഇസ് ടു ഇൻക്രീസ് ലോക്കൽ പ്രൊഡക്ഷൻ ആവശ്യമുണ്ട്. നമുക്കറിയാം ഇപ്പോഴത്തെ നമ്മളുടെ ഡിപ്പെൻഡൻസിയിൽ 21-22 40.9% എനർജി നമുക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. നമുക്കറിയാം ഓയിൽ ഇമ്പോർട്ട്, കോൾ ഇമ്പോർട്ട്, ഇതുപോലുള്ള ഇമ്പോർട്ട്, ടോട്ടൽ എനർജിയുടെ റിക്വയർമെന്റ് നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആകെയുള്ള അത് 40.9% ഇമ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. നമ്മൾ ആ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന എനർജി നമുക്ക് ലോക്കലി മെയ്ഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. സെൽഫ് സഫീഷ്യൻസി പരമാവധി ലോക്കൽ പറ്റുന്നെല്ലാം ലോക്കലി ഉണ്ടാക്കാൻ ശ്രമിക്കണം. അപ്പൊ അതാണ് നമ്മളുടെ ഡെവലപ്മെന്റ് ഓഫ് ആൾട്ടർനേറ്റീവ് സോഴ്സസ് ആണ്. അതാണ് ഹൈഡ്രോ, ന്യൂക്ലിയർ, സോളാർ ആൻഡ് വിൻഡ് എനർജി. അവിടെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഡെവലപ്മെന്റ് ആണ് ഇപ്പൊ നമ്മൾക്ക് ഉണ്ട്. നമ്മളുടെ പോളിസി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ക്ലീൻ എനർജിയിലേക്ക് മാറണം, നമ്മുടെ ഫോസിൽ ഫ്യൂവൽസ് നിന്ന് ക്ലീൻ എനർജിയിലേക്ക് മാറുക. അപ്പൊ അത് മാത്രമോടൊപ്പം തന്നെ സെൽഫ് ലോക്കലി മെയ്ഡ്, അതായത് സെൽഫ് ഡിപ്പെൻഡൻസി, ഇത് രണ്ടും മുന്നോട്ട് കണ്ടുകൊണ്ട് വേണം നമ്മുടെ ഈ എനർജി പോളിസിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ നമുക്കറിയാം നാഷണൽ എനർജി പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് ഇട്ടിട്ടുണ്ട്. ആ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞാൽ ഷിഫ്റ്റിംഗ് ഓഫ് സോഴ്സ് സപ്പോർട്ട് ഫ്രം ഫോസിൽ ഫ്യൂൽ ടു ക്ലീൻ എനർജി. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് ഫോസിൽ ഫ്യൂൽസ് നമുക്ക് ക്ലീൻ എനർജിയിലേക്ക് മാറണം പിന്നെ സോഷ്യലി റെസ്പോൺസിബിൾ വേ. അതായത് നമുക്ക് ക്ലീൻ എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് റിന്യൂവബിൾ എനർജികളും ഈവൻ ന്യൂക്ലിയർ എനർജിയും ക്ലീൻ എനർജി ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ന്യൂക്ലിയർ എനർജി, ഹൈഡ്രോ ആൻഡ് ആ റിന്യൂവബിൾ എനർജീസ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ വിൻഡ്, സോളാർ. പിന്നെ അടുത്തതാണ് പ്രൊമോട്ട് എനർജി എഫിഷ്യൻസി. ഏറ്റവും നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് വിറകുകൾ ഉപയോഗിച്ചാലുള്ള കുഴപ്പം എന്താണ്? ഇറ്റ് ഈസ് നോട്ട് എനർജി എഫിഷ്യൻസി ഇല്ല. നമ്മുടെ എനർജി, ഇന്ത്യയിലെ എനർജി എഫിഷ്യൻസി ഒരു പ്രോസസ് കൊണ്ട് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന എനർജിയുടെ ഔട്ട്പുട്ട്, അതായത് നമ്മുടെ കൺവേർഷൻ ഓഫ് എനർജിയുടെ കൺവേർഷൻ വരുമ്പോൾ എഫിഷ്യൻസി ഭയങ്കര കുറവാണ്. നമ്മളൊരു ജപ്പാനുമായിട്ടോ US-ഉമായിട്ടോ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ എനർജി എഫിഷ്യൻസി വളരെ കുറവാണ്. പ്രോസസ് എഫിഷ്യൻസികൾ അതിനെ ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതാണ് ഈ പറഞ്ഞ രണ്ട് ഭാഗത്തുണ്ട് അതിന്. അതായത് പ്രൊമോട്ട് എനർജി എഫിഷ്യൻസി ആൻഡ് പ്രൊമോട്ട് സോഴ്സസ്, ബെറ്റർ സോഴ്സസ്. ഇത് രണ്ടും ഇതിനകത്ത് വരണം. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഗവൺമെന്റിന് ഈ പറയുന്ന ഈ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് ഫോർ കൺവെൻഷൻ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് UNFCCC എന്ന് പറയുന്ന ഒരു അതിനകത്ത് നമ്മൾ പോയി ഇതൊരു ഇന്റർനാഷണൽ ഏജൻസിയിലെ ആ ഒരു ഇന്റർനാഷണൽ മാറ്റമില്ലാത്ത നമ്മളും നമ്മുടെ ഫ്രെയിംവർക്കിന് ആ ഫ്രെയിംവർക്ക് അനുസരിച്ച് നമുക്ക് തീരുമാനമെടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് അവരോട് കമ്മിറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ എന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് ഇന്ത്യ ഗവൺമെന്റ് പോയി അവിടെ പോയി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ കമ്മിറ്റ്മെന്റ് അനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ബാധ്യതയാണ്. ഈ കാര്യങ്ങളെല്ലാം കൂടെ കൊണ്ടുകൊണ്ടാണ് ശരിക്കും നമ്മളൊരു മൈൽ സ്റ്റോൺ ഇട്ടിട്ടുണ്ട്. അതായത് 2030 കൊണ്ട് 500 ഗിഗാവാട്ട്സ് ഓഫ് റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി ഉണ്ടാക്കാനും പറ്റും. ഇങ്ങനെയുള്ള നമ്മുടെ മൈൽ സ്റ്റോൺ ആയി ഇങ്ങോട്ടുള്ള. അതോടെ തന്നെ 50% 2030 കൊണ്ട് 50% ക്യുമുലേറ്റീവ് ഇലക്ട്രിക് പവർ ഇൻസ്റ്റൽ കപ്പാസിറ്റി ഫ്രം നോൺ ഫോസിൽ ഫ്യൂവൽ. ആകെയുള്ളതിന്റെ 50% ഇലക്ട്രിസിറ്റി നോൺ ഫോസിൽ ഫ്യൂവലിൽ നിന്നാക്കും. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ന്യൂക്ലിയർ ഉൾപ്പെടെ, അതായത് നോൺ ഫോസിൽ ഹൈഡ്രോ കാർബൺ ബേസ്ഡ് ഫ്യൂളും അല്ലാത്തത് കൊണ്ട് അവിടെ ഇൻസ്റ്റൽ കപ്പാസിറ്റി 50% 2030 കൊണ്ട് ആകാം. അറ്റ്ലീസ്റ്റ് 100 ഗിഗാവാട്ട്സ് ഓഫ് ന്യൂക്ലിയർ കപ്പാസിറ്റി. അപ്പൊ നമുക്ക് ഈ ന്യൂക്ലിയർ കപ്പാസിറ്റി ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ ന്യൂക്ലിയർ കപ്പാസിറ്റി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് ഇൻഡിജീനിയസ് ന്യൂക്ലിയർ ടെക്നോളജി ആയിട്ട് 100 ഗിഗാവാട്ട്സ് ന്യൂക്ലിയർ കപ്പാസിറ്റി ബൈ 2047. അതൊരു ബേസ് ലോഡ് ആയിട്ട്. അതോടൊപ്പം തന്നെ എനർജി ഇൻഡിപെൻഡൻസ് ബൈ 2047. അതാണ് നമ്മൾക്ക് എനർജി ഇൻഡിപെൻഡൻസ് പറഞ്ഞാൽ നമുക്ക് ഈ എക്സ്റ്റേണൽ ഡിപ്പെൻഡൻസി കുറച്ചുകൊണ്ട് നമ്മൾ പരമാവധി ഇന്ത്യയിൽ തന്നെ ആവശ്യത്തിന് ഇലക്ട്രിസിറ്റി, നമ്മൾ ഇന്ത്യൻ ഇലക്ട്രിസിറ്റിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. നമ്മുടെ ഇലക്ട്രിസിറ്റി ആകുമ്പോൾ ഇലക്ട്രിസിറ്റിയിലേക്ക് ഡിപ്പെൻഡൻസി വരുമ്പോൾ ഇത് ടോട്ടലി ലോക്കൽ മെയ്ഡ് ആണ്.
അതിനകത്ത് നമുക്ക് പുറത്തുനിന്നുള്ള ഇമ്പോർട്ട് ഇല്ല. നമുക്ക് ഇമ്പോർട്ട് ഇപ്പൊ തന്നെയാണെങ്കിൽ നമുക്ക് ഭൂട്ടാൻ ഇമ്പോർട്ട് ഉണ്ട്, എങ്കിൽ പോലും നെറ്റ് ആ ഒരു ഇമ്പോർട്ടുകൾ മിനിമം ആയിട്ടുള്ളൂ. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ഈസ് ലോക്കലി മെയ്ഡ്. അതിന്റെ പ്രയോജനം എന്തോ, ആ ഇൻഡസ്ട്രിയും അതിന്റെ പൈസയും എല്ലാം ഇന്ത്യയിൽ തന്നെ, എക്കണോമിക്കലി ഇന്ത്യയിൽ തന്നെ കിടക്കും. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രയോജനം. അതുപോലെ നെറ്റ് സീറോ എമിഷൻ ബൈ 2070 ഇതെല്ലാം നമ്മൾ നേരത്തെ അറിയാവുന്ന ആലോചനകൾ. അതോടൊപ്പം തന്നെ ഈ ബഡ്ജറ്റിന് 2025 എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ബഡ്ജറ്റ് 25-25 പറഞ്ഞിരിക്കുന്ന ഒരു ഊന്നൽ കൊടുത്തിരിക്കുന്ന എന്താണ്? 100 GW ന്യൂക്ലിയർ കപ്പാസിറ്റി ബൈ 2047. A strategic move to strengthen the long-term energy security and position nuclear energy as an alternative to supply base load while reducing the dependence on fossil fuel. നമ്മൾക്ക് അറിയാം, അതായത് ന്യൂക്ലിയർ എനർജിക്ക് ബേസ് ലോഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, വേരിയേഷൻ താങ്ങാൻ പറ്റത്തില്ല. അതിനുവേണ്ടി ബേസ് ലോഡ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ന്യൂക്ലിയർ. അപ്പൊ നമ്മൾക്ക് ഒരു എനർജി സ്ട്രാറ്റജി ഉണ്ട്, ഒരു ഗോൾ ഉണ്ട് നമ്മൾക്ക് മുന്നോട്ട്. അതനുസരിച്ചാണ് നമ്മുടെ പോളിസികൾ എനർജി ഇത് നാഷണൽ എനർജി പോളിസിയാണ്. ഇത് നീതി ആയോഗ് ഒക്കെ എഴുതിയാണ്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ പോളിസിനെ കുറിച്ച് വരുമ്പോൾ നമുക്കറിയാം, മാപ്പിംഗ് ഇന്ത്യാസ് എനർജി പോളിസി നമ്മൾ നോക്കാം. ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എങ്ങനെയാണ് പോളിസി ഉണ്ടാക്കുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോളിസി നമുക്കറിയാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പോളിസി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനുവേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മുതൽ മുടക്കും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എനർജി സബ്സിഡീസ് നമ്മൾ ഇതിനകത്ത് ഈ ഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഈ ഗ്രാഫിനകത്ത് നമ്മൾ കാണാം, ഇവിടെ അതായത് ഫൈനാൻഷ്യൽ ഇയർ 2014 തൊട്ടിട്ട് 2021 വരെയുള്ള എനർജി സബ്സിഡിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിഫറെന്റ്. ഇവിടെ നോക്കിയാൽ ഈ വൈ ആക്സിസിൽ സബ്സിഡിയുടെ എമൗണ്ട് ലക്ഷം, അതായത് നമ്മൾ 3 ലക്ഷം കോടി അല്ലെങ്കിൽ 3.5 ലക്ഷം കോടി വരെയാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സബ്സിഡി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സബ്സിഡി. ഈ സബ്സിഡികൾ അവർ ചുമ്മാ പൈസയായിട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്, ഡിഫറെന്റ് സെക്ടറിൽ സെക്ടറിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ അതിന്റെ ആ ഒരു ട്രെൻഡ് എങ്ങനെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ട്രെൻഡ് അനുസരിച്ച് ഈ ഓരോ വർഷവും അവർ കൊടുത്തിരിക്കുന്ന ഡിഫറൻസ് ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. ഇതിനകത്ത് നമുക്കറിയാം, ഈ ഏറ്റവും അടിയിൽ കാണുന്ന കോളാണ്, കോൾ സബ്സിഡിയാണ് ഏറ്റവും കൂടുതൽ. അതിനകത്ത് എത്രമാത്രം പോകുന്നുണ്ട്? അതിനകത്ത് അടുത്തത് ഓയിൽ ആൻഡ് ഗ്യാസിലേക്ക് പോകുന്നു. നമുക്ക് 2014 ഓയിൽ ആൻഡ് ഗ്യാസ് നമുക്കറിയാം. നമുക്ക് ഈ ഓയിൽ ആൻഡ് ഗ്യാസ് സബ്സിഡി 2014 ശേഷം ഭയങ്കരമായിട്ട് കൂടുതലാണ്. അതിനുശേഷമാണ് പെട്രോളിയം ലിമിറ്റ് എടുത്തു കളഞ്ഞു, അതിന്റെ കൺട്രോൾ എടുത്തു കളഞ്ഞു. അപ്പൊ അതിന്റെ വില കൂടാൻ തുടങ്ങി. അപ്പം അങ്ങനെയാണ് ഇതിന്റെ സബ്സിഡി കുറച്ചു. പക്ഷെ ആ സബ്സിഡി ഇപ്പുറത്തെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അത് നോക്കുക. ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇലക്ട്രിസിറ്റി സൈഡിലേക്കാണ് ആ സബ്സിഡി വീണ്ടും കൂട്ടിക്കൊണ്ട് വന്നു. ഇതിവിടെ കുറയ്ക്കുക, ഇലക്ട്രിസിറ്റി സൈഡിലേക്ക് കൂട്ടുകയാണ്. പിന്നെ അടുത്ത ഇലക്ട്രിക് വെഹിക്കിൾ, ആ രീതിയിൽ അടുത്തത് കോള്, ഓയിൽ ആൻഡ് ഗ്യാസ് നീല, അടുത്തത് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പച്ച, പിന്നെ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് പതുക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ റിന്യൂവബിൾ എനർജി ഈ റെഡ്, പിന്നെ ബയോഗ്യാസ്. അപ്പൊ നമ്മുടെ ആ രാജ്യത്തിന്റെ പോളിസി അനുസരിച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവരുടെ ബഡ്ജറ്ററി അലോക്കേഷൻസ്, സബ്സിഡികൾ ഇതെല്ലാം മാറ്റുകയാണ്. ഈ സബ്സിഡികൾ കേരളത്തിന് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതനുസരിച്ച് നമുക്ക് ചെയ്യണം. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പൈസ കിട്ടുന്നത് പറഞ്ഞ കാര്യമില്ല. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രൊജക്ടുകൾ നമ്മൾക്ക് എടുക്കണമെന്നുണ്ട്, നമ്മുടെ സ്റ്റേറ്റുകളിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൊജക്ടുകൾ ഇവിടെ ഉണ്ടാവണം, അതനുസരിച്ചുള്ള രീതികൾ ഉണ്ടാവണം. ഇതെങ്ങനെയാണ് അവരുടെ ഇതൊരു മാക്രോ വ്യൂവിൽ അവരിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ ആ ഒരു പോളിസി അനുസരിച്ച്, എനർജി പോളിസി അനുസരിച്ച് അതിന് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷനിലെ കോഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷനിൽ 2023-24 അപ്പൊ ആ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷനിലേക്കാണ് കൂടുന്നത്. അതിനപ്പുറത്തെ ഇലക്ട്രിക്കൽ സൈഡിലേക്കാണ് അവിടെ കൂടുതൽ സബ്സിഡി ഫോക്കസ് ചെയ്യപ്പെടുന്നത്. എന്ന് കാരണം ഇതാണ് കാരണം. അപ്പം നമ്മൾ അടുത്തത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ കോൾ സബ്സിഡീസിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഡിഫറെന്റ് ഫൈനാൻഷ്യൽ ഇയറിൽ അവർ കോൾ സബ്സിഡിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം 45% ടോട്ടൽ പ്രൈമറി സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളിലാണ് നമ്മൾ ഈ പറയുന്നത്. അതായത് ഇന്ത്യ കൺസ്യൂംസ് പവർഡ് ബൈ ദി കോൾ വിച്ച് കംപ്രൈസസ് 45% ഓഫ് ദി ടോട്ടൽ പ്രൈമറി സപ്ലൈ. അതായത് കോളാണ് നമ്മൾ ബേസിക്കലി നമ്മുടെ എനർജി സോഴ്സ്, ബേസിക്കലി ഇലക്ട്രിക്കൽ സൈഡിലെ പ്രത്യേകിച്ച്. അപ്പൊ ഇറ്റ് ഈസ് ഓൾസോ പ്ലാനിങ് 80 GW ഓഫ് ന്യൂ തെർമൽ അഡീഷൻ ഇൻ 20. നമ്മൾക്ക് കോള് മീറ്റിംഗ് ദ റൈസിംഗ് ഡിമാൻഡ് ഫ്രം ദി പവർ ഇൻഡസ്ട്രി ദ കൺട്രി റിലൈസ് ഫോർ എക്സ്പെൻസീവ് കോൾ ഇമ്പോർട്ട്. നമുക്ക് ഇന്ത്യൻ കോളിനുള്ള പ്രത്യേകത എന്താ? ക്വാളിറ്റി ഇല്ല. എപ്പോഴും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇമ്പോർട്ടഡ് കോള് ഓസ്ട്രേലിയൻ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലുള്ള ഇമ്പോർട്ടഡ് കോള് മിക്സ് ചെയ്തിട്ടാണ് പലപ്പോഴും ക്വാളിറ്റി, ബെറ്റർ ക്വാളിറ്റി. നമ്മുടെ അതിനകത്ത് ആഷ് കണ്ടന്റ് കൂടുതലാണെന്ന് പറയുന്നത് ഇന്ത്യൻ കോളിനകത്ത്. അതുകൊണ്ട് ശരിക്കും പറയാം ഇമ്പോർട്ടഡ് കോളുമായിട്ട് മിക്സ് ചെയ്താണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് കോളിന്റെ റിസോഴ്സ് ഉണ്ട് പലപ്പോഴും കോൾ സ്റ്റേഷൻ, പക്ഷേ നമുക്ക് അത് ലിമിറ്റഡ് ആണ്. ചിലപ്പോൾ ആഷ് കണ്ടന്റ് കൂടുതലാണ്. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പലപ്പോഴും ഇമ്പോർട്ടഡ് കോള് തമ്മിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. എങ്ങനെയാണെങ്കിലും നമ്മുടെ കോൾ ഇമ്പോർട്ട് ഒരു പ്രധാന ഇതാണ്, സോഴ്സ് ആണ്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഈ കോൾ ഇല്ലെന്ന് പറയാം. ഈവൻ നമ്മുടെ കോൾ ഹൈഡ്രോ കാർബൺ ബേസ്ഡ് ഫ്യൂവൽ കുറച്ചുകൊണ്ട് വരുമ്പോൾ പോലും നമ്മുടെ എനർജി മീറ്റ് ചെയ്യാനായിട്ട് റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ എഗെയിൻ 80 GW ഓഫ് ന്യൂ തെർമൽ കപ്പാസിറ്റി അഡീഷൻ ബൈ 2031-32 ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് വേറെ വഴിയില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന റിന്യൂവബിൾ എനർജിയുടെ എക്സ്പാൻഷൻ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് വരണം, ഫാസ്റ്റ് ആയിട്ട് വന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിന്റെ
ഇത് മാത്രമല്ല ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒരു 80 ഗിഗാവാട്ട്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ ഫ്യൂച്ചറും ഇല്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. നമ്മൾ കോളിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ നെറ്റ് സീറോയിലേക്ക് വരുമ്പോൾ ഈ കോൾ പ്ലാന്റുകളെല്ലാം ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മള് ലോങ് ടൈമിൽ നോക്കി കഴിയുമ്പോൾ കോൾ പ്ലാന്റിലെ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ഒരു ഒരു അസറ്റ് ലോങ് ടൈം അസറ്റ് ആയിട്ട് നിലനിൽക്കാൻ വരെ സാധ്യത കുറവാണ്. അപ്പം ഇതാണ് ഒരു ആസ്പെക്ട് ഉള്ളത്. അതായത് അണ്ടർ പ്രൈസിങ് ഓഫ് കോൾ പവർ യൂട്ടിലിറ്റീസ്, അതായത് ഇലക്ട്രിസിറ്റിയുടെ ഈ പറയുന്ന ഈ അണ്ടർ പ്രൈസിങ് ഓഫ് കോൾ വരുന്നത് നമ്മൾക്കറിയാലോ, ഇലക്ട്രിസിറ്റിക്ക് ഉണ്ടാക്കുന്ന കോള് മുഴുവൻ സബ്സിഡൈസ്ഡ് ആണ്. സബ്സിഡൈസ്ഡ് കോൾ കേരളത്തിന് കിട്ടുന്നില്ല എന്നുള്ള വാസം. കേരളത്തിന് കോളില്ല, കോൾ പ്ലാന്റ് കോൺസെൻട്രേറ്റഡ് പ്ലാന്റ് ഇല്ല, കേരളത്തിന് കൊടുത്തിരിക്കുന്ന കോൾ ബ്ലോക്ക് കേരളം ഉപയോഗിച്ചില്ല. ഇപ്പൊ ഈയിടെയായിട്ട് നമുക്ക് കോൾ ബേസ്ഡ് സബ്സിഡൈസ്ഡ് കോൾ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുപോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല. DBFOയുടെ പേരിൽ കുറച്ച് പറ്റിയിട്ട് ബാക്കി ഈ പറഞ്ഞ മറ്റുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അത് ക്യാൻസൽ ചെയ്യപ്പെട്ടു. അപ്പൊ നമ്മൾ കോളാണ് ഒരു പ്രധാന സബ്സിഡിയിലേക്ക് വരുന്നത്. അടുത്ത സബ്സിഡി നോക്കിയാൽ TRD സബ്സിഡീസ് ഇൻ ഇന്ത്യ. നമ്മൾ അത് നോക്കിയാൽ കാണാം, നമ്മൾ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സൈഡിലെ സബ്സിഡീസ്. അപ്പൊ നമ്മൾ നോക്കിയാൽ അതിനകത്ത് ഈ സബ്സിഡി ഒക്കെ എങ്ങനെ കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിനുള്ള പ്രയോജനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനുള്ള സ്കീംസുകളാണ്. ആ സ്കീംസ് നമുക്കറിയാം, DDGYയിലുണ്ട്, നമുക്ക് ഈ പറയുന്ന RDGY ഉണ്ട്, അതിനുശേഷം നമുക്ക് റീഫോംഡ് RDSS ഉണ്ട്, പിന്നെ PM കുസും, ഇങ്ങനെയുള്ള പല സ്കീമുകളുണ്ട്. KSEB ആണെങ്കിലും കേരളമാണെങ്കിലും ഈ സബ്സിഡികൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഈ സ്കീമുകൾ കറക്റ്റ് ടൈമിൽ ക്യാപ്ചർ ചെയ്ത് നടപ്പിലാക്കിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിനുള്ള പ്രയോജനം കിട്ടുള്ളൂ. നമ്മളിപ്പോ പറയുന്ന കാരണം കൺസ്യൂമർ പ്രൈസ് സപ്പോർട്ട്, നമ്മളിപ്പോ കൺസ്യൂമർ പ്രൈസ് സപ്പോർട്ട് ഇലക്ട്രിസിറ്റി കൺസ്യൂമർ ഗ്രോ, അതായത് single largest subsidy mechanism according to 50% of all energy subsidy in financial year 22-23 and 93% of all subsidy to transmission and distribution sector. അതാണ് നമ്മൾ എനർജി സബ്സിഡി കൊടുക്കുന്നതിന്റെ 93% ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ സെക്ടറിലേക്കാണ് കൊടുത്തത്. അതും ഡിഫറെന്റ് സ്കീംസ് ഉണ്ട്. അഗ്രികൾച്ചറൽ ഒരു പ്രധാന സ്കീം എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ സബ്സിഡിയാണ്. നമുക്ക് കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ 2% ഓഫ് ഇലക്ട്രിസിറ്റി ഉള്ളൂ അഗ്രികൾച്ചർ ഉള്ളൂ. മറ്റുള്ള പല സ്റ്റേറ്റുകൾക്ക് അഗ്രികൾച്ചർ സബ്സിഡിയാണ് പ്രധാനം. അതോടൊപ്പം തന്നെ സോളാർ ഇറിഗേഷൻ, ഈ PM കുസും എന്ന് പറഞ്ഞിട്ട് ഈ സബ്സിഡി കുറച്ചുകൊണ്ട് സോളാറിലേക്ക് വഴിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുന്ന സ്കീമാണ് PM കുസും. ഇതൊന്നും കേരളത്തിൽ കാര്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഏതൊക്കെയാലും ഇങ്ങനെയുള്ള കുറെ അധികം സബ്സിഡികളിൽ കൂടെയാണ് നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമ്മുടെ എനർജി സബ്സിഡികൾ ഇത് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ 3 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷത്തിലധികം രൂപ ഒരു വർഷം സബ്സിഡി ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അതൊക്കെയാണ്. അത് റിന്യൂവബിൾ എനർജി സബ്സിഡിയാണ് അടുത്ത് വരുന്നത്. അതൊരു പ്രധാന റിന്യൂവബിൾ എനർജി സബ്സിഡി. അപ്പൊ ആ ഒരു സബ്സിഡിയും നമുക്കറിയാം 14 തൊട്ട് ഡിഫറെന്റ് വർഷങ്ങളിൽ സബ്സിഡികൾ കൊടുത്തു വരുന്നുണ്ട്. അതും റിന്യൂവബിൾ സബ്സിഡി ഇൻക്രീസ്, അതായത് 14,000 8% ഇൻക്രീസ്, അതായത് 8% ഇൻക്രീസ് ഓൺ ഫൈനാൻഷ്യൽ ലോ കമ്പയർ. എന്നാൽ പ്രധാനം എന്ന് വെച്ചാൽ നമ്മളിത് പറയുമ്പോൾ ഫോസിൽ ഫ്യൂൽ സബ്സിഡി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴും റിന്യൂവബിൾ എനർജി സബ്സിഡി ലോ ആണ്. നമ്മൾക്കൊരു സബ്സിഡി ഒരു കൺവേർട്ട് ചെയ്ത് വരുന്നു എന്നുള്ളതല്ലാതെ ഇപ്പോഴും റിന്യൂവബിൾ എനർജിക്കുള്ള സബ്സിഡി ഗവൺമെന്റ് നമുക്ക് ഫോസിൽ ഫ്യൂലിന്റെ സബ്സിഡി ഉണ്ട്. ഇപ്പോഴും നമ്മൾ പലരും വിചാരിക്കുന്നത് റിന്യൂവബിൾ എനർജിനേക്കാളും കൂടുതൽ സബ്സിഡി ഫോസിൽ ഫ്യൂലിനാണെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പം നമ്മൾ ഇപ്പോഴും ഫോസിൽ ഫ്യൂലിന്റെ സബ്സിഡി കുറച്ചുകൊണ്ട് റിന്യൂവബിൾ എനർജിക്ക് സബ്സിഡി കൂട്ടണം. ആ രീതിയിലേക്കാണ് ഗവൺമെന്റ് പ്ലാൻ ചെയ്തത്. പക്ഷെ അതോടൊപ്പം തന്നെ ഇന്ത്യക്കാർക്ക് ആവശ്യത്തിന് എനർജി വേണം താൻ. ഇതെല്ലാം കൂടെ ഇത് ചെയ്തുകൊണ്ടാണ് അതിനുള്ള സ്കീമുകളാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. നമുക്കറിയാം, അത് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇതിനുള്ള യാതൊരു സബ്സിഡി കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് നടന്നു പോകുന്നത് തന്നെ കഷ്ടിച്ചാണ്. അപ്പം ഇതുപോലുള്ള ഈ പ്രൊജക്ടുകൾക്ക് സബ്സിഡികളൊന്നുമില്ല. ഈ പോളിസികളെല്ലാം പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടണമെങ്കിൽ അതിന് നമ്മുടെ ബഡ്ജറ്ററി സപ്പോർട്ടുകൾ വേണം. അപ്പൊ ആ ബഡ്ജറ്ററി സപ്പോർട്ടുകൾ വളരെ നല്ല രീതിയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇത് ചെയ്യുന്നുണ്ട്. ഫോർ കമ്പാരിസൺ, ടോട്ടൽ ലിവർ എനർജി സബ്സിഡീസ് വേർ ഓൺലി 12% ഓഫ് ദി ഫോസിൽ ഫ്യൂൽ ഇൻ ഫൈനാൻഷ്യൽ ഇയർ 2023. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോഴും ഫോസിൽ ഫ്യൂലിലാണ് സബ്സിഡി കൂടുതൽ, റിന്യൂവബിൾ എനർജിക്കല്ല. ആൾക്കാരുടെ വിചാരം റിന്യൂവബിൾ എനർജിക്കാണ്. നമ്മൾക്ക് റിന്യൂവബിൾ എനർജി സബ്സിഡി കിട്ടുമ്പോൾ അത് നേരിട്ട് നമ്മളുടെ പീപ്പിൾ, ബിക്കോസ് റിന്യൂവബിൾ എനർജിയുടെ തുടങ്ങുന്ന ആൾക്കാർ ഈവൻ ഹൗസ് ഹോൾഡ് നമുക്കറിയാം റൂഫ് ടോപ്പിലേക്ക് വരുമ്പോൾ അത് ഒരു ഇൻഡിവിജ്വൽസിന് കിട്ടുവാണ്. അതായത് അങ്ങനെ പീപ്പിൾ, അതായത് നമ്മുടെ ഗ്രാസ് റൂട്ടിലേക്ക് സബ്സിഡി നേരിട്ട് വരുവാണ്. മറ്റേന്ന് പറഞ്ഞാൽ നമുക്കറിയാം NTPCക്ക് നേരിട്ട് MTPC കിട്ടുന്നു, അല്ലെങ്കിൽ വലിയ പ്ലാന്റ് ഉടമകൾക്ക് കിട്ടുന്നു. അതാണ് അതിന്റെ വ്യത്യാസം. അതാണ് ഈ പറയുന്ന റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലറൈസ്ഡ് ആയിട്ടുള്ള സ്മോൾ പ്ലാന്റുകൾ തൊട്ട് വലിയ പ്ലാന്റുകൾ വരെയുണ്ട്. അപ്പം സ്മോൾ പ്ലാന്റുകളെല്ലാം ഈ പറയുന്ന PM കുസുമം, അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ PM സൂര്യഗറും ഒക്കെ വരുമ്പോൾ അതിന്റെ ഒരു പാർട്ട് സാധാരണ ഗ്രാമങ്ങളിലേക്കും സാധാരണ ജനങ്ങളിലേക്കുമാണ് എത്തുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് വലിയൊരു സബ്സിഡി, ഈ സബ്സിഡി ഉണ്ട്. പിന്നെ അടുത്തത് പ്രൊമോട്ട് ഫർദർ റിന്യൂവബിൾ എനർജി ഡിപ്ലോയ്മെന്റ്. ഗവൺമെന്റ് took a decision to add 50 gigawatts of renewable energy capacity annually for the next 5 years. അതാണ് നമുക്ക് ഈ റിന്യൂവബിൾ എനർജിക്ക് പറയാനായിട്ട് ഓരോ വർഷം 50 ഗൈഗാവാട്ട്സ് റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി ആനുവലി 5 വർഷത്തേക്ക് കൊടുക്കാനും, അതോടൊപ്പം തന്നെ
ഈ സ്കീം പ്രകാരമാണ് ഇപ്പം ഇതിന് നമ്മൾ റിന്യൂവബിൾ കൂട്ടാനായിട്ട് ശരിക്കും പറഞ്ഞാൽ NTPC പോലുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നേരിട്ട് ഇവരിലേക്ക് NTPC, SJVN, NHPC ഇതുപോലുള്ള സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പോലുള്ള കമ്പനികളിലേക്ക് നേരിട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് അതും നമ്മൾ ഇതാണ്. അപ്പൊ നമ്മൾ അടുത്തൊരു പാർട്ട് ഈ പറഞ്ഞ എനർജി സബ്സിഡിയിലേക്കാണ് EVയുടെ സബ്സിഡിയാണ്. അതുകൊണ്ട് നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സബ്സിഡികളുണ്ട്, അതോടൊപ്പം സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ സബ്സിഡികൾ. അപ്പം എത്രമാത്രം സബ്സിഡികളാണ് EVയിലേക്ക് വരുന്നത് അറിയാം. നമ്മുടെ അത് വളരെ കൂടുതലായിട്ട് പോകുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ എക്സാക്സിസ് നോക്കി കഴിയുമ്പോഴും ഇത് കോടികളാണ്, 8,000 കോടി 10,000 കോടി വരെ ഉണ്ട്. അത് പിക്കപ്പ് ചെയ്ത് വരികയാണ് EV സബ്സിഡി ടോട്ടലി നോക്കുമ്പോൾ. അത് EVയുടെ ഉപയോഗം നമുക്കറിയാം. EVയുടെ ഉപയോഗം വരുമ്പോൾ ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ പോസിറ്റീവുകളുടെ ഉപയോഗം കുറയ്ക്കുക, അതോടൊപ്പം തന്നെ EV കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ റിന്യൂവബിൾ എനർജിനെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ വക പല കാര്യങ്ങൾ കൊണ്ടും EVയുടെ ഉപയോഗം കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരിപ്പം IOCനെ ഈ ചാർജിങ് സ്റ്റേഷന് വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളതുണ്ട്. ആ പറയുന്ന ഇതിനനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ IOC കൂടുതൽ ചാർജിങ് സ്റ്റേഷൻ തുറക്കാനും 7,300 EV സ്റ്റേഷനും ബൈ ഡിസംബർ അവർ പറഞ്ഞിട്ടുണ്ട്. അവരെ ഒരു ഏജൻസി ആയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവരുന്നത്. അതാണ് അടുത്തൊരു സബ്സിഡി വരുന്ന ഒരു ഭാഗം. നമ്മളിനി അടുത്തൊരു പ്രധാന ഒരു ഗവൺമെന്റ് സബ്സിഡിയിലേക്ക് വരുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സബ്സിഡി വരുന്ന ക്യാപെക്സ്. നമുക്കറിയാം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. നേരത്തെ പറഞ്ഞ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ നമ്മൾക്കൂടെ നോക്കി അറിയാം ഡിഫറെന്റ് ക്യാപിറ്റൽ ഓയിൽ ബേസ്ഡ്, ഗ്യാസ് ബേസ്ഡ്, സോളാർ ആൻഡ് വിൻഡ്, അതർ. ഈ രീതിയിലുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കമ്പനികളിലൂടെ NTPC നമുക്കറിയാം. ഇപ്പൊ NTPC സോളാറിലേക്ക് കൊടുക്കുന്നുണ്ട്, SJVN, NHPC കേരളത്തിൽ അറിയാം. കേരളത്തില് ഇപ്പം NHPC സോളാർ തുടങ്ങുന്നുണ്ട്. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നേരിട്ടുള്ള ക്യാപെക്സ് വഴിയും അവര് ഈ പറഞ്ഞ സബ്സിഡൈസ്ഡ് എനർജി സബ്സിഡീസ് ഇത് വരുന്നുണ്ട്. അപ്പം ഇവരെ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കമ്പനികളിലെ മെയിൻലി ഡിപ്ലോയ്മെന്റ് ബെനിഫിറ്റിംഗ്, അതായത് CPയുടെ ഫേസ് 2 സ്കീം പ്രകാരം സെൻട്രൽ പവർ സെക്ടർ യൂണിറ്റ്സ് എന്നാണ് പറയുന്നത്. അവർ ഡെയിലി നോമിനേറ്റഡ് സ്റ്റാറ്റസസ് റിന്യൂവബിൾ എനർജി ഇംപ്ലിമെന്റിംഗ് ഏജൻസി ആയിട്ട് ഇവരെ കാർവ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവർ വഴിയും ഈ പറഞ്ഞ രീതിയിൽ ഡിഫറന്റ് അവരെ വഴിയും നമ്മൾ ഈ പറയുന്ന ഇത് വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോളിസി, എനർജി പോളിസിയും അതിനോടനുബന്ധിച്ചുള്ള എങ്ങനെയാണ് അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നമുക്കറിയാം പോളിസി വരുമ്പോൾ അതിനുള്ള കാര്യമായിട്ടുള്ള ഈ 3 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് സബ്സിഡൈസ് ബഡ്ജറ്റ് സപ്പോർട്ടായിട്ട് വരുമ്പോൾ ഡിഫറന്റ് സെക്ടറിൽ കൂടെ, അതായത് കോൾ സെക്ടർ, ഓയിൽ സെക്ടർ, ഗ്യാസ് സെക്ടർ, എല്ലാ സെക്ടറിൽ കൂടെ ഇത് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾക്ക് ഇൻവെസ്റ്റ്മെന്റും അത് ആ രീതിയിലുള്ള ബെനിഫിറ്റുകളും ജനങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് ലോൺ അറിയാം. നമുക്കൊരു പ്രൊജക്ട് തുടങ്ങണമെങ്കിൽ ലോൺ കിട്ടണം. അപ്പൊ ലോൺ ഏത് രീതിയിലേക്കാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്? അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ ലോൺ കൊടുക്കേണ്ട ഒരു ഇതാണ്. അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റിന്റെയും ഡൊമസ്റ്റിക് പബ്ലിക് ഫൈനാൻസിന് വേണ്ടിയിട്ട് അത് പ്രധാനമായിട്ട് നമുക്കറിയാമല്ലോ. നമുക്ക് സെൻട്രൽ ഫൈനാൻസിങ്, പവർ ഫൈനാൻസിങ് ഉണ്ട്. ആ മൂന്ന് പ്രധാന ഫൈനാൻസിങ്: പവർ ഫൈനാൻസിങ് കോർപ്പറേഷൻ, REC റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ, IREDA ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി. ഇങ്ങനെ 3 ഫൈനാൻസിങ് ഏജൻസികൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. നമുക്ക് പലപ്പോഴും ഈ ഇലക്ട്രിസിറ്റിയെ സംബന്ധിച്ച അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച ലോൺ ഫൈനാൻസ് ചെയ്യപ്പെടാനായിട്ട് ഈ പറയുന്ന ഏജൻസികൾ വളരെ ഉപകരിക്കുന്നുണ്ട്. ഇപ്പൊ ഈയിടെയായിട്ട് ശരിക്കും പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഈ ബോണ്ടുകൾ ഇറക്കുകയും ഈ ബോണ്ടുകൾ ഭയങ്കര പോപ്പുലർ ആവുകയും ചെയ്തു. ഇവർ ഈ ഫൈനാൻസിങ് ഏജൻസി റിന്യൂവബിൾ എനർജി ബോണ്ടുകൾ, ഈ IREDA ഈ പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ബോണ്ടുകൾ ഇറക്കുക. ബോണ്ടുകൾ ഭയങ്കര സക്സസ് ആയിട്ട് അടുത്ത ഒരു ബേസ് മുഴുവൻ പ്രതീക്ഷിച്ചേക്കാളും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടു കൂടുതൽ ബോണ്ടുകൾ വരുന്നുണ്ട്. ഇതിലെല്ലാ രീതിയിലും നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ നമ്മളുടെ എനർജി സെക്ടറിനെ ട്രാൻസിഷൻ, അതുപോലെ തന്നെ ആവശ്യത്തിന് ഇലക്ട്രിസിറ്റിയെ അവൈലബിൾ ആക്കാൻ, എനർജി സെക്യൂരിറ്റിയെ കൊണ്ടുവരാനും വേണ്ടുന്ന പ്ലാനുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഇലക്ട്രിസിറ്റിയിലേക്ക് വരാം. നമ്മളിപ്പോ ഇത്രയും നേരം നമ്മൾ എനർജിയെ കുറിച്ചാണ് പറഞ്ഞത്. ടോട്ടൽ എനർജി റിക്വയർമെന്റ് ആണ്. ആ എനർജിയിലേക്ക് നമുക്കറിയാം, എനർജിനെ നമ്മൾ ട്രാൻസിഷനിലേക്ക് വരുമ്പോൾ ഇലക്ട്രിസിറ്റിയിലേക്കാണ് വരിക. ഇലക്ട്രിസിറ്റിയിലേക്ക് വരുമ്പം ഇലക്ട്രിസിറ്റി ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗവൺമെന്റ് ഓഫ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഈ ഒരു സെക്ടറിൽ കൂടെ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, അതിന് ശരിക്കും പറഞ്ഞാൽ ബേസിക് ആയിട്ട് ഒരു ലീഗൽ ഫ്രെയിംവർക്ക്. നമുക്ക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൺകറന്റ് സബ്ജക്ട് ആണ്. നമ്മളറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് കൺകറന്റ് സബ്ജക്ട് അറിയാം. സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ക്യാൻ ലെജിസ്ലേറ്റ്, രണ്ടുപേർക്കും ലെജിസ്ലേറ്റ് ചെയ്യപ്പെടാം. അവർക്ക് നിയമങ്ങൾ ഉണ്ടാക്കാനായിട്ട് അതായത് പാർലമെന്റിനും നിയമസഭയ്ക്കും നിയമങ്ങൾ ഉണ്ടാക്കാം. ഇൻ കേസ് ഓഫ് റിബുഗൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിബുഗൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻകൺസിസ്റ്റൻസി സെൻട്രലൈസേഷൻ ആർ പ്രിവെന്റ്. വളരെ കൃത്യമായിട്ട് പറഞ്ഞത്, അതായത് നമ്മൾക്ക് ഇലക്ട്രിസിറ്റിയെ സംബന്ധിച്ച് കൺട്രോൾ സബ്ജക്ട് ആണ്.
കൺഗ്രസ് സബ്ജക്ട് രണ്ടുപേർക്ക് ഉണ്ടാവും, രണ്ടുപേർക്ക് വേണമെങ്കിൽ രജിസ്ട്രേഷൻ ഉണ്ടാക്കാം. ഇന്ത്യക്ക് ഇപ്പം പക്ഷേ ഈ ഇൻകൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ, രണ്ട് നിയമങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇൻകൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ സെൻട്രലൈസേഷൻ ആണ് ഉപകരിക്കുക. ഇതാണ് നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള ബേസിക് ലീഗൽ ഫ്രെയിംവർക്ക്. അപ്പൊ നമുക്കറിയാം ഈ 2003 ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ 1950 അന്നേരം ഇലക്ട്രിസിറ്റി നമുക്കറിയാം. ഇലക്ട്രിസിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എഡിസിൻ ആണല്ലോ ആദ്യമായിട്ട് നമ്മള് മാൻഹാട്ടനിൽ ആദ്യമായിട്ട് ഒരു 110 ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം തുടങ്ങിയത്. അതിനുശേഷം ഇന്ന് വരെ നോക്കിയാൽ 142 വർഷത്തെ ചരിത്രമേ ഉള്ളൂ ഇലക്ട്രിസിറ്റിയെ സംബന്ധിച്ച്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെ, പവർ സെക്ടറെ സംബന്ധിച്ച്. ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 1950 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ സമയത്ത് ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഇന്ന് നമ്മളെ സെക്ടർ. അന്ന് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഏതും ചെയ്യാൻ സിറ്റികളിൽ മാത്രം ഒതുങ്ങി നിന്ന സാധനമാണ്, സാധാരണക്കാരല്ല. അതിനുശേഷമാണ് ഇലക്ട്രിസിറ്റി ബോർഡുകളുണ്ടായി, സ്റ്റേറ്റുകളിലേക്ക് ഡെവലപ്പ് ചെയ്തത്. പിന്നെ ഇതിപ്പം അതിനുശേഷം റീജിയനിലേക്ക് ഡെവലപ്പ് ചെയ്തത് നാഷണൽ ഗ്രിഡാണ്. 2003 ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ സ്റ്റേറ്റിനെ സംബന്ധിച്ച് നാഷണൽ ഗ്രിഡ് ആയ ശേഷം സ്റ്റേറ്റുകൾക്ക് വലിയ അലവൻസ് ഒന്നും ഇല്ല. ബേസിക്കലി അവർക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ സെക്ടറിൽ അതിനുള്ള ഇത് വരുന്നതല്ലാതെ ബേസിക്കലി നാഷണൽ ഒരു പ്ലാന്, ഇലക്ട്രിസിറ്റി ആക്ട്, നമുക്ക് ഇലക്ട്രിസിറ്റി ആക്ട് വന്ന ശേഷം നമ്മുടെ എല്ലാ ആക്ടുകളും എല്ലാ സ്റ്റേറ്റിന്റെ ലെജിസ്ലേഷനും റിപ്പീൽ ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അതിന് റിലവൻസ് പോയി. പല മുമ്പ് ഒറീസയ്ക്ക് സെപ്പറേറ്റ് ഉണ്ടായിരുന്നു, പഞ്ചാബിനുണ്ടായിരുന്നു, പല സ്റ്റേറ്റുകൾക്ക് സെപ്പറേറ്റ് ലെജിസ്ലേഷൻ. ആ ലെജിസ്ലേഷൻ എല്ലാം തന്നെ പലതും ഈ പറഞ്ഞ രീതിയിലേക്ക് റിലവൻസ് പോയി. ഇപ്പം ഗവൺമെന്റ് 2003 കീഴിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇലക്ട്രിസിറ്റി ആക്ട് എന്നുള്ള ആ ഒരു നാഷണൽ ഗ്രിഡ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന നമുക്കറിയാം, നാഷണൽ ഗ്രിഡിൽ കണക്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിനകത്ത് റീജിയൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഭാഷ പറഞ്ഞിട്ടും രാഷ്ട്രീയം പറഞ്ഞിട്ടും. ഇലക്ട്രിസിറ്റി വിൽ വർക്ക് അക്കോർഡിംഗ് ടു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസ്, നോട്ട് അക്കോർഡിംഗ് ടു ദ വിംസ് ആൻഡ് ഫാൻസീസ് ഓഫ് പൊളിറ്റീഷ്യൻ. ഒരിക്കൽ ഇലക്ട്രിക്കൽ സിസ്റ്റം കണക്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾ അനുസരിച്ചേ പോകുള്ളൂ. അതല്ലാതെ നമ്മൾ അതിന്റെ ഫ്ലോ ലോഡ് ഫ്ലോ എന്ന് പറയുന്നത്, നോർത്തിലിട്ടിരിക്കുന്ന ഫ്ലോ എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ കണക്ട് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്ക് തിയറിയാണ്. ആ നെറ്റ്വർക്ക് തിയറി അനുസരിച്ച് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന പല നിയമങ്ങളൊന്നും പറ്റത്തില്ല, ഒരൊറ്റ രീതിയെ പറ്റുള്ളൂ. അതാണ് ആ രീതിയിലാണ് ഇപ്പം കാര്യങ്ങൾ നടക്കുന്നത്. അതാണ് പ്രായോഗികമായിട്ട് അത്രയും പറ്റില്ല. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, കോഴിക്കോട് സൈഡില് ഇലക്ട്രിസിറ്റി സപ്ലൈ എഫക്ട് ചെയ്യുന്നത് മൈസൂർ കോഴിക്കോട് ലിങ്ക് പോയി കഴിഞ്ഞാൽ കോഴിക്കോടുകാരുടെ കാര്യം നോക്കാം. മൈസൂരത്തെ പോയാൽ മതി, മൈസൂരിൽ നിന്നുള്ള ഇങ്ങോട്ടുള്ള സപ്ലൈ പോയാൽ മതി. ഇവിടുന്ന് കളമശ്ശേരിയിൽ നിന്ന് കോഴിക്കോടുള്ള ലിങ്കിനേക്കാളും പ്രധാനം മൈസൂരിൽ നിന്ന് നോർത്തേൺ ഏരിയയ്ക്ക് എഫക്ട് ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ കർണാടകയിലെ സ്ഥിതികളാണ്. അത് ഞാൻ പറഞ്ഞ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റീജിയണൽ ആയിട്ട് ചിന്തിച്ചോട്ടും ലിംഗ്വിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചോട്ടും പൊളിറ്റിക്കൽ ആയിട്ട് ചിന്തിച്ചോട്ടും ഇലക്ട്രിസിറ്റിനെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. അതിന് എഞ്ചിനീയറിംഗ് ആയിട്ട് മാത്രം ചിന്തിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും സ്റ്റേറ്റുകളുടെ അലവൻസ് കുറഞ്ഞു പോയിക്കൊണ്ട് ഈ നാഷണൽ ഗ്രിഡിലേക്ക് വരുന്നത്. നമ്മളറിയാം, ഒറിജിനലി നമ്മളൊരു ലീഗൽ ഫ്രെയിംവർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒറിജിനലി ഈ ഇലക്ട്രിസിറ്റി ആക്ട് വരുന്നതിന് മുമ്പ് നമുക്ക് ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് പറഞ്ഞാൽ നമ്മുടെ ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ 1910 നിയമങ്ങളും, അതിനുശേഷം ഇന്ത്യ 1948 നമുക്കറിയാം ഇലക്ട്രിസിറ്റി ബോർഡുകൾ ഫോം ചെയ്ത 1948 സപ്ലൈ ആക്ടും, അതിനുശേഷം അതിന്റെ അമെന്റ്മെന്റുകളും. അതായത് ഇലക്ട്രിസിറ്റിയെ 1910 അമെന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അത് പാർലമെന്റ് പാസ്സാക്കിയതാണ്. ആ പാർലമെന്റ് അല്ല, അത് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയതാണ്. അത് അമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ സപ്ലൈ ആക്ടുകൾ മാത്രമേ അമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആക്ട് 1998 ഇതെല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇലക്ട്രിസിറ്റി ആക്ട് വന്നത് ആണ്. ഇലക്ട്രിസിറ്റി ആക്ട് ആണ് അതിന് മുമ്പോട്ടായിരുന്ന മുഴുവൻ വൈദ്യുതി നിയമങ്ങളെയും റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി ആക്ട് 2003 വന്നത്. അപ്പം ആ ഇലക്ട്രിസിറ്റി ആക്ട് ഇപ്പം ഒറ്റ നിയമമേ ഉള്ളൂ, നമുക്ക് പാർലമെന്റ് പാസ്സാക്കിയ ഇലക്ട്രിസിറ്റി ആക്ട്. അതിന്റെ കീഴിലാണ് ഇപ്പൊ എല്ലാം വരിക. എല്ലാ കാര്യങ്ങളും അതിന്റെ സബോർഡിനേറ്റ് ആയിട്ടാണ് വരിക. അപ്പൊ ഇലക്ട്രിസിറ്റി ആക്ട് പറയുന്നതിന് വിരുദ്ധമായിട്ട് പാർലമെന്റ് യുനാനിമസ് ആയിട്ട് പാസ്സാക്കിയ ഒരു നിയമമാണത്. അതിന് വിരുദ്ധമായിട്ട് ഒരു കാര്യങ്ങളും നടക്കാൻ ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ഇലക്ട്രിസിറ്റി ആക്ട് വന്നത് അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനം നാഷണൽ ഇലക്ട്രിക് പോളിസി ഉണ്ട്, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ ഉണ്ട്, ഓപ്പൺ ആക്സസ് ഉണ്ട്, ബേസ്ഡ് അതായത് സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷൻ, സെൻട്രൽ റെഗുലേറ്ററി കമ്മീഷൻ, ലൈസൻസ് ഫ്രീ ജനറേഷൻ, അതായത് ജനറേഷൻ ലൈസൻസ് ഫ്രീ ആക്കി, ഈവൻ ഡിസ്ട്രിബ്യൂഷൻ വേണമെങ്കിൽ ലൈസൻസ് ഫ്രീ ആക്കാം, പവർ ട്രേഡിങ്, മാൻഡേറ്ററി മീറ്ററിങ് കമ്പൾസറി ആക്കി, തെഫ്റ്റ് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം പറഞ്ഞു വരുന്നത് ഈ പറയുന്ന അത് ഇലക്ട്രിസിറ്റി ആക്ട് വന്ന ശേഷം അതിന്റെ ഒരു ഫ്രെയിംവർക്കേ മാറി, പഴയ ഫ്രെയിംവർക്ക് അല്ല. ഇലക്ട്രിസിറ്റി ബോർഡുകളിൽ ഉണ്ടായിരുന്ന അവർക്ക് അതിന് മുമ്പ് ഇലക്ട്രിസിറ്റി ബോർഡുകൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നു ഇലക്ട്രിസിറ്റി ബോർഡ്. അവരുടെ ബോർഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള സാധ്യതയുള്ള സാധനം അന്നത്തെ ബോർഡ് ഓർഡർ. ഇപ്പൊ അത് മാറിയിട്ട് ഈ നിയമങ്ങൾ മുഴുവൻ എടുത്ത് റെഗുലേറ്ററി കമ്മീഷൻ കൊടുത്തു.
സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നുള്ള നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള മുഴുവൻ അധികാരം സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നുള്ള അധികാരം ഇപ്പം ഒരു കമ്പനിയും ലൈസൻസിയും മാത്രമാണ് KCB പോലുള്ള ബോർഡുകൾ ഒരു കമ്പനി മാത്രമായിട്ട് ലൈസൻസി ആയിട്ട് മാറി. അപ്പം ഈ പറയുന്ന പല കാര്യങ്ങളും ആ രീതിയിലേക്കാണ്. അപ്പൊ ഇലക്ട്രിസിറ്റി ആക്ടിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് വന്ന ക്ലിയർ ഡിമാർക്കേഷൻ ഓഫ് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റിയാണ്. ഗവൺമെന്റിന്റെ റോൾ എന്താണെന്ന് അവിടെ വളരെ പറഞ്ഞിട്ടുണ്ട്. റെഗുലേറ്ററി കമ്മീഷൻ എന്താണ്, അവർക്ക് ഓരോരുത്തർക്കും ഓരോ റോൾ കൊടുക്കും. ഡിമാർക്കേഷൻ ഓഫ് റോളാണ്. ഒരാൾക്ക് മറ്റൊരാളുടെ റോളിലേക്ക് എൻകംബർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കയറി ഇടപെടാൻ പറ്റില്ല. അതാണ് പലപ്പോഴും നമുക്കറിയാമല്ലോ ഈയിടെയായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോലും അതിനകത്ത് ലിമിറ്റേഷൻ ഉണ്ട്. ഈയിടെയായിട്ട് നമുക്കറിയാം കേരള ഗവൺമെന്റ് നമ്മൾക്ക് ഈ DBFOയുടെ ഒരു ഓർഡർ ഇവർ ക്യാൻസൽ ചെയ്തപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല, അത് വീണ്ടും റീസ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കേരള ഗവൺമെന്റ് ഒരു അഡ്വൈസ് ഡയറക്ഷൻ കൊടുത്ത് ആ ഡയറക്ഷൻ കൊടുത്ത ശേഷം സുപ്രീം കോടതി അത് ടേക്കപ്പ് ചെയ്യും. അവസാനം സുപ്രീം കോടതി പോയി കഴിയുമ്പോൾ വലിയൊരു ഓർഡർ യാതൊരു കാരണവശാലും അവരുടെ ഇൻഡിപെൻഡൻസിനെ ചോദ്യം ചെയ്തുകൊണ്ട് അവരുടെ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് ഇടപെടാനോ ഇവൻ അഡ്വൈസ് ചെയ്യാണ്ട് ഈ ഇലക്ട്രിസിറ്റി ആക്ട് പറഞ്ഞിട്ടുണ്ട് ഡയറക്ഷൻ കൊടുക്കാമെന്ന്. പക്ഷേ അവരുടെ ഓപ്പൺ തീരുമാനത്തെ ഹനിക്കുന്ന രീതിയിൽ ഒരു ഇടപെടൽ പറ്റത്തില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. ഈയിടെയായിട്ട് കേരള ഗവൺമെന്റിന് തന്നെ അതിനെ സംബന്ധിച്ച ഒരു റിവേഴ്സ് ശരിക്കും പറഞ്ഞാൽ അടി കിട്ടിയ ഒരു കേസാണ്. ഞാൻ പറയുന്നത് ദർ ഈസ് ക്ലിയർ ഡിമാർക്കേഷൻ ഓഫ് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഗവൺമെന്റിന് കൃത്യമായിട്ട് പോളിസി മേക്കിങ്ങിനെ സംബന്ധിച്ച് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. റെഗുലേറ്ററി കമ്മീഷനുകൾക്ക് കൃത്യമായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ റെഗുലേറ്ററി കമ്മീഷന്റെ മുകളിൽ അവരുടെ തീരുമാനങ്ങൾക്ക് ഒരു അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഓഫ് ഇലക്ട്രിസിറ്റി ഉണ്ട് ടു ഹിയർ അപ്പീൽ അഗൈൻസ്റ്റ് ഓർഡേഴ്സ് ഓഫ് ദി അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ ഓർ ദി അപ്രോപ്രിയേറ്റ് കമ്മീഷൻ അണ്ടർ ദിസ് ആക്ട്. എന്ന് പറഞ്ഞാൽ റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പീല് പോകേണ്ട സ്ഥലം ഏതാണ് അവരുടെ മെറിറ്റൽ പോലുള്ള തീരുമാനങ്ങൾ ഓർഡറുകൾക്ക് റെഗുലേഷനുകൾക്കല്ല കേട്ടോ. റെഗുലേഷൻ ഡിഫറെന്റ് ആണ്. ഉത്തരവുകൾക്ക് ശരിക്കും പറഞ്ഞാൽ അപ്പീൽ പോകാനുള്ള സ്ഥലം എന്താണ്? റെഗുലേഷൻ ഒരു നിയമമാണ്. നിയമത്തിന് അപ്പീൽ എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമായിട്ട് നമുക്ക് പോകേണ്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതിയാണ്. നമ്മൾ ഏതാ പറയുക ഭരണഘടനാ കോടതിയാണ്. ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെങ്കിൽ ആ നിയമം നിലനിൽക്കുന്നില്ല. അപ്പം ഭരണഘടനാ കോടതിയിലേക്ക് പോകാൻ പറ്റും റെഗുലേറ്ററി കമ്മീഷൻ റെഗുലേഷൻ അഗൈൻസ്റ്റ് ആയിട്ട്. പക്ഷേ റെഗുലേഷൻ കമ്മീഷന്റെ ഉത്തരവുകൾക്ക് അഗൈൻസ്റ്റ് ആയിട്ട് പോകേണ്ട സ്ഥലം അപ്പലേറ്റ് ട്രൈബ്യൂണലാണ്. അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവുകളുടെ തീരുമാനങ്ങൾക്ക് അഗൈൻസ്റ്റ് ആയിട്ട് പോകാൻ പറ്റും. ഇനി അതർ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയാണ് ആസ് എക്സ്പെർട്ട് ബോഡി ഓഫ് ദ ടെക്നിക്കൽ മാറ്റർ. ഈ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി എന്ന് പറയുന്ന ഇത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഒരു സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും ഗവൺമെന്റ് ഓഫ് കേരളയ്ക്കും എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. അവരെ അഡ്വൈസ് ചെയ്യാനും അവർക്ക് ഗൈഡ് ചെയ്യാനും സാങ്കേതിക കാര്യങ്ങളിൽ തീരുമാനം ഗൈഡ് ചെയ്യാനും അഡ്വൈസ് ചെയ്യാനും പറ്റുന്ന ഒരു സാധനമാണ് ഇലക്ട്രിസിറ്റി അതോറിറ്റി, സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി. ഈ അതോറിറ്റി ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം ഇത് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ആക്ട് 2003 അതിനകത്ത് ഈ സെക്ഷൻ 176 പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ടു മേക്ക് റൂൾസ്. ഗവൺമെന്റ് ഉണ്ടാക്കുന്ന നിയമങ്ങൾക്ക് റൂൾസ് എന്നാണ് പറയുന്നത്. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൾസോ മേക്ക് റൂൾസ് ഉണ്ടാക്കാം. ഈ ഇലക്ട്രിസിറ്റി ആക്ടിൽ എവിടെയൊക്കെ എന്തൊക്കെ നിയമങ്ങളാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഈ സെക്ഷൻ 176 വളരെ കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞു. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് എവിടെയൊക്കെ നിയമങ്ങൾ ഏതൊക്കെ നിയമങ്ങളാണ് ഉണ്ടാക്കേണ്ടതെന്ന് 180 കൃത്യമായിട്ട് പറഞ്ഞു. അവരുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നൽകി. അതുപോലെ തന്നെ സെൻട്രൽ കമ്മീഷൻ എന്തൊക്കെ നിയമങ്ങളാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണമെന്ന് സെക്ഷൻ 178 പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങൾ. അതുപോലെ തന്നെ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് സെക്ഷൻ 177 അതുപോലെ കാര്യങ്ങളും പറഞ്ഞു. ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സും റെസ്പോൺസിബിൾ അതുപോലെ കാര്യങ്ങൾ. അതുപോലെ സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നത്. അപ്പൊ ഞാനത് പറഞ്ഞു വരുന്നത് ക്ലിയർ ഡിമാർക്കേഷൻ ഓഫ് റോള് ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ആ ഫ്രെയിംവർക്കിൽ കൂടെ മാത്രമേ ഉള്ളൂ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മളെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ഈ ഫ്രെയിംവർക്കിൽ കൂടെയാണ്. ഇലക്ട്രിസിറ്റിയെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഈ ഫ്രെയിംവർക്കിലൂടെ തന്നെ പോകണമെന്നാണ് നമ്മൾ പാർലമെന്റ് പാസ്സാക്കിയ നിയമം ഭരണഘടനയെ അനുശാസിക്കുന്നത്. അല്ലാതെ അപ്പം നമ്മൾ ആ റെഗുലേറ്ററി ഫ്രെയിംവർക്കിനകത്ത് വരുമ്പോൾ നമുക്ക് എന്താ പറയുന്നത് ഇലക്ട്രിസിറ്റി ആക്ട് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ കോളം ആൻഡ് പില്ലേഴ്സ് അപ്പോൺ വിച്ച് ഡെവലപ്മെന്റ് ഓഫ് ദി പവർ സെക്ടർ ഇൻ ഇന്ത്യ നീഡ് ടു ബി കാരിഡ് ഔട്ട്. നമ്മൾ ഒരു കോളംസ് ആൻഡ് പില്ലർ ആണെന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി ആക്ട് പറയാം. നമ്മൾ ഇന്ത്യയിലെ വൈദ്യുതി മേഖലയെ നമ്മൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള എന്താ പറയുക സ്ട്രക്ചറാണ് ഇലക്ട്രിസിറ്റി ആക്ട്. അതേ ആക്ടിൽ വെച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി ആക്ടിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ പറയുന്ന ഹാർനസിങ് റിസോഴ്സസ് റിന്യൂവബിൾ എനർജി എങ്ങനെ ഹാർനസ് ചെയ്യണം അതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് വളരെ വ്യക്തതയോടെ അന്ന് വരെ 2003 തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് വേണം നമ്മൾ ഇത് ഹാർനസ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ അതിനുള്ള ഒരു സ്ട്രക്ചർ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിനനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിന്റെ താഴെ നാഷണൽ ഇലക്ട്രിസിറ്റി പോളിസി പബ്ലിഷ് ചെയ്യുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ Part 2 Section 3 നാഷണൽ ഇലക്ട്രിസിറ്റി പോളിസി 2005 അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോടാണ് പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്.
ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അവരെങ്ങനെയാണ് പബ്ലിഷ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ താരിഖ് പോളിസി, ഇതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോടെയാണ് പറഞ്ഞിരിക്കുന്നത്. 2006 ആദ്യത്തെ പബ്ലിഷ്, അതിനുശേഷം 2014 റിവൈസ് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പോളിസികൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രിവിലേജ് ആണ്. ഇത് 2 പോളിസികളും. അതുപോലെ നാഷണൽ ഇലക്ട്രിസിറ്റി പ്ലാൻ ഇതുണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓരോ 5 വർഷവും നാഷണൽ ഇലക്ട്രിസിറ്റി പ്ലാൻ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നു. അത് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയോടാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കണമെന്നും എവിടെ ഉണ്ടാക്കണമെന്നും പറയുന്നത്. ഈ പറഞ്ഞ ഇന്ത്യയിലെ വൈദ്യുത മേഖല എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച കൃത്യമായ രൂപരേഖയാണ്. അപ്പം സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി പാർട്ട് സെക്ഷൻ 70 to 75 ഓഫ് ഇലക്ട്രിസിറ്റി ആക്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത് റെസ്പോൺസിബിൾ ഫോർ ടെക്നിക്കൽ മാറ്റേഴ്സ്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കൺസേൺ ഇലക്ട്രിസിറ്റി സെക്ടർ റെസ്പോൺസിബിൾ പ്ലാനിംഗ് ഫംഗ്ഷൻ, ഇതിനകത്ത് പ്ലാനിംഗ് ഫംഗ്ഷനും ടെക്നിക്കൽ മാറ്റേഴ്സും ഇതുപോലുള്ള കാര്യങ്ങളും എല്ലാം അതിന്റെ അപ്പെക്സ് ബോഡിയാണ് ഇലക്ട്രിസിറ്റി അതോറിറ്റി, സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി. അപ്പൊ അവര് ഉണ്ടാക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് സ്റ്റാൻഡേർഡ്സ്, മീറ്ററിംഗ് സ്റ്റാൻഡേർഡ്സ്, കൺസ്ട്രക്ഷൻ സ്റ്റാൻഡേർഡ്സ്, അതുപോലെ തന്നെ എല്ലാ സ്റ്റാൻഡേർഡ്സും ഇവരാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതനുസരിച്ചായിരിക്കും സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, ഇതെല്ലാം അവരെ ഉണ്ടാക്കുന്നുണ്ട്, അവരെ പുറപ്പെടുവിക്കും. അപ്പൊ ഇതെല്ലാം ഇവരുടെ ഉത്തരവാദിത്തം. അതോടൊപ്പം തന്നെ പ്ലാനിങ് ഇവരുടെ ഉത്തരവാദിത്തമാണ്. ടെക്നിക്കൽ മാറ്റേഴ്സിൽ അപ്പെക്സ് ബോഡി ഇവർ തന്നെയാണ്. അപ്പം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിസിറ്റി പ്ലാനിനെ സംബന്ധിച്ച എല്ലാ പോളിസിയെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോടാണ്. അപ്പം സെൻട്രൽ റെഗുലേറ്ററി കമ്മീഷനോട് എന്താണ് പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമായിട്ടുണ്ട്. റെഗുലേറ്ററി കമ്മീഷൻ എന്താണ് ചെയ്യേണ്ടത്? CRC എന്ന് പറയുന്ന പലർക്കും ഈ സെൻട്രൽ റെഗുലേറ്ററി കമ്മീഷൻ, സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷൻ ഇൻഡിപെൻഡന്റ് ആണ്. രണ്ടുപേരും തമ്മിൽ അവരുടെ ഏരിയ ഓഫ് വർക്ക് ഡിഫറെന്റ് ആണ്. ഒന്ന് എന്താണ്, റെഗുലേറ്ററി താരിഫ് ഓഫ് ജനറേഷൻ കമ്പനീസ് കൺട്രോൾഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അതായത് സെൻട്രൽ ജനറേറ്റിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്ന CGS, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ജനറേറ്റിംഗ് സ്റ്റേഷനെ എല്ലാം താരിഫ് എഴുതുകയും അതിന്റെ പെർഫോമൻസ് കൺട്രോൾ ചെയ്യുകയും ചെയ്തത് ആരാണ്? CRC ആണ്. ആൻഡ് ദോസ് സെൽ ഇലക്ട്രിസിറ്റി മോർ ദാൻ വൺ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിലധികം സെൻട്രൽ ഗവൺമെന്റിന്റെ എല്ലാ ജനറേറ്റിംഗ് സ്റ്റേഷനും, അതുകൂടാതെ ഏതെങ്കിലും ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ഒന്നിലധികം സ്റ്റേറ്റിൽ ഇലക്ട്രിസിറ്റി വിറ്റ് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളും മോണിറ്റർ ചെയ്യേണ്ട ആള് CRC ആണ്. അടുത്ത ആരാ? ടു റെഗുലേറ്റ് ഇന്റർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ ഇലക്ട്രിസിറ്റി ആൻഡ് ഡിറ്റർമൈൻ ഇന്റർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ താരിഫ്. പിന്നെ അടുത്തത് അവരുടെ ഉത്തരവാദിത്തം ഇന്റർസ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ആണ്. അതായത് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ഇലക്ട്രിസിറ്റി കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് കൺട്രോൾ ചെയ്യേണ്ടതും മോണിറ്റർ ചെയ്യുന്നതും എല്ലാം ഇവരാണ്. ഡിറ്റർമൈൻ ഇന്റർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ, അതാണ് അവരുടെ താരിഫ് നിശ്ചയിക്കുന്നത്. അപ്പൊ അതോടൊപ്പം തന്നെ അവരുടെ സെൻട്രൽ കമ്മീഷൻ ഷാൽ എൻഷുർ ട്രാൻസ്പെറൻസി. അതോടൊപ്പം പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്, അവരുടെ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ അവർ ട്രാൻസ്പെറൻസി വേണം. അതോടൊപ്പം ദേ ഷാൽ ബി ഗൈഡഡ് ബൈ ദ ഇലക്ട്രിസിറ്റി പോളിസി, നാഷണൽ ഇലക്ട്രിസിറ്റി പ്ലാൻ ആൻഡ് താരിഫ് പോളിസി അണ്ടർ സെക്ഷൻ 3. നേരത്തെ പറഞ്ഞിരിക്കുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോളിസികളും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ CA പ്ലാനും അനുസരിച്ച് വേണം ഇവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ. വളരെ വ്യക്തമായിട്ട് CRC പറഞ്ഞു. ഇന്റർസ്റ്റേറ്റ് അതാണ് സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ. ഇനി അടുത്തത് റെഗുലേറ്ററിയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷൻ എന്താണ് റോളെന്നോ. ഇത് നമ്മൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷൻ. അതായത് സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷനോട് വളരെ കൃത്യമായിട്ട് ഒത്തിരിയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഡിറ്റർമൈൻ ദ താരിഫ് ഫോർ ജനറേഷൻ, അതായത് സ്റ്റേറ്റിനുള്ളിലുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്തം ഇലക്ട്രിസിറ്റി ആക്ടിന്റെ സെക്ഷൻ 86 പ്രകാരം സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷനാണ്. അപ്പം ജനറേഷൻ, സപ്ലൈ, ട്രാൻസ്മിഷൻ, ഡീലിംഗ് ഓഫ് ഇലക്ട്രിസിറ്റി, ഹോൾസെയിൽ, ബൾക്ക്, റീറ്റെയിൽ എല്ലാം സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. അതായത് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്മിഷൻ, ജനറേഷൻ എല്ലാം. അതോടൊപ്പം റെഗുലേറ്റഡ് ഇലക്ട്രിസിറ്റി പർച്ചേസ് ആൻഡ് പ്രൊക്യൂർമെന്റ് പ്രോസസ്, ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസിയുടെ ഇലക്ട്രിസിറ്റി ആൾക്കാർക്ക് കൺസ്യൂമർ കൊടുക്കേണ്ട അവർ വാങ്ങിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ കാര്യങ്ങൾ എങ്ങനെ അതിനെ റെഗുലേറ്റ് ചെയ്ത് അവർക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല. അതിന്റെ പൈസയും അതുപോലുള്ള കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷനാണ്. അപ്പൊ അവർക്ക് സൗകര്യം പോലെ ഇഷ്ടം പോലെ പോയി വാങ്ങിക്കാം. അതാണല്ലോ ഈ ഇടയ്ക്കായിട്ട് ക്യാൻസൽ ചെയ്യപ്പെട്ട DBFO ക്യാൻസൽ ചെയ്യപ്പെട്ട അവിടെ DBFOയുടെ ഇത് ക്യാൻസൽ ചെയ്യപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ എയർലി അഡ്വാൻസ് സാങ്ഷൻ വാങ്ങിക്കാതെ അവർ പോയി എഗ്രിമെന്റ് വെച്ചു എന്നുള്ളതാണ് അതിനകത്തെ പ്രശ്നം. അപ്പൊ അവരുടെ ഉദ്ദേശം അവർ റെഗുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അവർ ഈ പറയുന്ന റെഗുലേറ്റ് ചെയ്യുമ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോളിസികൾ നോക്കണം. നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, റെഗുലേറ്റ് ചെയ്യുമ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോളിസി, പ്ലാന്, താരിഫ് പോളിസികൾ ഇതുപോലുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് വേണം. അതനുസരിച്ച് അതിന്റെ അത് വെച്ച് വേണം അവരെ ഗൈഡ് ചെയ്യപ്പെടാൻ. അപ്പൊ അതെല്ലാം വെച്ചുകൊണ്ട് വേണം ഈ തീരുമാനങ്ങൾ എടുക്കാൻ. പിന്നെ ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസ്മിഷൻ ആൻഡ് ഡീലിംഗ്, സ്റ്റേറ്റിനുള്ളിലുള്ള മുഴുവൻ ട്രാൻസ്മിഷനും അതിനെ ഇലക്ട്രിസിറ്റിയുടെ കൈകാര്യം ചെയ്യുന്നതെല്ലാം സ്റ്റേറ്റ്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രൊമോട്ട് കോ ജനറേഷൻ ആൻഡ് ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഫ്രം റിന്യൂവബിൾ സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി by providing suitable measures for connectivity with the grid and sale of electricity to any person. അതാണ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളിപ്പം
ഒരു റിന്യൂവബിൾ എനർജിയിലേക്ക് വരിക എന്ന് പറയാനിരിക്കുക. കോ ജനറേഷൻ എന്ന് പറയുന്നത് നമുക്ക് അവർ ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഫ്രം റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ആൻഡ് സൂട്ടബിൾ മെഷേഴ്സ് ഫോർ കണക്ടിവിറ്റി വിത്ത് ഗ്രിഡ് ആൻഡ് സെയിൽ ഓഫ് ഇലക്ട്രിസിറ്റി ടു എനി പേഴ്സൺ. ഇതിനകത്ത് കണക്ടിവിറ്റി വിത്ത് ഗ്രിഡ് ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സൂട്ടബിൾ നമുക്ക് റിന്യൂവബിൾ എനർജി ഉണ്ടാക്കുന്ന ആർക്കെങ്കിലും പർട്ടിക്കുലർ ആയിട്ട് സെല്ല് ചെയ്യാനും പറ്റുന്ന ഒരു അതാണ് പലയിടത്തും നമ്മുടെ പിയർ ടു പിയർ എന്ന് പറയുന്നത്. അത് കേരളത്തിൽ വരുത്താൻ പല സ്റ്റേറ്റുകളും വന്നു കഴിഞ്ഞു. അതായത് റിന്യൂവബിൾ എനർജി ഉണ്ടാക്കുന്ന ഒരാൾക്ക് സ്വന്തം ഇലക്ട്രിസിറ്റി ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കാനുള്ള ഒരു റെഗുലേഷൻ ഉണ്ടാക്കാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത് പല സ്റ്റേറ്റുകളും ഉണ്ടാക്കുന്ന പിയർ ടു പിയർ. അത് കേരളം ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. പലപ്പോഴും നമുക്ക് ഇതിനകത്ത് ഒരു മെക്കാനിസം ഉണ്ട്. അവർക്ക് സെയിൽ ഓഫ് ഇലക്ട്രിസിറ്റി ടു എനി പേഴ്സൺ ആൻഡ് ഓൾസോ സ്പെസിഫൈ ഫോർ പർച്ചേസ് ഓഫ് ഇലക്ട്രിസിറ്റി ഫ്രം സം സോഴ്സ് ദ പെർസെന്റേജ് ഓഫ് ടോട്ടൽ കൺസംപ്ഷൻ ഇലക്ട്രിസിറ്റി ഏരിയ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് റിന്യൂവബിൾ പർച്ചേസ് ഒബ്ലിഗേഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ വളരെ ക്ലിയർ ആണ്. നമ്മുടെ റിന്യൂവബിൾ എനർജിയെ സംബന്ധിച്ച കാര്യങ്ങള് കൃത്യമായിട്ട് നടപ്പിലാക്കാനും അതിന് പറ്റുന്ന റെഗുലേഷൻ ഉണ്ടാക്കാനും എല്ലാം ഉള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷൻ ഉണ്ട്. അതിനനുസരിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ, അതിന് വേണ്ട രീതിയിൽ, വിൽക്കുന്ന രീതിയിൽ, ഏതെങ്കിലും ഒരാൾക്ക് കൊടുക്കേണ്ട രീതിയിൽ എല്ലാം ഉള്ള റെഗുലേഷൻ ഉണ്ടാക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. ഈ ബാധ്യത അവർ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതൊക്കെ നമ്മൾക്ക് നിയമങ്ങൾ ഇലക്ട്രിസിറ്റി ആക്ട് വന്നിട്ട് ഇപ്പം വർഷം എത്രയായി? 15 കഴിഞ്ഞു ഇല്ലേ? 2013 കഴിഞ്ഞ് 2025 ഇപ്പൊ എത്രയായി? 2003 25 22 വർഷത്തോളായി. യെസ്, 22 വർഷത്തോളായി. പക്ഷെ ഇപ്പോഴും ഈ കാര്യങ്ങളിൽ ഇതുവഴിയും നമ്മുടെ റെഗുലേറ്ററി കമ്മീഷനുകളൊക്കെ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ആ റെഗുലേറ്ററി കമ്മീഷൻ അതാണ് ഇതിനകത്തെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഇതിനകത്ത് ഈ റിന്യൂവബിൾ എനർജിയുടെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾക്കൊരു കാര്യം മനസ്സിലാക്കി, എന്തൊക്കെ നിയമം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും ഇതൊക്കെ വെസ്റ്റേൺ ഇൻട്രസ്റ്റുകളിലെ അതിലേക്ക് പോകും. അൺലെസ് ആൻഡ് അതർവൈസ് പീപ്പിൾ ആർ എംപവേർഡ്. ആ അപ്രോപ്രിയേറ്റ് പീപ്പിൾ എംപവർ ചെയ്യപ്പെട്ടില്ലെങ്കിൽ ഇതാണ് പ്രശ്നം. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ട്. അതാണ് പല സ്റ്റേറ്റുകളും പിയർ ടു പിയർ വരുന്നത്. ആൾക്കാർക്ക് കൊടുക്കാൻ പിയർ ടു പിയർ ആണ്. ആ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതിന് അടുത്തേക്ക് വന്ന ഡിറ്റർമിനേഷൻ ഓഫ് താരിഫ് ഫോർ ജനറേഷൻ റെഗുലേറ്റഡ് പർച്ചേസ് ഫ്രോം ദ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസി ഫെസിലിറ്റേറ്റ് നാഷണൽ സ്റ്റേറ്റ് ഇലക്ട്രിക് കമ്മീഷന്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ്. അതായത് ഫെസിലിറ്റേറ്റ് ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ ബില്ലിംഗ് ഓഫ് ഇലക്ട്രിസിറ്റി പ്രൊമോട്ട്. ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഇനി അടുത്തത് സബ്സെക്ഷൻ 3 and 4 ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് പറഞ്ഞ വരുമായ ഒരു പ്രധാന കാരണം കമ്മീഷൻ ഫണ്ട് എൻഷുർ ട്രാൻസ്പെറൻസി. ഇത് സൗകര്യം പോലെ അവർക്ക് തീരുമാനിക്കാനല്ല പറയണം. കമ്മീഷൻ ഷാൽ എൻഷുർ ട്രാൻസ്പെറൻസി വൈൽ എക്സൈസിംഗ് ഇസ് പവേഴ്സ് ആൻഡ് ഡിസ്ചാർജിംഗ് ഇറ്റ് ഫംഗ്ഷൻ ആൻഡ് ഷാൽ ബി ഗൈഡഡ് ബൈ ദ നാഷണൽ ഇലക്ട്രിസിറ്റി പോളിസി, നാഷണൽ ഇലക്ട്രിസിറ്റി പ്ലാൻ ആൻഡ് താരിഫ് പോളിസി പബ്ലിഷ്ഡ് ബൈ അണ്ടർ സെക്ഷൻ 3 ഓഫ് ദി ആക്ട്. ഇത് വളരെ ക്ലിയർ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇവരോട് പറഞ്ഞിരിക്കുന്നത് നാഷണൽ ഇലക്ട്രിസിറ്റി പോളിസി, നാഷണൽ ഇലക്ട്രിസിറ്റി പ്ലാനും താരിഫ് പോളിസിയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡയറക്റ്റീവ്സ് ഒക്കെ അനുസരിച്ച് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവര് താരിഫ് പോളിസി അനുസരിച്ചും സെക്ഷൻ 3 അനുസരിച്ചും ഇലക്ട്രിസിറ്റി പ്ലാൻ, നാഷണൽ ഇലക്ട്രിസിറ്റി പ്ലാൻ സിയുടെ പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ ആ പ്ലാന്റെ പീരീഡിൽ തന്നെ നടപ്പാക്കാൻ നമുക്കറിയാലോ. ഇപ്പം പുതിയ പ്ലാന് വന്നിട്ടുണ്ട്, സിയുടെ പുതിയ പ്ലാൻ വന്നിട്ടുണ്ട്. ആ പ്ലാൻ അനുസരിച്ച് വേണം നമ്മളിനി പുതിയൊരു റെഗുലേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ വെട്ടാൻ. അടുത്ത പീരീഡ്, ഇപ്പോഴത്തെ പീരീഡ് കഴിഞ്ഞു, ആറിയൻ റെഗുലേഷന്റെ പീരീഡ് കഴിഞ്ഞു. ഇനി അടുത്ത പീരീഡിലേക്ക് വരുമ്പോൾ ഇപ്പോഴത്തെ സിയുടെ പ്ലാന് ഇപ്പൊ പുതുതായിട്ട് ഇറക്കിയിരിക്കുന്ന പ്ലാൻ 2023 പ്ലാന് അനുസരിച്ച് വേണം, 2023 ശേഷം ഇറക്കിയിരിക്കുന്ന പ്ലാൻ അനുസരിച്ച് വേണം ഇനി ഇപ്പൊ അവർ ചെയ്യാനായിട്ട് അടുത്ത 5 വർഷത്തേക്കുള്ളത്. അത് ചെയ്യാനായിട്ടാണ് ചെയ്യേണ്ടത്, അല്ലാതെ അവർക്ക് സൗകര്യം പോലെ അല്ല ചെയ്യേണ്ടത്. അതാണ് അതിനകത്ത് അടിസ്ഥാനപരമായ കാര്യം. അപ്പൊ നമ്മുടെ ഉദ്ദേശിക്കുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇത് നമ്മുടെ രാജ്യത്ത് ഒരു ഏകീകരിച്ച രീതിയിൽ, നാഷണൽ രീതിയിൽ, ഒരേ രീതിയിൽ, ഒരേ വശത്തേക്ക് എല്ലാ എഫർട്ടുകളും കറക്റ്റായിട്ട് പോകാനായിട്ടാണ്. ഇപ്പൊ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇതാണ്: ഫോർമുലേഷൻ ഓഫ് നാഷണൽ ഇലക്ട്രിസിറ്റി പോളിസി, താരിഫ് പോളിസി, പോളിസീസ് ഓഫ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ, പവർ ടു ഇഷ്യൂ ഡയറക്ഷൻ റെഗുലേറ്ററി കമ്മീഷൻ ഇഷ്യൂ ഇൻവോൾവ് പബ്ലിക് ഇൻട്രസ്റ്റ്. ഈ ഒരു ഡയറക്ഷൻ, ഈ ഒരു ഡയറക്ഷനാണ് ACB കേരള സർക്കാർ ഇപ്പൊ റെഗുലേറ്ററി കമ്മീഷൻ കൊടുത്തപ്പം അത് അനവസരത്തിലായി പോയെന്ന് പറഞ്ഞ് സുപ്രീം കോടതി വിധിച്ചത്. ഈ ഒരു ഉത്തരവാദിത്വം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അവരുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തെ കൈയടക്കുന്ന രീതിയിൽ ആകരുതെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നാഷണൽ പോളിസി ആൻഡ് പ്രൊവൈഡ് അണ്ടർ ആക്ട് ഈസ് പ്രൊവൈഡ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. ഞാൻ പറഞ്ഞു നാഷണൽ പോളിസി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്ലാൻ എന്താണെന്ന് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് ക്യാൻ എ സ്റ്റേറ്റ് ഗവൺമെന്റ് ലേഡ് ഓൺ എ ഡിഫറെന്റ് പോളിസി? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. പല ആൾക്കാരുടെയും വിചാരം ഇതിന് ഡിഫറെന്റ് ആയിട്ട് ഒരു പോളിസി സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം. നമുക്ക് ഇലക്ട്രിസിറ്റി ആക്ടിന്റെ ഡിഫറെന്റ് ആയിട്ട്, ഇലക്ട്രിസിറ്റി ആക്ടിന്റെയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും പോളിസിക്കും പ്ലാനും ഡിഫറെന്റ് ആയിട്ട് ഒരു പോളിസിയോ പ്ലാനോ ഇല്ല. അതിനില്ല. അതിന് സബ്സെറ്റ് ആയിട്ട് നമുക്ക് നടപ്പിലാക്കാനായിട്ട് സ്റ്റേറ്റുകൾക്ക് ഉണ്ടാക്കാം. ഞാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് അതിന് സബ്സെറ്റ് ആയിട്ട്, അല്ലാതെ ഒരു ഡിഫറെന്റ് പോളിസിയോ ഡിഫറെന്റ് പ്ലാനോ ഇല്ല.
അതിനെ കംപ്ലൈ ചെയ്തുകൊണ്ടും ആ ഒരു ഡോക്യുമെന്റിനെ കംപ്ലൈ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ അതാണ് വസ്തുത. അപ്പൊ അടുത്ത പ്ലാനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം CA ഹാസ് എ പ്ലാൻ. നമ്മൾക്ക് ഇലക്ട്രിസിറ്റി ആക്ടില് പറഞ്ഞിരിക്കുന്ന നോട്ടിഫൈഡ് പ്ലാൻ ഇതാണ്. നാഷണൽ പ്ലാൻ ടു ബി പെർസെപ്ഷൻ അക്കോർഡിംഗ് നാഷണൽ പോളിസി 5 years. ആൻഡ് ഈ CAയുടെ ഇതിനകത്ത് ലേറ്റസ്റ്റ് പ്ലാൻ 18 March വാലിഡ് ഉണ്ട്. ഇതാണ് ഈ പ്ലാൻ അനുസരിച്ച് വേണം. ഈ പ്ലാൻ ആണ് ശരിക്കും മസ്റ്റ് ബി റെഫറൻസ് ഈ പറയുന്ന അതനുസരിച്ച് വരികയാണ്. അപ്പൊ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇത്രയും കാര്യം ഇലക്ട്രിസിറ്റി ആക്ടിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ എനർജി കൺസർവേഷൻ ആക്ട് എന്ന് പറഞ്ഞ വേറെ ആക്ട്, 2 ആക്ടാണ് നമ്മൾ ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു എനർജി എഫിഷ്യൻസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നേരത്തെ പറഞ്ഞ നമ്മൾ സോഴ്സ് ഡെവലപ്പ് ചെയ്യണം, ട്രാൻസ്മിഷൻ സിസ്റ്റം വേണം, ഇത് വേണമെങ്കിൽ കൺസ്യൂമറിലേക്ക് എത്തണം. അതോടൊപ്പം തന്നെ എനർജി എഫിഷ്യൻസിയുടെ ഇലക്ട്രിസിറ്റി കൺസർവേഷൻ ആക്ട് 2001 ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതും ഇപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പല കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. അതും ഈ സ്മാർട്ട് മീറ്ററിന്റെ ഒക്കെ ഇംപ്ലിമെന്റേഷനും എനർജി ഓഡിന്റെ ഒക്കെ ഇംപ്ലിമെന്റേഷനും ഇതിനനുസരിച്ച് ആവാൻ ചെയ്യുന്നത് അതും പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രോസസ് ഡയഗ്രമാണിത്. നമുക്ക് എനർജി കൺസർവേഷൻ ആക്ട് വരുന്നുണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. ഇതിനകത്ത് അവിടെ CA എന്താണ് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ഉണ്ട്. ആ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയാണ് ഇലക്ട്രിസിറ്റി ആക്ടിന്റെ കീഴിലുള്ള CA ചെയ്യുന്ന അതേ കാര്യങ്ങൾ. അവരാണ് ശരിക്കും ഇതിന്റെ കാര്യങ്ങളെല്ലാം ഇനീഷ്യേറ്റീവ് എടുക്കുകയും പല കാര്യങ്ങൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന പലപ്പോഴും ഡെസിഗ്നേറ്റഡ് കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ഈ എനർജി ഓഡിറ്റ് ഒക്കെ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടും എനർജി മാനേജർ, എനർജി ഓഡിറ്റർ, ഈ വക ഒരു സിസ്റ്റം ഈ പറയുന്ന എനർജി കൺസർവേഷൻ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നത് ഇപ്പൊ ഇതുമായിട്ട് രണ്ടും നമ്മൾക്ക് ഒരുമിച്ച് പോകേണ്ട ഒരു കാര്യമാണ്. എനർജി കൺസർവേഷനും എനർജി ഇതും ഇത്രയും കാര്യങ്ങളാണ്. അപ്പം നമ്മള് ജനറൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ റിന്യൂവബിലിറ്റിയുടെ സ്റ്റാറ്റസിലേക്ക് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. ഇപ്പം തന്നെ ഞാനിപ്പോ ഏകദേശം 1 മണിക്കൂറോളം ആയെന്ന് തോന്നുന്നു അല്ലേ? യെസ്, ഞാനിവിടെ നിർത്തുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത പാർട്ടിൽ അടുത്ത് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ താങ്ക് യു സാർ. അപ്പോ നമ്മളിപ്പോ ശ്രദ്ധിച്ചത് സാർ ആ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആണ് ഇന്ന് ഈ സെക്ഷനിൽ നമുക്ക് പറഞ്ഞു തന്നത്. അതായത് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ പവർ സെക്ടർ ആൻഡ് റീന്യൂവബിൾ എനർജി സ്റ്റാറ്റസ്. പിന്നെ അടുത്ത പാർട്ടിൽ സാറ് റീന്യൂവബിൾ എനർജിയെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത് എങ്ങനെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത 2ാമത്തെ പാർട്ടിൽ. അപ്പൊ ഇപ്പൊ സാറിന്റെ ക്ലാസ് എടുത്തതിൽ നിന്ന് നമുക്ക് ഒരുപാട് ബേസിക് ആയിട്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു ഉദാഹരണം എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത് 2003 മുൻപ് ഒരു ബോർഡ് ഓർഡറിന് അത്രയും വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. പക്ഷേ 2003 കഴിഞ്ഞപ്പോഴത്തേക്കിന് ബോർഡ് ഒരു കമ്പനിയായിട്ട് മാറി. അപ്പൊ അവർക്ക് ആദ്യം ഉണ്ടായിരുന്ന അതേ പവർ ഇപ്പൊ ഇല്ല. പക്ഷെ പലരും അത് ആ ഒരു കാര്യത്തിലേക്ക് അവർ എത്തിയോ എന്നുള്ളത് സംശയം. കാരണം നമ്മളിപ്പോ KDSPC തന്നെ ഫിക്സഡ് ചാർജിന്റെ ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഫിക്സഡ് ചാർജ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് KSEB തന്നെ ഒരു ബോർഡ് ഓർഡർ അല്ലെങ്കിൽ ഒരു സർക്കുലർ ഇറക്കിയിട്ടാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പൊ ഇതെല്ലാം ഒരു എന്താ പറയുക, ഇതൊന്നും മനസ്സിലാക്കാതാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് തോന്നിപ്പോയി. ഒരു ഉദാഹരണം ഇന്നലെ മെലിഞ്ഞാന്നായിട്ടൊക്കെ കേരള പവർ പോളിസി 2025 എന്നും പറഞ്ഞൊരു സംഗതി ഒരു ഡ്രാഫ്റ്റ് വന്നു. ആ ഡ്രാഫ്റ്റ് ഇപ്പൊ ഞാൻ സാറിന്റെ സംസാരിക്കുകയായിരുന്നു. അത് ഇങ്ങനെയാണ് ഡ്രാഫ്റ്റ്. എന്റെ ഇപ്പൊ അതിന് കോപ്പി ഇരിപ്പുണ്ട്. എനിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. കാരണം അതിൽ എഴുതിയിരിക്കുന്നത് നോട്ട് ഫോർ എക്സ്റ്റേണൽ സർക്കുലേഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഡ്രാഫ്റ്റ് കേരള പവർ പോളിസി 2025. അതില് KSEB, EMC, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അങ്ങനെ ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെല്ലാം കൂടി ചേർന്നാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. സാറിപ്പോ വിശദീകരിച്ചതനുസരിച്ച് ഇതൊരു നാഷണൽ ഇലക്ട്രിസിറ്റി പ്ലാന്റെ താഴെ വരികയാണെങ്കിൽ ഓക്കെ. പക്ഷെ ഈ നാഷണൽ ലെവലിലുള്ള ഈ പറഞ്ഞ സാർ പിൻപോയിന്റ് ചെയ്ത ആ കാര്യങ്ങളുടെ അടിസ്ഥാനപരമായിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണെന്നൊന്നും ആ ഡ്രാഫ്റ്റിൽ ആദ്യം ഒന്നും പറയുന്നൊന്നുമില്ല. ജനറലായിട്ട് കേരളത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് ഓരോന്നിനും ഓരോ ടാർഗറ്റ് കൊടുത്തിരിക്കുക. ആ സാറിന്റെ ഇത് പ്രസന്റേഷൻ കേൾക്കുമ്പോൾ അതിന്റെ ആ ഡ്രാഫ്റ്റിന് തന്നെ ആ ഇറക്കാൻ പോകുന്ന ആ പോളിസിക്ക് തന്നെ വാലിഡിറ്റി ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം നാഷണൽ ലെവൽ എന്ത് പറയുന്നോ അതിനെ ബേസ് ചെയ്ത് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. എനിവേ ഇതിന്റെ മൊത്തമായിട്ട് നമുക്ക് ഈ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്കിനെ പറ്റി നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആണ് കിട്ടിയത്. നമുക്കിനി ഒരു അതിന്റെ ക്ലാരിഫിക്കേഷൻ, എന്തെങ്കിലും ഡൗട്ടുകളോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ഹാൻഡ് റൈസ് ചെയ്തിട്ട് ഓരോരുത്തർക്കായിട്ട് അതിന് ചാൻസ് തരാം. അപ്പോൾ നിങ്ങളുടെ ആ താഴെ ആ മെനുവില് ഒരു ഹാൻഡ് റൈസ് കാണും. നേരത്തെ ഇടയ്ക്കൂടെയൊക്കെ മീറ്റിങ്ങിൽ ഒരുപാട് പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബൈ മിസ്റ്റേക്ക് ആയിരിക്കുന്നു വരുന്നു. ഇതിനെ സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ചോദിക്കാം. കാര്യങ്ങൾ ഉണ്ടായിട്ട് ചോദിക്കാം.
ആദ്യമായിട്ട് മിസ്റ്റർ ബിപിൻ രാജ് കൃഷ്ണൻ സംസാരിക്കാം. മൈക്ക് ഓണാക്കിയിട്ട് സംസാരിച്ചോളൂ. സാർ, ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. എനിക്ക് ഒരു ചോദിക്കാനുള്ളത്, ഈ സ്ലൈഡ് കാണിച്ചതിൽ ഒന്നില് പിയർ ടു പിയർ കണക്ടിവിറ്റി വിത്ത് ഗ്രിഡ് ആൻഡ് സെയിൽ ഓഫ് ഇലക്ട്രിസിറ്റി ടു എനി പേഴ്സൺ. അപ്പൊ ഇവിടെ ഈ പേഴ്സൺ എന്ന് പറയുന്നത് നമുക്കിപ്പം നമ്മുടെ സോളാറിന്റെ വീട്ടിലുള്ള എക്സ്ട്രാ വരുന്നത് നമുക്ക് വേറെ എനി പേഴ്സൺ അല്ലെങ്കിൽ എനി കമ്പനി, അടുത്തുള്ള കമ്പനി അതേ ട്രാൻസ്ഫോമറിന്റെ അണ്ടറിലാണോ, അല്ല എവിടെ പേര് കൊടുക്കുക? ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും എന്താണ് അതിന്റെ ഒരു ഈ ടേം അനുസരിച്ചിട്ട് എന്താണ് അതിന്റെ ഒരു സൈഡ്? അല്ലാതെ പിയർ ടു പിയർ പറയട്ടെ, പറയാലോ അല്ലേ? പറയാം സാറേ. പിയർ ടു പിയർ എന്ന് പറയുന്ന ഇതിനകത്ത് നമുക്ക് പല സ്റ്റേറ്റുകൾ, ഫോർ എക്സാമ്പിൾ കർണാടക റെഗുലേറ്ററി കമ്മീഷൻ പിയർ ടു പിയറിന്റെ റെഗുലേഷൻ ഇറക്കിയിട്ടുണ്ട്. നമുക്കറിയാലോ, അതൊരു നമ്മൾക്ക് ഒരു സ്മാർട്ട് ആക്കി കഴിഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക. ആ പ്ലാറ്റ്ഫോമിനകത്ത് ആർക്ക് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. നമ്മൾ ആ പ്ലാറ്റ്ഫോം അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇലക്ട്രിസിറ്റി മറ്റും നമുക്കിപ്പം ഒരു നാഷണൽ ലെവലിൽ പവർ എക്സ്ചേഞ്ച് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഡിസ്ട്രിക്ട് ലെവലിലാക്കാം, നാഷണൽ ലെവലിലാക്കാം, സ്റ്റേറ്റ് ലെവലിലാക്കാം. ആ പ്ലാറ്റ്ഫോം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷനും സ്റ്റേറ്റ് ഗവൺമെന്റുമാണ്. ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന് അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്യുക. നമുക്ക് എക്സസ് എനർജി ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. നമുക്ക് ഇന്ന ദിവസം ഇത്ര ദിവസത്തേക്ക് രാവിലെ 6 തൊട്ട് വൈകുന്നേരം 10 വരെ ഉള്ള സമയങ്ങളിനുള്ളിൽ നമുക്ക് ഇന്നിന്ന സമയത്ത് ഇന്നിന്ന സ്ലോട്ടുകളിൽ നമുക്ക് 1 KW വെച്ചിട്ട് കൊടുക്കാനുണ്ട് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുക. അത് എന്നിട്ട് അവിടെ ബിഡ് ചെയ്യുക. നമ്മൾക്കറിയാം, നമ്മൾക്ക് സാധാരണഗതിയിൽ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയ്തപോലെ തന്നെ ഇത് തന്നെയാണ് നമ്മളുടെ ഈ നാഷണൽ ലെവലിലുള്ള നമ്മുടെ എനർജി എക്സ്ചേഞ്ചിൽ നടക്കുന്നത്. അപ്പൊ അവർ ബിഡ് ചെയ്യുക, എന്നിട്ട് ആവശ്യമുള്ള ആൾക്കാർ കൊടുക്കുക. അത് ഇവിടെ ഈ നാഷണൽ എക്സ്ചേഞ്ചിൽ ഇത് അറിയുന്നില്ല, തമ്മിൽ അറിയുന്നില്ല. പക്ഷെ ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിയർ ടു പിയർ വരുമ്പോൾ നമ്മൾ മറ്റേ ആളുമായിട്ട് നമ്മൾ ഇടപാട് ചെയ്തിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ വിൽക്കാം അതിനകത്ത് കൂടെ. അതാണ് അതിനകത്ത് അതിനൊരു പ്ലാറ്റ്ഫോം, ഒരു പ്ലാറ്റ്ഫോം വേണം, സ്മാർട്ട് മീറ്റർ സംവിധാനം വേണം. കാരണം വെച്ചാൽ നമ്മുടെ എനർജി ജനറേറ്റ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ അത് അവിടെ ക്യാപ്ചർ ചെയ്യപ്പെടുന്നു. ആ പ്ലാറ്റ്ഫോമിലേക്ക് ആ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ക്യാപ്ചർ ചെയ്യപ്പെടുന്നു. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് കൊടുക്കും, അവിടെ മീറ്ററിലും ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ സെറ്റപ്പ് ചെയ്യപ്പെടുന്നു. അതിനൊരു പ്ലാറ്റ്ഫോം വേണം. അത് ഇതിപ്പം എക്സ്പേർട്ട് രീതിയിൽ ഏകദേശം കുറെ അധികം കൺസ്യൂമറെ വെച്ചിട്ട് UP-യിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പെരിമെന്റ് കഴിഞ്ഞിട്ട് ഇപ്പം റിയൽ ടൈമിൽ അവർ 10, 250, 300, 500 ഒക്കെ കൺസ്യൂമറെ വെച്ചിട്ട് ആദ്യമേ എക്സ്പെരിമെന്റ് ചെയ്ത് തന്നെ 5 വർഷത്തോളമായി. 1-2 സ്ഥലത്ത് ഇപ്പൊ ഇംപ്ലിമെന്റ് നടക്കുന്നു. ഇന്ത്യയിൽ ഏതാണ് 1-2 സ്ഥലത്തല്ല, ഒന്നിലധികം, വളരെയധികം സ്ഥലത്ത് UP-യിൽ നടക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിപ്പോ നിങ്ങൾ കർണാടക റെഗുലേറ്ററി കമ്മീഷന്റെ ഞാനത് ഇത് കണ്ടായിരുന്നു. ആ റെഗുലേറ്ററി കമ്മീഷന്റെ റെഗുലേഷൻ കണ്ടായിരുന്നു. വളരെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അത് പിയർ ടു പിയർ ഉദ്ദേശിക്കുന്ന അതിനൊരു പ്ലാറ്റ്ഫോം വേണം. ആ പ്ലാറ്റ്ഫോമിനകത്ത് നിങ്ങൾക്ക് ഡിസ്ട്രിക്ട് ലെവൽ പ്ലാറ്റ്ഫോം ആകാം, നിങ്ങൾക്ക് സ്റ്റേറ്റ് ലെവൽ പ്ലാറ്റ്ഫോം ആകാം. ഇതൊന്നും ഇല്ലാതെ എങ്ങനെ ആകാം. നമുക്ക് ഇത് പലപ്പോഴും നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് ജില്ലാ ലെവലോ ഏരിയ ലെവലോ സിറ്റി ലെവലോ ഒക്കെ ഉണ്ടാകാം. ഇവിടെയാണല്ലോ അവിടെ ഉണ്ടാകുന്ന എക്സസ് ആയിട്ട് ഈസി ആയിട്ട് വരുന്നത്. ആ പ്ലാറ്റ്ഫോമിനകത്ത് വരുമ്പോൾ ആ KCB ആയിട്ട് മാച്ച് ചെയ്യണം. ഇത് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഓക്കെ, താങ്ക് യു സാർ. ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ അത് ഒന്ന് ഏരിയ, രണ്ടാമത്തേത് നമുക്ക് ഡൊമസ്റ്റിക് കൺസ്യൂമർ തന്നെ ആവണമെന്നില്ല. ഏത് കൺസ്യൂമർക്കും കമേഴ്സ്യൽ ഒരു ഹോട്ടലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ കമേഴ്സ്യൽ ആയിട്ടുള്ള ഒരു കൺസ്യൂമർ ആയാലും നോ പ്രോബ്ലം. അവര് ഈ പ്ലാറ്റ്ഫോമിനകത്തേക്ക് അവർ വന്നാൽ മതി. ഒരു പ്രശ്നമില്ല. അതിനകത്ത് ബേസിക് റിക്വയർമെന്റ് ആണ് നമ്മുടെ എന്താ പറയുക ഡേറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, സ്മാർട്ട് മീറ്റർ ആണ് ശരിക്കും ഡേറ്റ. സ്മാർട്ട് മീറ്റർ പറഞ്ഞാൽ വെരി ഈസിയാണ്. ഡേറ്റ വേണം, റിയൽ ടൈം ഡേറ്റ വേണം. അതെ, അപ്പൊ പേഴ്സൺ എന്ന് പറയുന്നത് വെദർ ഇറ്റ് ഈസ് എൻ ഇൻഡിവിജ്വൽ ഓർ എ കമ്പനി. Anybody can be. Yes. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക്സ് സാറേ. സാറേ, ഇപ്പോ ഈ ഒരു വീടിൽ നിന്ന് ഒരു ഇൻഡസ്ട്രിയിലോട്ട് കൊടുക്കണമെങ്കിൽ അതനുസരിച്ച് ഒരു പോളിസി റെഗുലേറ്ററി കമ്മീഷൻ ഇറക്കണം. ആ പോളിസിയെ ബേസ് ചെയ്തേ അത് പറ്റത്തുള്ളൂ, അങ്ങനല്ലേ? അല്ല, ഇതിനകത്ത് ഒരു റെഗുലേഷൻ വേണം. അതിനാണല്ലോ പിയർ ഉണ്ടാക്കി കഴിഞ്ഞ ഒരു റെഗുലേഷൻ ഉണ്ടല്ലോ. അത് എങ്ങനെ കൊടുക്കണമെന്ന് നമ്മള് ജനറേറ്റ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് എനർജി ഉണ്ട്, നമുക്ക് സോളാർ പകൽ സമയത്ത് ആവശ്യമില്ല, നമുക്ക് അത് വേണമെങ്കിൽ വിൽക്കാം. നമുക്ക് ഒരു ദിവസത്തെ വിൽക്കാം. നമ്മൾ വിൽക്കുന്ന വേറെ ആളുമായിട്ട് നമുക്ക് ഇടപാട് ചെയ്തിട്ട് അയാൾ ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ വിൽക്കാം. അപ്പൊ നമുക്ക് രാവിലെ 10 വൈകുന്നേരം ഉച്ചയ്ക്ക് 12 തൊട്ട് 12:30 വരെ ഉള്ള എനർജി ആണ്. ഓരോ 15 മിനിറ്റാന്ന് വിചാരിക്കാം. 12 തൊട്ട് 12:15 വരെ 2 KW എക്സ്ട്രാ ഉണ്ടെന്ന് വിചാരിക്കും. ആ 2 KW ഇവിടുന്ന് എടുക്കുകയും അതേസമയം മറ്റേ കൺസ്യൂമർക്ക് കൊടുക്കുകയും ചെയ്യണം. അപ്പൊ ഈ രണ്ട് സ്ഥലത്തെ മീറ്റർ ഡേറ്റ ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാപ്ചർ ചെയ്യപ്പെടും. നമുക്കറിയാലോ, ഇപ്പൊ നോ ഡെസ്പാച്ച് എന്താ ചെയ്യുന്നത്?
നമ്മൾ ലോ ഡെസ്പാച്ചിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. ഇപ്പം ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് ഇത് തന്നെയാണ്. അതായത് നമ്മളൊരു ജനറേറ്ററിൽ നിന്ന് ഇലക്ട്രിസിറ്റി വാങ്ങുന്നു, ആ വാങ്ങുന്ന ഇലക്ട്രിസിറ്റി കേരളത്തിൽ എത്തുന്നു എങ്ങനെ അറിയുന്നത്? ഇത് തന്നെയാണ്. അതായത് ആ ഇലക്ട്രിസിറ്റി ആ ജനറേറ്ററിന്റെ അവിടെ നിന്നുള്ള അവിടെ മീറ്ററിൽ നിന്നോ അല്ലെങ്കിൽ അവിടെ സ്കാഡയിൽ നിന്നോ ആ ജനറേഷനെ സംബന്ധിച്ച ഡേറ്റ ആ ഇപ്പം ഒറീസയിലോടാണെങ്കിൽ ഒറീസ SLDCയിൽ എത്തുന്നു, ഒറീസ SLDCയിൽ നിന്ന് SRLDC അവിടെ ഈസ്റ്റേൺ SRLDCയിൽ എത്തുന്നു, ഈസ്റ്റേൺ SRLDC സദേൺ SRLDCയിൽ എത്തുന്നു. അപ്പൊ അതെല്ലാം കൂടെ നെറ്റ് ആയിട്ടുള്ള കോണ്ടന്റ് ഇങ്ങോട്ട് വന്ന് അത് ലോസ് കഴിച്ചിട്ടുള്ള എമൗണ്ട് നമുക്ക് കിട്ടുന്നതായിട്ട് ഇവിടെ വെരിഫൈ ചെയ്യപ്പെടണം, ഇവിടുത്തെ മീറ്റർ വെരിഫൈ ചെയ്യപ്പെടണം. അതാണ് എനർജി അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഇതൊരു റെഗുലർ ആയിട്ട് എല്ലാ SLDCയിലും SRLDCയിലും ഒക്കെ എനർജി അക്കൗണ്ടിംഗ് നടക്കുന്നുണ്ട്. ഓരോ 15 മിനിറ്റ് ഇടവിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്ത ഇലക്ട്രിസിറ്റിയും ഡ്രോ ചെയ്ത, അതായത് ഇൻജക്ട് ചെയ്തതും ഡ്രോ ചെയ്തതും തമ്മിൽ ബാലൻസ് ചെയ്തു എപ്പോഴും ഏത് 24 അങ്ങനെയാണ് നമ്മളിപ്പോ ഹയർ കപ്പാസിറ്റി ചെയ്യുന്നത്. ആ ഹയർ കപ്പാസിറ്റി ചെയ്യുന്നത് പോലെ തന്നെ ലോവർ കപ്പാസിറ്റിയിലേക്ക് വരും. അപ്പൊ പറഞ്ഞത് കുറച്ചും കൂടെ വലിയൊരു ഓട്ടോമേറ്റഡ് സിസ്റ്റം ആണെന്ന് പറഞ്ഞു. അതെ, ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി 2 കാര്യങ്ങളൊന്ന് ചോദിച്ചോട്ടെ സാറേ. ഒന്ന്, നമുക്കിത് സ്മാർട്ട് മീറ്റർ ഇല്ലാതെ നടപ്പാക്കാൻ പറ്റുമോ? രണ്ടാമത്തെ ഒരു കേസ്, തിരുവനന്തപുരത്ത് KICB ആ പേട്ട ഭാഗത്തൊക്കെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിട്ട് ഇടയ്ക്കൊരു ന്യൂസ് കേട്ടു. ഇങ്ങനെയല്ല, വേറെ ഏതൊരു മെത്തേഡില് ഓരോ കൺസ്യൂമർ ടു കൺസ്യൂമർ സെല്ല് ചെയ്യാമെന്നും പറഞ്ഞ ഒരു 2-3 മാസം മുമ്പ് ഒരു ഇൻഫർമേഷൻ വന്നിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. സാറേ ഇത് രണ്ടും ഒന്ന് ക്ലാരിഫൈ ചെയ്യൂ. അല്ല, ഇത് പ്രോപ്പർ ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ റിയൽ ടൈം മാനേജ്മെന്റ് വേണം. ഡേറ്റ ഇല്ലാതെ പറ്റത്തില്ല. ഇനിയിപ്പോ നമ്മളിപ്പോഴും ചെയ്യുന്നുണ്ട്. നമ്മളെ ഫോർ എക്സാമ്പിൾ ഒരു ഓപ്പൺ ആക്സസ് പോകുമ്പോൾ എങ്ങനെ ചെയ്യുന്നത്? ഒരാൾ ഓപ്പൺ ആക്സസ് പോവാണ്, അദ്ദേഹം ഇലക്ട്രിസിറ്റി എടുക്കുന്നു. അദ്ദേഹത്തിന്റെ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഏതെങ്കിലും ഒരു കമ്പനിക്കാരൻ ഒരു ST-കാരൻ രാത്രി വില കുറഞ്ഞ ഇലക്ട്രിസിറ്റി കിട്ടിയ വൈകുന്നേരം 6 തൊട്ട് 10 വരെ ഉള്ള ഇലക്ട്രിസിറ്റി 3 രൂപയ്ക്ക് വാങ്ങിച്ചു. അപ്പൊ അദ്ദേഹം അതിനോടൊപ്പം തന്നെ KICB ഇലക്ട്രിസിറ്റി എടുക്കുന്നു. അദ്ദേഹത്തിന്റെ മീറ്ററിന് ഇതിപ്പോ ചെയ്യുന്ന പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മളിപ്പം അയാൾ എടുത്തിരിക്കുന്ന മീറ്റർ അവിടെ അലോ ചെയ്തു സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ മീറ്ററിന്റെ എമൗണ്ട് കൂടെ കൂട്ടിയുള്ള ആ ഓപ്പൺ ആക്സസ് കൂടെ SLDC കൂട്ടിയുള്ള ഇലക്ട്രിസിറ്റി കേരളത്തിൽ കിട്ടുന്നതായിട്ട് SLDC കൺഫേം ചെയ്യും. അതിനുശേഷം അങ്ങനെ മീറ്ററിൽ നിന്ന് എടുക്കുന്നില്ല, ഇവിടെ നോക്കുന്നില്ല. ബേസിക്കലി അവസാന മന്തെൻഡില് ഇവര് മീറ്റർ റീഡിങ് എടുക്കുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന മീറ്ററിന്റെ അവർക്ക് സാങ്ഷൻ ചെയ്തിരിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ അതിന്റെ ലോസും കൂടെ കുറച്ചുള്ള അവരുടെ മീറ്ററിലേക്ക് അക്കൗണ്ട് ചെയ്തിട്ട് അത് കുറച്ചിട്ട് ബാക്കിയുള്ളതാണ് KICBയുടെ ആയിട്ട് എടുക്കുക. ആ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം, പാട്ടിലാകില്ല. ഇതേ രീതിയിൽ അത് റിയൽ ടൈമിൽ അവരുടെ മീറ്ററിൽ നിന്ന് ഡേറ്റ എടുക്കുന്നില്ല. പക്ഷെ ഏതെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും ഡേറ്റ ഇല്ലാതെ പറ്റത്തില്ല. രണ്ടും വേണമെന്നില്ല. പക്ഷെ സോളാറിന്റെ ഡേറ്റ എങ്കിലും റിയൽ ടൈമിൽ ഉണ്ടായിട്ട് അത് നമ്മൾ ഇൻജക്ട് ചെയ്യുന്ന ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് മറ്റേ ആൾക്ക് കൊടുത്തിരിക്കുന്ന ഡേറ്റ അവർക്ക് കൊടുത്തായിട്ട് ആ ട്രാൻസാക്ഷൻ നമ്മൾ പൈസ വാങ്ങിക്കുകയും ചെയ്തിട്ട് അവർക്ക് ചെയ്യാം. പക്ഷെ പ്രോപ്പർ ആയിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ഈവൻ റെഗുലേറ്ററി കമ്മീഷണർ ഈവൻ SLDOCയോട് പറഞ്ഞിരിക്കുന്നത് തന്നെ അവിടെ നിന്നുള്ള ഡേറ്റയും ഇവിടെ നിന്നുള്ള ഡേറ്റയും വേണമെങ്കിൽ വെരിഫൈ ചെയ്യാൻ പറ്റും. അതായത് റിയൽ ടൈമില് നിങ്ങൾക്ക് സപ്ലൈ ചെയ്ത ഇലക്ട്രിസിറ്റി മറ്റിടത്തുമായിട്ട് കമ്പയർ ചെയ്യണം. എന്നിട്ട് ആ എടുക്കുന്നതും ഡ്രോ ചെയ്യുന്നതും ഇൻജക്ട് ചെയ്യുന്നതും ഈക്വൽ ആയിട്ട് പോകണം. അങ്ങനെ ഈക്വൽ ആയിട്ട് പോകാത്ത സിറ്റുവേഷനിലാണ് ഗ്രിഡ് കൊളാപ്സ് ആയി പോകും. അപ്പൊ അങ്ങനെ കൊളാപ്സ് ആകാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രോ ചെയ്തതും ഇൻജക്ട് ചെയ്ത ഇലക്ട്രിസിറ്റി എവിടെയെങ്കിലും പോയി ഡ്രോ ചെയ്യണം. ആ ഡ്രോ ചെയ്ത ആള് ഇതനുസരിച്ച് ഡ്രോ ചെയ്തെന്ന് ഉറപ്പാണ്. അങ്ങനെ ചെയ്യാറ് ചെയ്യാം. സ്മാർട്ട് മീറ്റർ ആണെങ്കിൽ ഇത് പെർഫെക്റ്റ് അടിക്കുക. സ്മാർട്ട് മീറ്റർ ആണെങ്കിൽ പെർഫെക്റ്റ് അടിക്കുക. സാറേ ഈ KICB അങ്ങനെ എന്തോ നടപ്പാക്കാനായിട്ട് തീരുമാനിച്ചില്ലായിരുന്നു സാറേ? തിരുവനന്തപുരത്ത് ഒരു 6 മാസത്തിനകത്തുള്ള ഒരു വാർത്തയാണ്, ഇല്ലേ? അല്ല, അത് നമ്മൾ പറഞ്ഞ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടോട്ടാലിറ്റിയിൽ ഇത് നടപ്പാക്കിയില്ലെങ്കിൽ അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും. നമുക്കറിയാം, ഇതിനു മുമ്പ് നമ്മൾക്ക് ഒരു കമ്പനി ഉണ്ടല്ലോ, ഇവര് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മള് മണിയാറാണോ എന്ന് സംശയമുണ്ട്. ഏതോ ഒരു കമ്പനി അവര് ക്യാപിറ്റൽ ജനറേഷൻ ആണ്, ഇൻജക്ട് ചെയ്തതിനേക്കാളും കുറഞ്ഞ ഇലക്ട്രിസിറ്റി കൂടുതൽ ഡ്രോ ചെയ്തു. എന്നിട്ട് ഇതിപ്പോ കണ്ടുപിടിച്ചില്ല. ഇത് ഒത്തിരി നാൾ കഴിഞ്ഞിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അവരെങ്ങനെ അറിയുന്നത്? അവര് കുറച്ച് ഒരു സ്ഥലത്ത് ഒരു ജനറേഷൻ ക്യാപിറ്റൽ ജനറേഷൻ ആണ്, നിങ്ങളിപ്പോ വീല് ചെയ്തോണ്ട് പോകുന്നു വിചാരിക്കാം. നിങ്ങൾ വീല് ചെയ്ത ഇലക്ട്രിസിറ്റി നിങ്ങൾ വീല് ചെയ്ത സമയത്തിന് അപ്പം ചെറിയൊരാളാണെങ്കിൽ കുഴപ്പമില്ല, ചെറിയ എമൗണ്ട് ആണെങ്കിൽ ഇപ്പം ഓഫ് ദി ഓർഡർ ഓഫ് മെഗാവാട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. 10 മെഗാവാട്ട് 15 മെഗാവാട്ട് 15 മെഗാവാട്ട് അവർ ഇൻജക്ട് ചെയ്യുന്നു, 30 മെഗാവാട്ട് അവർ എടുക്കുന്നു. രണ്ടും കമ്പയർ ചെയ്തില്ലെങ്കിൽ അങ്ങനെയാണ് ശരിയാവുന്നത്. 15 മെഗാവാട്ടിന് ബാക്കിയുടെ 15 മെഗാവാട്ട് KICB ബില്ല് ചെയ്യണ്ടേ? അപ്പൊ അത് നടക്കില്ല. അവസാനം വളരെ താമസിച്ചാണ് കണ്ടുപിടിക്കുക, 12 കണ്ടുപിടിക്കും. അല്ലെങ്കിൽ അത് വലിയൊരു ഇഷ്യൂയിലേക്ക് പോകും. അത് റിയൽ ടൈമിൽ വേണം, എങ്കിൽ മാത്രമേ അത് കറക്റ്റ് ആവൂ.
സ്മാർട്ട് മീറ്റർ ഉണ്ടെങ്കിൽ ഇത് എഫക്റ്റീവ് ആയിട്ട് നടക്കുള്ളൂ. നടക്കുള്ളൂ. Yes, yes, yes. ഓക്കെ, താങ്ക് യു സാർ. അടുത്ത ഡോക്ടർ വത്സരാജ് സംസാരിക്കും. മൈക്ക് ഓൺ ആക്കി. സാറ് വളരെ നന്നായിരുന്നു, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു ജോർജ് സാറേ, താങ്ക് യു. എൻ്റെ ഒരു ചെറിയൊരു സംശയം, ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട്, ഈ ലീഗൽ ഫ്രെയിംവർക്കിൽ നമ്മളുടെ SCRC സ്റ്റേറ്റിന്റെ റെഗുലേറ്ററി കമ്മീഷൻ ഉണ്ട്. ആ റെഗുലേറ്ററി കമ്മീഷനെ മോണിറ്റർ ചെയ്യാൻ സെൻട്രലിൽ എന്തെങ്കിലും വകുപ്പുണ്ടോ, അത് ചെയ്യുന്നുണ്ടോ? അല്ല, ഈ ഇവരെ മോണിറ്റർ ചെയ്യാനായിട്ട് ഇവരെ മോണിറ്റർ ചെയ്യാൻ ഒരു സംവിധാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇവർക്ക് ആ പാടെയുള്ള ഒരു സംവിധാനം എന്ന് പറഞ്ഞാല് നമുക്ക് ഫോറം ഓഫ് റെഗുലേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനമുണ്ട്. ഫോറം ഓഫ് റെഗുലേറ്റർ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഈ അതിനകത്ത് CRCയുടെ ചെയർമാൻ പ്രസിഡന്റും എല്ലാ റെഗുലേറ്ററി കമ്മീഷന്റെ ചെയർമാൻമാരും മെമ്പറുമാണ്. സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷൻ മെമ്പർമാർ. അവർ ബേസിക്കലി ഈ പറയുന്ന പലപ്പോഴും ഈ ഫോറം ഓഫ് റെഗുലേറ്റേഴ്സ് ആണ് ശരിക്കും പറഞ്ഞ മോഡൽ ഡോക്യുമെന്റ് പലതും ഉണ്ടാക്കാറ്. നമുക്ക് നോക്കിയാൽ അറിയാം, ഈ പറയുന്ന നെറ്റ് മീറ്ററിംഗ് ആൻഡ് ആർ നെറ്റ് മീറ്ററിംഗ് റെഗുലേഷന്റെ മോഡൽ ഡോക്യുമെന്റ് ഫോറം ഓഫ് റെഗുലേറ്ററിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് മോഡൽ ഡോക്യുമെന്റ് റെഗുലേഷൻ, അവരുടെ റെഗുലേഷൻ പലതും പബ്ലിഷ് ചെയ്യുന്നു. അത് അല്ലാതെ തന്നെ ഇവരെ ഇഷ്യൂസ്, ഇവരെ സംബന്ധിച്ച ഇഷ്യൂസ് മിനിസ്ട്രി ഓഫ് പവർ വെരിഫൈ ചെയ്യാറുണ്ട്. അവർക്ക് എത്രമാത്രം മിനിസ്ട്രി ഓഫ് പവറെ കൺട്രോൾ ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അവരൊരു മോണിറ്റർ ചെയ്യുന്നുണ്ട് ഇവരുടെ പല കാര്യങ്ങളും. അങ്ങനെയൊക്കെ മോണിറ്റർ ചെയ്തിട്ടാണ് അവസാന അമെന്റ്മെന്റിനകത്ത് ഇവരുടെ പല അധികാരങ്ങളും അവരെ കൂടുതൽ അക്കൗണ്ടബിൾ ആക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇലക്ട്രിസിറ്റി ആക്ട് അമെന്റ്മെന്റിനകത്ത് കൊണ്ടുവന്നതാണ്. അതിനുശേഷം അത് പാസ്സായില്ലല്ലോ. ഇവരെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ നിയമപരമായിട്ട് ഇവരെ മോണിറ്റർ ചെയ്യാനായിട്ട് ഒരു മാർഗമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇലക്ട്രിസിറ്റി ആക്ട് ഇവരെ അവരെ വേണമെങ്കിൽ അവർക്ക് അഴിമതിയോ സ്വഭാവദൂഷ്യോ പറഞ്ഞിട്ട് പുറത്താക്കാം. അവരെ കൊണ്ട് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ തൊടാൻ പറ്റത്തില്ല. ബേസിക്കലി അതാണ് അവരുടെ വസ്തുത. അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ സ്വഭാവദൂഷ്യം പറഞ്ഞു, അവരെ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ആണെന്ന് പറയാൻ വേണമെങ്കിൽ അവരെ പുറത്താക്കാനേ പറ്റുള്ളൂ. ടെക്നിക്കൽ ഇഷ്യൂസിൽ അവരെ ഗൈഡ് ചെയ്യാൻ സെൻട്രലിന് പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഒരു സബ്സെറ്റ് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ലല്ലോ. അല്ല, ടെക്നിക്കൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇവരെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ മുകളിലേക്ക് പോകാനായിട്ടല്ലേ ഇവിടെ അപ്പലേറ്റ് ട്രൈബ്യൂണൽ. നമുക്ക് അവരെ അപ്പീൽ, ഇതൊരു കോടതി പോലെയല്ലേ, ക്വാസി ജുഡീഷ്യൽ ബോഡിയല്ലേ. ഇവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മുകളിൽ ഇവരുടെ ഓർഡറിന് മുകളിൽ അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഉണ്ട്, സുപ്രീം കോടതി ഉണ്ട്. പിന്നെ ഇവരുടെ റെഗുലേഷൻ നിയമപരമല്ലെങ്കിൽ നമ്മൾ ഹൈക്കോടതി പോവാം, സുപ്രീം കോടതി പോവാം. റെഗുലേഷൻ അഗേൻസ്റ്റ് ആയിട്ട് നിയമപരം ഭരണഘടനാവിരുദ്ധമാണെങ്കിൽ വലിയ പോവാം. ഇവിടെ നമ്മൾ പോകാനിട്ടില്ലേ, നമ്മൾ ആരും പോയല്ലോ. നമ്മൾക്ക് ഇവരെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. ഇവരുടെ ജഡ്ജ്മെന്റിന് ഈ വിലയാണ്, ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ വിലയാണ്. അല്ലാതെ നമ്മൾക്ക് ഇവരെ എഗൈൻസ്റ്റ് ആയിട്ട് പോകുക എന്നുള്ളത് നമ്മൾ അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ പോകാന്നുള്ളതാണ്. അല്ല, വേറൊരു മാർഗമില്ല. നിയമപരമായിട്ട് തെറ്റാണെങ്കിൽ നമുക്ക് ഈ ഭരണഘടനാവിരുദ്ധമായിട്ട് ഫണ്ടമെന്റൽ റൈറ്റെ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പോകേണ്ടത് ഹൈക്കോടതിയാണ്. അത് റെഗുലേഷനെ സംബന്ധിച്ച പ്രശ്നങ്ങളാണെങ്കിൽ ഹൈക്കോടതിയിൽ പോവാം. നമ്മൾക്ക് ഇതേ സംബന്ധിച്ച പ്രശ്നങ്ങൾക്കാണെങ്കിൽ ഏത് പ്രശ്നത്തിനും നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റിനെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ പോവാം. അല്ലെങ്കിൽ നമുക്ക് അപ്പലേറ്റ് ട്രൈബ്യൂണലേ ഉള്ളൂ. താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ, അടുത്തത് മിസ്റ്റർ അശോകൻ സംസാരിക്കും. സംസാരിക്കാം. സാറേ നമസ്കാരം. ജോർജ് സാറിന്റെ പ്രസന്റേഷൻ നന്നായിരുന്നു. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായതിൽ നിന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്, കേന്ദ്ര ഗവൺമെന്റിന്റെ പോളിസി, ഇലക്ട്രിസിറ്റി പോളിസിയിൽ റിന്യൂവബിൾ എനർജിക്ക് വേണ്ടിയിട്ട് സബ്സിഡി കൊടുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സെൻട്രൽ ഗവൺമെന്റ് നല്ലൊരു തുക അതിനുവേണ്ടി മാറ്റിവെക്കുമ്പോൾ നമ്മുടെ കേരള ഗവൺമെന്റ് അതിനുവേണ്ടി നയാ പൈസ പോലും മുടക്കുന്നതായിട്ട് കാണുന്നില്ല. തന്നെയല്ല, അവർക്ക് അധികാരമില്ലാത്ത അല്ലെങ്കിൽ കമ്മീഷന്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഗുണഭോക്താക്കളിൽ നിന്ന് ഫിക്സഡ് ചാർജ് ഈടാക്കുന്നതിന് ഗവൺമെന്റ് കൂട്ടുനിൽക്കുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. മുമ്പ് 2017 ഞാൻ ഒരു പ്ലാന്റ് സ്ഥാപിക്കുന്നത്. ആ സമയത്ത് സബ്സിഡി കഴിച്ചിട്ടുള്ള തുക മാത്രം ഏജൻസിക്ക് കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പൊ ഈ PM സൂര്യകർ വന്നതോടുകൂടി എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ മുഴുവൻ തുകയും ഏജൻസിക്ക് കൈമാറിയിട്ട് പിന്നീട് സബ്സിഡി റീഇംബേഴ്സ് ചെയ്ത് കിട്ടുന്ന ഒരു പ്രൊസീജിയറാണ് ഇപ്പോഴുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അത് പുതിയ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു ബാധ്യത ഉണ്ടാക്കി വയ്ക്കുന്നതായിട്ട്, അതായത് അത്രയും തുക കൂടി ആ സമയത്ത് കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്തും സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പോളിസി ആയിരിക്കാം. അതിനകത്തും പഴയ രീതിയിലുള്ള ഒരു നിലപാടിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ഫലപ്രദമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ വീലിങ്ങിന്റെ കാര്യത്തിലാണെങ്കിൽ
എനിക്ക് 2 പ്ലാനുണ്ട്. ഞാനത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീൽ ചെയ്യാനായിട്ട് എഴുതി കൊടുത്തിട്ട് അത് അവർ KC ബോർഡ് സമ്മതിക്കുന്നില്ല. അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് കഴിയില്ല എന്നുള്ളൂ. നയമില്ലെന്നോ നിയമവിരുദ്ധമാണെന്നോ അവർ പറയുന്നില്ല. അവർക്ക് അതിനുള്ള സാങ്കേതികമായിട്ടുള്ള പരിജ്ഞാനമില്ല, അല്ലെങ്കിൽ അതിനുള്ള ടെക്നിക്കൽ സപ്പോർട്ട് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഒരു പ്ലാന്റിൽ നിന്ന് മറ്റേ പ്ലാന്റിലോട്ട് ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് മാനുവലായിട്ട് മാത്രമേ അവർ ചെയ്യുള്ളൂ. അല്ലാതെ ടെക്നിക്കലായിട്ട് സിസ്റ്റത്തിൽ ചെയ്ത് അവർക്ക് അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ ഇതിനകത്ത് ഈ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവർ നേരിട്ട് കൊണ്ടാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ KDSPCയുടെ ഒരു നിലപാട് വ്യക്തമാക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഉള്ളത്. അതിന് ഇത്തരം വേദികൾ സഹായകരമായി ആകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാറ് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ സാറേ? സാറ് ആദ്യം പറഞ്ഞത് ആദ്യം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോളിസി അല്ലേ, അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിന്റെ എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മറ്റേ നമുക്ക് വീലിംഗ് ഇപ്പൊ നടക്കുന്നില്ല. എന്താ അത് ടെക്നിക്കൽ പ്രോബ്ലം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. വീലിംഗ് ഒരു കൺസ്യൂമറിനെ നമ്മൾ വേറെ കൺസ്യൂമർ അങ്ങനെയല്ലേ സാറേ? അദ്ദേഹത്തിന് 2 പ്ലാന്റ് ഉണ്ട്. ഈ 2 പ്ലാന്റിലും മ്യൂച്വലി വീലിംഗ് പറ്റുമെന്ന്, ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും. അതിപ്പോ ഇവരുടെ സോഫ്റ്റ്വെയറിൽ അത് ആക്സസ് ചെയ്യാൻ പാടാണ്. നമുക്കിപ്പോ സോളാർ ഇല്ലാത്ത ഒരു സ്ഥലത്ത് വീല് ചെയ്യാം. ഇദ്ദേഹത്തിന് 2 സോളാർ ഉണ്ട്. അപ്പോ അവർക്ക് ഈ അപ്പൊ മറ്റേ അത് അവർക്ക് പ്രാക്ടിക്കലി അവരുടെ അത് സിസ്റ്റത്തിൽ അവര് സോഫ്റ്റ്വെയർ നിങ്ങളുടെ റൈറ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും ഇതാണ് CGRM പോകേണ്ടത്. ഞാനത് പറയല്ലേ, നേരത്തെ ഞാൻ പറഞ്ഞൊരു പല കാര്യങ്ങളും നമ്മൾ പലപ്പോഴും നമ്മുടെ റൈറ്റ് എന്തുകൊണ്ട് നടപ്പാകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ടേക്കപ്പ് ചെയ്യാനുള്ള കാലത്ത് ടേക്കപ്പ് നിങ്ങളുടെ റൈറ്റ് അല്ലേ? ഇത് ഒരാളുടെ റൈറ്റ് ആണത്. നിങ്ങൾക്ക് 2 പ്ലാന്റ് ഉണ്ടെങ്കിൽ 2 പ്ലാന്റിന്റെ ഇലക്ട്രിസിറ്റി കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റും. അത് നിയമം അനുവദിക്കുന്നുണ്ട്. അവരുടെ സോഫ്റ്റ്വെയറിന്റെ പ്രശ്നമാണെങ്കിൽ അത് സോഫ്റ്റ്വെയർ റിപ്പയർ ചെയ്യുക, മാനിറ്റ് ചെയ്യുക അതൊക്കെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഇതാണ്. നിങ്ങൾ സഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതന്നെയാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോ എംപവർ ചെയ്യപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഉള്ള ഒരു എന്തിയേറെ നിയമങ്ങൾ ഉണ്ടായാലും എന്തിയേറെ പോളിസി ഉണ്ടായാലും എന്തിയേറെ ഇതൊക്കെ പേപ്പറെ കിടക്കും. അൺലെസ് ആൻഡ് അതർവൈസ് അപ്രോപ്രിയേറ്റ് ആൾക്കാർ എംപവർ ചെയ്യപ്പെട്ട് അത് ചോദ്യം ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ചോദിക്കുക. അല്ലെങ്കിൽ നടക്കും. നിങ്ങളുടെ റൈറ്റാണ് അത്. അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർ ചെയ്യാൻ പറ്റാത്തതിന് കാരണം എന്താണെന്ന് അവർ കണ്ടുപിടിക്കട്ടെ. പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നിയമപരമായിട്ട് അനുവദിച്ചിട്ടുള്ള കാര്യം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അത് പരാതി കൊണ്ട് പോകണം. അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് ആദ്യമായിട്ടാണ് CGRF ഓംബുഡ്സ്മാനും റെഗുലേറ്ററി കമ്മീഷനൊക്കെ അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യണം. പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് അങ്ങനെ അറിയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്. ഗവൺമെന്റിനകത്ത് ഇരിക്കുന്ന ആൾക്കാരുടെ ആരാണ് ഗവൺമെന്റ്? ഞാൻ പറയട്ടെ, ഇതിനകത്ത് കൺസേൺഡ് പ്ലേസ് ഇരിക്കുന്ന സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി ഇലക്ട്രിസിറ്റി ആയിട്ട് ഉണ്ടാക്കുന്നത് ഇവിടുത്തെ പൊളിറ്റീഷ്യൻസ് ആണോ? അല്ല. അതെല്ലാം ഡ്രാഫ്റ്റ് ചെയ്യുന്നത് അപ്രോപ്രിയേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. ഇതെല്ലാം ഡ്രാഫ്റ്റ് ചെയ്ത് അതെല്ലാം കൂടെ കൂടി ഇത് ഏത് ഗവൺമെന്റ് എത്ര ഗവൺമെന്റ് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഇലക്ട്രിസിറ്റി ആക്ട് ഉണ്ടായത്? കോൺഗ്രസ് ഗവൺമെന്റും BJP ഗവൺമെന്റും ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം എത്ര പീരീഡ് കഴിഞ്ഞിട്ടാണ് അതിന് അമെന്റ്മെന്റ് നടത്തിയത് ആരാണ്? നമ്മളിത് നോക്കുമ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഉദ്യോഗസ്ഥത്തിന് കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആ ഉദ്യോഗസ്ഥന്മാരാണ് ശരിക്കും പറഞ്ഞാൽ പൊളിറ്റീഷ്യൻസിനെ നമ്മൾ ഗവൺമെന്റിന്റെ സിസ്റ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഉദ്യോഗസ്ഥന്മാർക്ക് അത് അറിയാൻ മേലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഗവൺമെന്റിനെ മാത്രം ഇതാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മൾക്ക് അത് ഒരു ഇഷ്യൂ ആക്കിക്കൊണ്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് പറയേണ്ട കാര്യം ചെയ്ത് ഗവൺമെന്റ് ലെവലിലും പൊളിറ്റിക്കൽ ലെവലിലും ഈ ഒരു ജനങ്ങൾക്ക് കിട്ടിയ ആനുകൂല്യം കിട്ടുന്നില്ലെന്ന് നമ്മുടെ പൊളിറ്റീഷ്യൻസ് അറിയണം, നമ്മുടെ നേതാക്കന്മാർ അറിയണം. എന്നാലേ അത് അറിയുള്ളൂ. അല്ലെങ്കിലുള്ള കുഴപ്പമില്ല. KCB മാത്രം KCBയിലുള്ള ടോപ്പിലുള്ളവരും പോലും അറിയത്തില്ല. മാത്രം അറിയാം, അല്ലെങ്കിൽ നിങ്ങളുടെ വയറിനാൽ മാത്രം അറിയാം. അതൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ നിങ്ങൾ കാണിച്ച ഒരു സിസ്റ്റം ഓഫ് ഇതുണ്ട്. ആ സിസ്റ്റം ഓഫ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ കൂടെ നമ്മൾ വർക്ക് ചെയ്യണം. ആ ഫ്രെയിംവർക്കിൽ കൂടെ വർക്ക് ചെയ്യുമ്പോൾ റിസൾട്ട് ഉണ്ടാവും. അല്ലാതെ വർക്ക് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടാവില്ല. അതാണ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിന്റെ ഉദ്ദേശം. ഓക്കെ സാർ, തീർച്ചയായിട്ടും ആ രീതിയിൽ ഒരു ശ്രമം നടത്തും. ഒരു കത്ത് റിട്ടേൺ ആയിട്ട് കൊടുത്തിട്ട് CGRFിലേക്കും ഓംബുഡ്സ്മാനിലേക്കും പോകാൻ പ്ലാൻ ചെയ്യുന്നേ സാർ പറഞ്ഞ സാറേ. ഈ പറഞ്ഞ കേസ് മാത്രമല്ല സാറേ, ഈ HTയിൽ നിന്ന് LTയിലേക്ക് വീല് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതാണോ തിരിച്ചാണോ എന്നറിയത്തില്ല. അതും ഇവര് സമ്മതിക്കുന്നില്ല. സോഫ്റ്റ്വെയറിന്റെ പ്രശ്നമാണ്. ഇത് നമ്മുടെ പ്രശ്നമല്ല. ഇവർക്ക് സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പൊട്ട സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ട് നമ്മളെന്താ ചെയ്യണ്ടേ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഹൗസ് സോഫ്റ്റ്വെയർ ഉള്ള രാജ്യത്തെല്ലായിടത്തും സോഫ്റ്റ്വെയർ ഉണ്ട്. അല്ലെങ്കിൽ എന്ത് നല്ല സോഫ്റ്റ്വെയർ ലോകത്തെല്ലായിടത്തും ഉണ്ട്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ സോഫ്റ്റ്വെയർ ഉള്ളൂ. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്.
അവിടെ എല്ലാവർക്കും സോഫ്റ്റ്വെയറിലാണ്. കേരളം KSEBക്ക് മാത്രമല്ല സോഫ്റ്റ്വെയർ, KSEBിന്റെ സോഫ്റ്റ്വെയറിലാണ് ഉണ്ടാകാൻ കാരണം വെച്ചാൽ ഇതെല്ലാം ഇൻഹൗസ് കാണുന്നത് നിർബന്ധം പിടിക്കുന്നതുകൊണ്ടാണ്. ഇത് കൃത്യം ഞാൻ പറഞ്ഞേ, നമ്മളെ ഇതിന്റെ നമ്മളുടെ ഈ സ്മാർട്ട് മീറ്ററിന്റെ അതിന്റെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എടുക്കാത്ത വളരെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ ഇന്ത്യയിലെ എല്ലാ യൂട്ടിലിറ്റിക്കും വേണ്ടിയിട്ട് കോമൺ ആയിട്ട് സോഫ്റ്റ്വെയർ ഉണ്ടാക്കണമെന്നത് പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സോഫ്റ്റ്വെയർ കോമൺ ആവരുതെന്നാണ് ഇവരുടെ ആഗ്രഹം. എന്നാൽ മാത്രമേ ഇവർക്ക് ഇതിനകത്തിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവരുടെ പ്രധാനം, ഞാൻ സത്യം പറയാലോ, ഓപ്പൺ ആയിട്ട് പറയാം, ഇവിടുത്തെ ഈ സ്മാർട്ട് മീറ്ററിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇവരൊക്കെ ഇത് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം ഈ സോഫ്റ്റ്വെയറും IT സിസ്റ്റവും ഇവർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് ഇവിടെ കയ്യിൽ നിൽക്കണം. അത് എന്തൊക്കെയോ ഡേറ്റാ സെക്യൂരിറ്റിയുടെ എന്താണോ പറയും, എന്തൊക്കെയോ കാര്യങ്ങൾ പറയും. ഇതെല്ലാം ആൾക്കാരെ ഭീഷണിപ്പെടുത്തുകയും ആൾക്കാരെ ഉത്കണ്ഠപ്പെടുത്തുകയും ചെയ്യും. എന്നിട്ട് ആൾക്കാരുടെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞ് ആൾക്കാരെ ഉത്കണ്ഠപ്പെടുത്തി നിങ്ങളുടെ കാര്യം പോക്കാന്ന് പറഞ്ഞ് അവരെ കൊണ്ട് പേടിപ്പിച്ച് അവരെല്ലാം ഇതാണ് ചെയ്യുന്നത്. ഇവരുടെ പരിപാടി അതാണ്, ഉത്കണ്ഠപ്പെടുത്തുക, ഇത് ചെയ്യുക, എന്നിട്ട് അതിന്റെ പേരിൽ മുതലെടുക്കുക. ബേസിക്കലി നമ്മുടെ ശേഷം നമുക്ക് ഈ അനോമലീസ് എല്ലാം കൂടെ ലിസ്റ്റ് ഔട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ അടുത്ത മൂവ്മെന്റ് പെർമനന്റ് സോഫ്റ്റ്വെയറിന്റെ എക്സാക്ട്ലി അതാണ് ഞാനിവിടെ കണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ ബില്ലിന്റെയും പ്രശ്നങ്ങളിലെ ഈ ബില്ലിങ്ങിന്റെയും ഇതുപോലുള്ള കാര്യങ്ങളുടെയും പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതായത് സപ്ലൈ കോഡ് അനുസരിച്ചല്ല സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത്, നിങ്ങളുടെ റെഗുലേഷൻ അനുസരിച്ചല്ല സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത്. അത് ആരോ കുഴപ്പമാണ്. റെഗുലേഷൻ പറയുന്ന കാരണം സോഫ്റ്റ്വെയർ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർ ആ സോഫ്റ്റ്വെയർ ദൂരെ കളയണം. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. സോഫ്റ്റ്വെയറിന്റെ പ്രശ്നം നമ്മുടെ പ്രശ്നമല്ല. നിയമങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് സോഫ്റ്റ്വെയറിനകത്ത് കാര്യങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. അതപ്പോ അടിസ്ഥാനപരമായിട്ട് സോഫ്റ്റ്വെയറിന്റെ ഇഷ്യൂസ് ആണ് ഈ കൺസ്യൂമറെ ഏറ്റവും അധികം വലയ്ക്കുന്നത്. ഓക്കെ, താങ്ക് യു സാറേ. അടുത്ത മിസ്റ്റർ മുഹമ്മദ് നസീർ സംസാരിക്കും. മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ട് സാർ. സാറിന്റെ മുൻ ക്ലാസ്സുകളിലെ പോലെ തന്നെ ഈ ക്ലാസ്സിലും ഒരു കാര്യം ഉറപ്പായി, റിയൽ ടൈം ഡാറ്റ ഇല്ലാതെ ഈ സോഫ്റ്റ്വെയർ കൃത്യമായി ഈ റെഗുലേഷൻസ് അനുസരിച്ച് ഉണ്ടാക്കാതെ ഇത് നടക്കില്ല എന്ന് മനസ്സിലായി. ഞാൻ ഇതിനപ്പുറമാണ് ഒരു വേറെ സംശയമുള്ളത്, ഈ റെഗുലേറ്ററി കമ്മീഷന്റെ ചെയർമാനെ ഈ അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടോ? അവർ ഇതിനെ മറ്റേ കേപ്പബിളായ ആളുകളാണോ? അതുപോലെ ഈ KSEBിലെയും ഈ എഞ്ചിനീയറിംഗ് വിങ്ങിന്റെ ഒക്കെ ക്വാളിഫിക്കേഷനിലും മറ്റു സാധനങ്ങളിലൊക്കെ വ്യത്യാസപ്പെടുത്തേണ്ട കാലമായോ? കാരണം ഇതിന്റെ ടെക്നിക്കൽ ഏരിയ കംപ്ലീറ്റ് മാറി വരികയാണല്ലോ, IT ബേസ്ഡ് ആയി വരികയാണല്ലോ. അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ മാറേണ്ടതല്ലേ? അപ്പൊ ഈ റെഗുലേറ്ററി കമ്മീഷനെ നിയമിക്കുന്നതിലും അതിലുള്ളവർ കൃത്യമായി കംഫർട്ടബിൾ ആളുകളല്ലെങ്കിൽ അവർ ഈ റെഗുലേഷൻസ് പഠിച്ച് കൃത്യമായി അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നില്ലല്ലോ. അത് മാത്രമല്ല, ഇപ്പൊ ജെയിംസ് സാർ നേരത്തെ പറഞ്ഞു, ഇപ്പോ KSEB തന്നെ നേരിട്ട് ഈ മറ്റേ ഒരു പവർ സെക്ഷനിലൊരു റൂളല്ല, ഒരു ഡാറ്റ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിപ്പോ നമ്മുടെ റെഗുലേഷന് തന്നെ എഗൻസ്റ്റ് ആയിരിക്കുമല്ലോ എന്നാണല്ലോ പറഞ്ഞത്. ഗവൺമെന്റ് റെഗുലേഷൻസ് തന്നെ എഗൻസ്റ്റ് ആയിരിക്കും എന്നുള്ള പറഞ്ഞു. കാരണം അവർക്ക് അത് ഇറക്കാനുള്ള അധികാരമില്ലെങ്കിൽ അവർ ഇറക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ ഇറക്കണ്ട എന്ന് പറയേണ്ട ആളാരാണ്? നമ്മുടെ റെഗുലേറ്ററി കമ്മീഷൻ അല്ലേ. അപ്പൊ ഈ റെഗുലേറ്ററി കമ്മീഷന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? അതിൽ ആളുകളെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ആസ് എ ലേമാൻ എനിക്കിത് അറിഞ്ഞുകൂടാ, ഒന്ന് പറഞ്ഞു നന്നായിരുന്നു. അല്ല, ഇതിനകത്ത് റെഗുലേറ്ററി കമ്മീഷൻ തെരഞ്ഞെടുക്കുന്ന ഇലക്ട്രിസിറ്റി ആക്ടിനകത്ത് റെഗുലേറ്ററി കമ്മീഷനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് തെരഞ്ഞെടുക്കേണ്ടതെന്ന്. അതിനകത്ത് ചെയർമാന്റെ ക്വാളിഫിക്കേഷനും മെമ്പറുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ തെരഞ്ഞെടുക്കുന്ന ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് ഒരു കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റിനെ ഫോം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയാണ് കമ്മിറ്റി മെമ്പർ, പിന്നെ ഒരു മെമ്പർ ചീഫ് സെക്രട്ടറി ആണ് വേറെ മെമ്പർ, മൂന്നാമതൊരു മെമ്പർ CAയുടെ ഡയറക്ടറാണ്. ഇവരാണ് ശരിക്കും പറഞ്ഞാൽ ചെയർമാനെയും മെമ്പർമാരും ചേർക്കുന്നത്. പക്ഷെ ഇന്ന എഫക്ട് വരുമ്പോൾ ഈ രണ്ടുപേര് സ്റ്റേറ്റിന്റെ മെമ്പറാണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്ന ആളെ ഭരിക്കുന്ന പാർട്ടിയുടെ ആൾ തരും, ആളെ പ്രായോഗികമായിട്ട് നടക്കും. അന്ന് ഇന്നുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്. അതായത് ഒരു മെമ്പർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ CAയുടെ ഡയറക്ടറാണ്. രണ്ടുപേര്, ഒന്ന് ചീഫ് സെക്രട്ടറിയും മറ്റേത് കേരള ഗവൺമെന്റ് നിയമിക്കുന്ന ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയാണ്. ഇപ്പോഴങ്ങനെയാണ്. അപ്പം അത് നടക്കുന്നത് കൊണ്ട് നോർമലി ഇവര് തീരുമാനിക്കുന്നത് ആ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു. അതിനകത്തുള്ള മിനിമം ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് CA അതിനകത്ത്. ഇത്ര വർഷത്തെ ഇതുണ്ടായിരിക്കണം, മറ്റേ വയസ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ ഗവൺമെന്റ് തീരുമാനിക്കുന്നതനുസരിച്ച്, തെരഞ്ഞെടുക്കുന്ന ഗവൺമെന്റ് തീരുമാനിക്കുന്നതനുസരിച്ചാണ് ഇവിടെ ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യുന്നത്. അത് ഇൻഡിപെൻഡന്റ് ആക്കാനായിട്ടും അതിന്റെ തെരഞ്ഞെടുപ്പിന്റെ രീതി മാറ്റാനും ഒക്കെ അമെന്റ്മെന്റ് കൊണ്ടുവന്നതാണ്. അതിന് അക്കൗണ്ടബിലിറ്റി അതൊന്നും ഇവിടെ ആൾക്കാർ സമ്മതിച്ചില്ലാത്തതുകൊണ്ട് നടന്നില്ല.
ഇനിയിപ്പം പുതിയ ഗവൺമെന്റ് വരുമ്പോൾ ഒന്നും ശരിയാവുമെന്ന് അറിയില്ല. ഏതൊക്കെയാലും ഈ റെഗുലേറ്ററി കമ്മീഷന്റെ മോണിറ്റർ ചെയ്യാനും അവരുടെ അപ്പോയിന്റ്മെന്റ് കുറച്ചും കൂടെ ഇത് ചെയ്യാനൊക്കെ അന്നേരം അത് നമ്മുടെ ഭരണഘടനാ പ്രകാരം നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രൊട്ടസ്റ്റ് ആയിരുന്നു സ്റ്റേറ്റുകളെല്ലാം. കേരള സ്റ്റേറ്റ് മാത്രമല്ല എല്ലാ സ്റ്റേറ്റുകളും പ്രൊട്ടസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇപ്പൊ നടക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച് ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയാണ് സെലക്ട് ചെയ്യുന്നത്. അതിനകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോയിന്റ് ചെയ്ത് അപ്ലൈ ചെയ്ത് അവർ ചെയ്യും. പ്രായോഗികമായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് പറയുന്ന ആളെയാണ് ചെയർമാനായിട്ടും മെമ്പറായിട്ടും അപ്പോയിന്റ് ചെയ്യപ്പെടുക. അപ്പൊ അവർക്ക് ബേസിക്കലി ഞാനൊരു കാര്യം പറയുന്നത്, ഇതിനകത്ത് ഈ മെമ്പർമാരെക്കാളും പ്രധാനമാണ് അവരുടെ ഓഫീസിൽ ഇരിക്കുന്ന ആൾക്ക്. ഇപ്പൊ സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വിങ് ഉണ്ട്. ആ വിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രഗത്ഭരായ ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ KSEB-യിൽ നിന്ന് റിട്ടയർ ചെയ്ത ആൾക്കാരാണെങ്കിൽ റെഗുലേറ്ററി കമ്മീഷൻ ഈ നിങ്ങൾ നമ്മൾ അയക്കുന്ന മെയിലെല്ലാം റെഗുലേറ്ററി കമ്മീഷൻ നോക്കുന്നു നമ്മൾ വിചാരിക്കുന്നത്. അത് ഇമ്പോസിബിൾ ആണ്. അവരെ നോക്കാറില്ല, മെമ്പർമാരും നോക്കാറില്ല. അവരുടെ സെക്രട്ടറി ഉണ്ട്, അവിടെ സ്റ്റാഫ് ഉണ്ട്. ആ സ്റ്റാഫും സെക്രട്ടറിയും അവിടെ ഒരു വിങ്ങിൽ ആൾക്കാരുണ്ട്. അവിടെ ഇരിക്കുന്ന ആൾക്കാരാണ് ഇതെല്ലാം ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇത് പറയുന്നതനുസരിച്ച്. അപ്പൊ പലപ്പോഴും പല റെഗുലേഷൻസുകളും ഇതുപോലുള്ള കാര്യങ്ങൾ ഇരിക്കുന്ന ആ ഓഫീസിൽ ഇരിക്കുന്ന ഏറ്റവും കോമ്പിറ്റന്റ് ഉള്ള ആൾക്കാരെ അനുസരിച്ചായിരിക്കും, അവരുടെ കോമ്പിറ്റൻസി അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ ക്വാളിറ്റി ഉണ്ടാകുക കാര്യങ്ങൾ. പിന്നെ നല്ല റെഗുലേറ്ററി കമ്മീഷൻ സ്കോപ്പുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ, ചെയർമാനൊക്കെ ആയിരിക്കണമെങ്കിൽ അവർ ആ പ്ലേസിൽ മിടുക്കന്മാരെ കൊണ്ടത് ഇരുത്തും. അന്നേരം അവിടെ ക്വാളിറ്റി ഉണ്ടാവും. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് KSEB-ന്ന് റിട്ടയർ ചെയ്ത് പോയ ആൾക്കാരെ നമുക്കറിയാവുന്ന ആൾക്കാരെ അവിടെ ഇരിപ്പുള്ളൂ. അപ്പം അവിടെ ഇരിക്കുന്ന നമുക്കറിയാലോ, അതാണ് ആ ക്വാളിറ്റി ഉള്ളൂ. KSEB-ന്ന് പോയിരുന്ന ആൾക്കാർക്കുള്ള ക്വാളിറ്റികൾ അവിടെ ഉള്ളൂ. മിക്കവാറും എല്ലാവരും തന്നെ അവിടെ KSEB-ന്ന് പോയ റിട്ടയർ ചെയ്ത ആൾക്കാരാണ്. അത് ഇരിക്കുന്ന മെമ്പറെ അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ അവർ കൊണ്ടുപോയി ഇരുത്തും ചുറ്റും. അങ്ങനെയാണല്ലോ നമ്മളൊരു മെമ്പറായിട്ടിരിക്കുമ്പോഴും ഓഫീസിൽ ഇരിക്കുമ്പോഴും അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ എല്ലാം ചുറ്റി ഇരുത്തും. ആ ഒരു മൊത്തത്തിൽ ക്വാളിറ്റി അവിടെ വരും. അത്രയും ഉള്ളതിനകത്ത് പറയാനുള്ളൂ. പിന്നെ മറ്റെന്താ കാര്യം പറഞ്ഞു, ഒരു കാര്യം വേറെ എന്താ പറഞ്ഞാൽ റെഗുലേറ്ററി കമ്മീഷന്റെ ഇത് പറഞ്ഞായിരുന്നു. വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, മറന്നുപോയി. സാർ അതന്നെ, ഈ സെൻട്രൽ റെഗുലേറ്ററി കമ്മീഷന്റെ നോംസിന് എഗൻസ്റ്റ് ആയിട്ട് ഇപ്പം നമ്മൾ KSEB-യുടെ വിങ് ഒരു ഈ പവർ സെക്ഷന്റെ ഒരു സാധനം ഇറക്കി എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഇറക്കുമ്പോ അതിനെ എഗൻസ്റ്റ് പറയേണ്ടതും ഇവരാണല്ലോ. നിങ്ങൾക്ക് അതിനുള്ള അധികാരം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, ഞാൻ നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ബോർഡ് ഓർഡർ ഇറക്കാൻ പറ്റില്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. പഴയ ബോർഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് ബോർഡ് ഓർഡർ ഞാൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ആയിരിക്കുമ്പോഴാണ് 2003 വന്നത്. അതിന് മുമ്പ് ഞാൻ CGRF-ൽ അന്ന് CDRF ആണ്. അന്ന് CGRF ഇല്ല. ഇലക്ട്രിസിറ്റി ആക്ട് വരുന്നതിന് മുമ്പ് നമുക്ക് ബോർഡ് ഓർഡർ കൊണ്ട് പോയി നമ്മുടെ കോടതി കൊണ്ട് കാണിച്ചാൽ മതി. കാണിച്ചാൽ കോടതിക്ക് ഇതൊരു ലീഗൽ ഡോക്യുമെന്റാണ്. ഇപ്പം ബോർഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എന്താന്ന് വെച്ചാൽ അത് അവിടുത്തെ സ്റ്റാഫിന് വാലിഡാണ്, പുറത്തുള്ളവർക്ക് വാലിഡല്ല. നിങ്ങൾക്ക് അത് വാലിഡല്ല. അവർ ബോർഡ് ഓർഡർ ഇറക്കരുത് നമുക്ക് പറയാൻ പറ്റില്ല. അവിടുത്തെ സ്റ്റാഫിനോട് ആക്ട് ചെയ്യാനായിട്ട് ഇന്റേണൽ സർക്കുലേഷന് മാത്രമേ അത് വാല്യൂ. അതായത് ഒരു കമ്പനി സർക്കുലേഷനകത്ത് അതാണ് മാത്രമേ ഉള്ളൂ, കമ്പനി സർക്കുലേഷൻ ആണ്. അല്ലാതെ പബ്ലിക് യൂട്ടിലിറ്റിക്കും പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു വാല്യൂ ഇല്ല. പബ്ലിക്കിനെ സംബന്ധിച്ച് റെഗുലേറ്ററി കമ്മീഷന്റെ റെഗുലേഷനാണ് വാല്യൂ. ആണ് റെഗുലേറ്ററി കമ്മീഷൻ റെഗുലേഷനാണ് വാല്യൂ. അതുകൊണ്ട് നമുക്ക് ഒരു ബോർഡ് ഓർഡർ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഒരു കമ്പനിയുടെ ഇന്റേണൽ സർക്കുലേഷൻ ആണ്. അപ്പം അവർക്ക് റെഗുലേഷനിൽ നിങ്ങളതൊക്കെ കണക്കാക്കണ്ട. നിങ്ങൾക്ക് റെഗുലേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത നടപടി സ്വീകരിക്കുക, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് സർവീസ് അതനുസരിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അടുത്ത നടപടി സ്വീകരിക്കുക. ആ ഓർഡർ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ കൺഫ്ലിക്റ്റ് അതേ ഉള്ളൂ. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ആ കമ്പനിക്കകത്തെ വാല്യൂ മാത്രമേ ഉള്ളൂ ആ ഓർഡറിനുള്ളൂ. പണ്ടത്തെ സ്റ്റാറ്റ്യൂട്ടറി ഓർഡർ അല്ല ഇപ്പോഴത്തെ ഓർഡർ. ഇപ്പോഴത്തെ ഓർഡർ കമ്പനിയുടെ ഓർഡറാണ്. കമ്പനിയുടെ ഓർഡർ എന്തിനാ നമ്മൾ ഏതെങ്കിലും കമ്പനിയുടെ ഓർഡർക്ക് നിങ്ങൾ വാല്യൂ കൊടുക്കുന്നുണ്ടോ? KSEB-യുടെ കമ്പനിയുടെ ഓർഡർ തന്നെ വാല്യൂ കൊടുക്കുന്നു. നിങ്ങളൊരു KSRTC കയറുമ്പോൾ KSRTC-യിലെ അവർ കൊടുക്കുന്ന നമ്മള് മറ്റുള്ള കാര്യങ്ങളിലെ നമ്മുടെ റോഡ് നിയമം അനുസരിച്ചല്ലേ അവിടെ ഈ കാര്യങ്ങൾ നടക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അല്ലാതെ നടക്കിയാൽ ഞാൻ പറയല്ല, പക്ഷേ വാല്യൂ ഇല്ല. നിയമം റോഡ് നിയമം തന്നെയാണ്. KSRTC-ക്കും എല്ലാ വണ്ടിക്കും ബാധകമായ നിയമം അവർക്ക് തന്നെയാണ്. അത്രേ ഉള്ളൂ. KSEB-യുടെ റെഗുലേഷൻ KSEB മാത്രമേ ഇവിടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ KSEB ഒരു കമ്പനി മാത്രമാണ്. KSEB മാത്രമേ ഉള്ളൂ കേരളത്തിൽ. അതുകൊണ്ടാണ് നമുക്ക് ഇതെല്ലാം ഇങ്ങനെ തോന്നുന്നത്. ഇതിലധികം കമ്പനി ഉണ്ടാക്കി തോന്നിയതായിരുന്നു. താങ്ക് യു സാറേ. മിസ്റ്റർ സുമേഷ്. ജോസറി നമസ്കാരം, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. പിന്നെ എനിക്ക് ചോദിക്കാം, ആ പിയർ ടു പിയർ ആയിട്ടുള്ള കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി തരാനോ സാറേ? അതായത് ഞാനിപ്പോൾ വയനാടാണ്, ജോയിം സാറ് കോട്ടയത്തുണ്ട്. അപ്പം ഞാൻ സാറ് പറഞ്ഞ പോലെ ഒരു 12 മണി മുതൽ 2 മണി വരെ 2 യൂണിറ്റ് കൊടുക്കാമെന്ന് അഗ്രി ചെയ്യുന്നു. ജെയിംസ് സാർ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു.
അപ്പോൾ സംഭവിക്കുന്നത് എൻ്റെ എനർജി മീറ്ററിലെയും സാറിന്റെ എനർജി മീറ്ററിലെയും ഡാറ്റ എടുത്തിട്ട് ഞാൻ 2 യൂണിറ്റ് വീതം ആ സമയങ്ങളിൽ കൊടുത്തോ എന്നും ജെയിംസ് സാറിന് അത് ആ അക്കൗണ്ട് ചെയ്യുകയും ചെയ്യും. അതല്ലേ ശരിക്കും ചെയ്യുന്നത്? അതെ അതെ രണ്ടാമത്തെ സംശയം അതെ 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 സാറേ, രണ്ടാമത്തെ സംശയം, ആ സമയത്ത് ജെയിംസ് സാറിന്റെ ഏരിയയിലുള്ള സപ്ലൈ സിസ്റ്റം ഫെയിൽ ആവുകയാണ്, ആ ഒരു ട്രാൻസ്ഫോർ സ്റ്റേഷൻ പോവാണ്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു കാര്യം ചെയ്യാന്നുള്ളതും കൂടി ഈ 2 പോയിന്റ് അതൊരു പ്രശ്നമാണ്. അതൊന്നേരം KCB അബ്സോർവ് ചെയ്യും. ഇത് ഓപ്പൺ ആക്സസ് സംഭവിക്കാറുണ്ട് കേട്ടോ. നമുക്കറിയാമല്ലോ, ഓപ്പൺ ആക്സസ് അവിടെ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ST ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് അത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. സെയിം സംഭവിക്കാറുണ്ട്. നമ്മളൊരാൾ ഓപ്പൺ ആക്സസ് എടുത്തു, നമ്മൾ ജനറേറ്ററുമായിട്ട് ഇത് ചെയ്ത് ജനറേറ്ററിൽ നിന്ന് അത് ആ എനർജി KCB അബ്സോർവ് ചെയ്യുകയും അതാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ST കൺസ്യൂമർ അല്ലെങ്കിൽ ഞാൻ പറയാം, നമ്മൾ ഏതെങ്കിലും ഒരു വലിയ കൺസ്യൂമർ ST കൺസ്യൂമർ നമ്മൾ MRF ആണെന്ന് വിചാരിക്കാം. MRF ഓപ്പൺ ആക്സസ് പോയി രാത്രി ഒരു മെഗാവാട്ട് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഒരു 10 KW അല്ലെങ്കിൽ 100 KW ഇലക്ട്രിസിറ്റി വൈകുന്നേരം 6 തൊട്ട് 10 വരെ എടുക്കും. അതിനിടയ്ക്ക് പ്രോബ്ലം ഉണ്ടായിട്ട് വൈകുന്നേരം ഒരു 7 മണിക്ക് ശേഷം സപ്ലൈ അങ്ങ് പോയി, സിസ്റ്റം ഫെയിലായി, അവരുടെ ഫീഡർ ഫെയിലായി. അവർക്ക് കൊടുക്കി കിട്ടിയല്ല ഇലക്ട്രിസിറ്റി. ആ ഇലക്ട്രിസിറ്റി KCB അബ്സോർവ് ചെയ്യും. അതാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള അക്കൗണ്ടിങ്. അതപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ അപ്പുറത്ത് നിങ്ങളിപ്പോ ജെയിംസ് സാറിന് കൊടുത്ത ഇലക്ട്രിസിറ്റി ജെയിംസ് സാറ് 100 യൂണിറ്റ് ഉപയോഗിക്കുന്നെങ്കിൽ അതിനകത്ത് 2 യൂണിറ്റ് നിങ്ങളെ എടുക്കും, ബാക്കി 98 യൂണിറ്റ് KCB എടുക്കും. അപ്പൊ സമയത്ത് സാറേ അതില് സാറേ ഒരു സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമും കൂടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ട്. സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ഉണ്ട്, എങ്കിലേ നടക്കുള്ളൂ. അതാണല്ലോ, സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം വേണം, എങ്കിലേ ഉള്ള അവിടെ ഇൻജക്ട് ചെയ്ത്. അതായത് നിങ്ങൾ തമ്മിൽ വേണമെങ്കിൽ നമ്മൾ ഈ പിയർ ടു പിയറിനകത്ത് നിങ്ങൾ തമ്മിൽ യോജിച്ചിട്ട് ആ യോജിച്ച സാധനം അപ്പുറത്തേക്ക് കൊടുക്കാറ്, ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊടുക്കാറ്. എന്നിട്ട് അത് ട്രാൻസാക്ട് ചെയ്ത് അവർ മോണിറ്റർ ചെയ്യാണ്. അത്രേ ഉള്ളൂ പിയർ ടു പിയർ എന്ന് പറയുന്നത്. അതാണ്. അതുപോലെ എനിക്ക് പിന്നെ അതിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യട്ടെ. ഈ കമന്റ് ബോക്സിൽ ആരും എഴുതിയിട്ടുണ്ട്, ഈ പിയർ ടു പിയറും വീലിംഗും രണ്ടും രണ്ടാ, അത് തമ്മിൽ ബന്ധപ്പെടുത്തരുത്. നടപ്പാക്കുന്ന സംഭവമാണ് വീലിംഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് നിന്ന് നമ്മുടെ ഇലക്ട്രിസിറ്റി ഇപ്പം നമ്മൾക്ക് ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിസിറ്റി നമ്മളിപ്പോ പകല് ഉപയോഗിക്കുന്ന നമ്മൾക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ജനറേറ്റ് ചെയ്ത ഇലക്ട്രിസിറ്റി നമുക്ക് അടുത്ത് നമ്മുടെ തന്നെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. അത് നമ്മുടെ തന്നെയാണെങ്കിൽ അതിനാണ് വീലിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ തന്നെ ആയിരിക്കണമെന്നില്ല, വേറെ ആർക്കും വീൽ ചെയ്യാം. പക്ഷെ ഇപ്പോഴത്തെ കേസിൽ നമുക്ക് അതിനുള്ള അനുവാദമുള്ളത് സ്വന്തം ക്യാപിറ്റൽ ജനറേഷൻ ആണെങ്കിൽ നമ്മൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം. കേരളത്തിൽ എവിടെ വേണം, കേരളത്തിലെ ഇന്ത്യയിൽ എവിടെ വേണം, അതിനുള്ള സിസ്റ്റം. സംസാരിക്കോ സർ? അത് തന്നെയാണ് ഞാനായിരുന്നു ഇട്ടിരുന്നത്. ഇത് പിയർ ടു പിയറും വീലിംഗുമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് ഒന്ന്. അപ്പൊ ഈ പിയർ നടക്കണമെങ്കിൽ വീലിംഗ് വേണം, പക്ഷെ പിയർ ടു പിയറും വീലിംഗും രണ്ടാണ്. പിയർ ടു പിയർ നടക്കണമെങ്കിൽ വീലിംഗ് ചെയ്യണം. വീല് ചെയ്താണ് പിയർ ടു പിയർ. അതിനുള്ള വീലിംഗ് ചാർജ് നിങ്ങളോട് മേടിക്കും. പിയർ ടു പിയർ കൊടുക്കുമ്പോൾ നിങ്ങളുടെ വീലിംഗ് ചാർജും ലോസസും അക്കൗണ്ട് ചെയ്യപ്പെടും. ആ ലോസും നിങ്ങൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ വയനാട്ടിലിരിക്കുന്ന ആള് ഇപ്പം കോട്ടയത്തിരിക്കുന്ന ഒരാൾ കൊടുക്കാതെ വിചാരിക്കാം. അപ്പം വയനാട്ടിൽ നിന്ന് കോട്ടയത്തേക്കുള്ള വീലിംഗ് ചാർജ് നിങ്ങളോട് KCB വാങ്ങിക്കും, പ്ലസ് അതിന്റെ ലോസും വാങ്ങിക്കും, സിസ്റ്റം ലോസും വാങ്ങിക്കും. അതിനുശേഷം നിങ്ങൾ അവിടെ നിന്ന് 2 യൂണിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 10 യൂണിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 2% ലോസ് ആണെങ്കിൽ ആ 2% ലോസ് കഴിഞ്ഞിട്ടുള്ള പൈസ, അല്ലെങ്കിൽ 100 യൂണിറ്റ് കൊടുത്തിട്ട് 1% ലോസ് ഉണ്ടെങ്കിൽ 99 യൂണിറ്റ് ഇപ്പുറത്ത് കൊടുക്കുള്ളൂ. അതിനുശേഷം അതിന്റെ ചാർജ് മേടിക്കും. അതാണ് വീലിംഗ്. പക്ഷേ നമ്മള് പിയർ ടു പിയർ എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 പേര് വരുന്നുണ്ട്, 2 വ്യക്തികൾ വരുന്നുണ്ട്. അതാണ് പിയർ ടു പിയർ എന്ന് പറയുന്നത്. ഒരേ രീതിയിലുള്ള 2 വ്യക്തികൾ. പിയർ ടു പിയർ എന്ന് പറയുന്നത് റിയൽ ടൈമിലുള്ള എനർജി അതെ അതെ, എനർജി ട്രാൻസാക്ഷൻ റിയൽ ടൈമിൽ മാത്രമേ നടക്കുള്ളൂ. എല്ലാം റിയൽ ടൈമിൽ നടക്കുന്നത്. അതിന് അക്കൗണ്ട് ചെയ്യാനുള്ള മെക്കാനിസം വേണം, പ്ലാറ്റ്ഫോം വേണം, മെക്കാനിസം വേണം, ടെക്നോളജിയും വേണം. പക്ഷെ വീലിംഗ് എന്ന് പറയുന്നത് സപ്പോസ് അത് റിയൽ ടൈം തന്നെയാ. അത് റിയൽ ടൈം തന്നെയാ. റിയൽ ടൈം തന്നെയാ രണ്ടും. അല്ല, സോളാർ പ്രൊസ്യൂമറിന് അവന്റെ ബാങ്ക് ബാലൻസിൽ വീലിംഗ് ശരിക്കും പറഞ്ഞാല് വീലിംഗ് എന്ന് പറയുന്നത് അത് KCRCയുടെ റെഗുലേഷൻ അനുസരിച്ച്, നമ്മുടെ നെറ്റ് മീറ്ററിംഗ് റെഗുലേഷൻ അനുസരിച്ച് അതൊരു പീരീഡിലേക്ക് അക്കൗണ്ട് ചെയ്യണം. അത് അക്കൗണ്ടിങ്ങിന്റെ ഡിഫറൻസ് ആണ്. വീലിംഗ് ആ പീരീഡിലേക്ക് അക്കൗണ്ട് ചെയ്യണം. വീലിംഗ് പ്രിൻസിപ്പിൾ ആണ് ഇപ്പൊ സാറ് പറഞ്ഞത്. ആ പറയുന്ന വീലിംഗ് ഒരു മന്ത്രിയായിട്ടാണ് അക്കൗണ്ട് ചെയ്യുന്നത്. എക്സാക്ട്ലി. അതെ. അപ്പൊ നമ്മുടെ ബേസിക് ആയിട്ടുള്ളൂ.
പറഞ്ഞോ. അതെ, അത് എന്റെ സംശയം എന്താണെന്ന് പറയുന്നത്, ഇപ്പൊ എനിക്ക് ഈ ഒരു പ്രൊസ്യൂമറിന് ആവറേജ് ഒരു 5 കിലോവാട്ടിന്റെ യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 4000 യൂണിറ്റ് ബാലൻസ് ഉണ്ട്. അത് നെക്സ്റ്റ് ഇയറിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം അത് 0 ആവും. അപ്പൊ ആ സമയത്ത് ഈ 4000 യൂണിറ്റ് ഐ ക്യാൻ സെൽ ടു എനി അതർ or other I can give to any, if I am living in a society, റെസിഡൻഷ്യൽ സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ അവരുടെ സൊസൈറ്റിയുടെ അക്കൗണ്ടിലോട്ടേക്കോ അല്ലെങ്കിൽ വേറൊരു നമ്പറിലോട്ടേക്കോ കൊടുക്കാൻ പറ്റില്ലേ? ഇല്ല, ഇതിനകത്ത് പിയർ ടു പിയർ ആണെങ്കിൽ ഉദ്ദേശിക്കുന്നത് റിയൽ ടൈം ആണ്. റിയൽ ടൈം ആണ് ഉദ്ദേശിക്കുന്നത്. റിയൽ ടൈം അല്ല, ഓൺലി ബില്ലിംഗിലുള്ള അഡ്ജസ്റ്റ്മെന്റ്. അല്ലല്ല, പിയർ ടു പിയർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് റിയൽ ടൈം ആണ്. നമ്മൾ മറ്റേ നിങ്ങളിപ്പോ 4000 വാട്ട് എന്ന് പറഞ്ഞാൽ അത് നെറ്റ് മീറ്ററിംഗിന്റെ ഒരു പ്രൊവിഷൻ നമുക്ക് തന്നിരിക്കുന്ന റെഗുലേഷൻ അനുസരിച്ച്. ഇത് രണ്ടിന്റെ ഈ പിയർ ടു പിയർ എന്ന് പറയുന്നത് സാറ് പറഞ്ഞ പോലെ ഇൻസ്റ്റന്റ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് അധികം വരുന്ന വൈദ്യുതി അങ്ങോട്ട് കൊടുക്കാം. എനിക്ക് മനസ്സിലാകുന്ന ഒരു പറഞ്ഞാൽ അതിന്റെ അകത്ത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇൻ ബിറ്റ്വീൻ ആ രണ്ട് കൺസ്യൂമർ വഴി ആ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമിലൂടെ നടക്കും. പക്ഷെ അതിന്റെ അകത്ത് ലൈസൻസിയുടെ പേയ്മെന്റ് ഒക്കെ അതിനകത്ത് അക്കൗണ്ട് ചെയ്യും. ആ സോഫ്റ്റ്വെയർ അങ്ങനെയാണ് വരുന്നത്. ബീലിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ബീലിംഗ് എന്ന് പറഞ്ഞത് ഇവിടുന്ന് വൈദ്യുതി നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ആ സെയിം ലൈസൻസിയുടെ കീഴിൽ കൊടുക്കാം. അത് അക്കൗണ്ട് ചെയ്യുന്നത് വേറെ പ്രോസസ് വഴി. ആ ബീലിംഗിന്റെ പ്രോസസ്സും ഈ പിയർ ടു പിയറിന്റെ പ്രോസസ്സും സെയിം ആണ്. അല്ലാതെ ബീലിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പേയ്മെന്റ് സംബന്ധിച്ച് സാറേ അതൊരു ലൈസൻസിയും കൺസ്യൂമറും തമ്മിലാണ്. മറ്റേത് പിയർ ടു പിയർ ഇൻ ബിറ്റ്വീൻ ടു കൺസ്യൂമേഴ്സാണ്. ഇതിനകത്ത് ബീലിംഗും തമ്മിൽ കൺഫ്യൂസ് ചെയ്യും. ബീലിംഗ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ്, അതായത് നമ്മൾ ഒരു ഇലക്ട്രിസിറ്റി നിങ്ങൾ ഒരേ സമയത്ത്, നമുക്കറിയാമല്ലോ നിങ്ങൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി എപ്പോഴും വേറെ സ്ഥലത്തേക്ക് കൊടുക്കുന്ന, നമ്മളുടെ ഒരാൾക്ക് നെറ്റ്വർക്കിൽ കൂടെ വേറെ ആൾ കൊണ്ടുപോകുന്നതിനാണ് ബീലിംഗ് എന്ന് പറയുന്നത്. ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ അതിനകത്ത് ഓപ്പൺ ആക്സസ് പറയുന്നത് ട്രാൻസ്മിഷൻ സിസ്റ്റത്തും ആർക്ക് വേണ്ടിയിട്ട് കൊടുക്കാനിരിക്കുന്ന സാധനമാണ് ട്രാൻസ്മിഷൻ സിസ്റ്റം. അതിനകത്തോടെ കൊണ്ടുവരുന്ന ട്രാൻസ്മിഷൻ ചാർജ് എന്ന് പറയും. അതിന് ട്രാൻസ്മിഷൻ ആണ്, ഓപ്പൺ ആക്സസ് ആണ്. ഇതെല്ലാം റിയൽ ടൈമിലാണ് നടക്കുന്നത്. കൺസെപ്ച്വലി ഇത് റിയൽ ടൈമിലാണ് നടക്കേണ്ടത്. വീലിങ്ങും ഓപ്പൺ ആക്സസും എല്ലാം റിയൽ ടൈമിലാണ്. അതിനകത്ത് KMDL ഇപ്പം നടക്കുന്ന വെച്ചാൽ ഒരു ദിവസത്തെ 96 ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ 15 മിനിറ്റിലെയും ഇലക്ട്രിസിറ്റിനെ അങ്ങനെ വീൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അക്കൗണ്ട് ചെയ്യപ്പെടുകയാണ്. അതായത് നിങ്ങൾ ഇവിടെ ഉണ്ടാക്കിയ ഇലക്ട്രിസിറ്റി ആദ്യം ഒരു വർഷത്തെ 9 തൊട്ട് 9:15 വരെ ആ 15 മിനിറ്റിൽ നിങ്ങൾ ഉണ്ടാക്കിയ ഇലക്ട്രിസിറ്റി എത്രയാണെന്ന് നോക്കിയിട്ട് അതിന്റെ ഒരു പാർട്ട് അപ്പുറത്ത് അക്കൗണ്ട് ചെയ്യപ്പെടും. അങ്ങനെ അക്കൗണ്ട് ചെയ്യപ്പെടുന്നതിനാണ് വീലിംഗ് എന്നും ഓപ്പൺ ആക്സസ് എന്നൊക്കെ പറയുന്നത്. ഇനി അതല്ലാതെ ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്ത് നിങ്ങൾ അക്കൗണ്ട് ചെയ്യപ്പെടുന്നതിന് പകരം നമ്മൾ കേരളത്തിൽ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സോളാറിലേക്ക് വരുമ്പോൾ മന്ത്ലി ആണ് അത് അക്കൗണ്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇതൊരു അക്കൗണ്ടിങ്ങിന്റെ പ്രശ്നമാണ്. ഞാനത് നിങ്ങൾ ഇത് കൺസെപ്ച്വലി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇലക്ട്രിസിറ്റി അക്കൗണ്ട് ചെയ്യപ്പെടുന്നത് 15 മിനിറ്റിലാണ് ട്രാൻസാക്ഷൻ മുഴുവൻ. അതുപോലെ തന്നെ അതേസമയം കൺസ്യൂമറിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഇത് അക്കൗണ്ട് ചെയ്യപ്പെടുന്നത് എന്താ വേണ്ടിയിലാണ്, ഒരു മന്തിലാണ്. അപ്പൊ മന്തില് നിങ്ങൾ ഉപയോഗിച്ച ഇലക്ട്രിസിറ്റി എത്രയാണെന്ന് നോക്കിക്കൊണ്ട് അടുത്ത കൺസ്യൂമറിലേക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലല്ല സാറിന് അതിൽ പിയർ ടു പിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ പറ്റിയാണെന്ന് ചോദിച്ചാൽ പറ്റും, പക്ഷെ നിലവിൽ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. കൺസെപ്റ്റ്സിൽ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പിയർ ടു പിയർ ഉദ്ദേശിക്കുന്നത് റിയൽ ടൈം ആണ്. നമ്മളിപ്പം കൺസ്യൂമർ ടു കൺസ്യൂമർ റീഡിംഗ് ഉദ്ദേശിക്കുന്ന മന്ത്ലി ടൈം വെച്ചോണ്ടാണ്, മന്ത് ടൈം വെച്ചോണ്ടാണ്. അപ്പൊ ആ മന്തിനകത്ത് നിങ്ങൾക്ക് കൂടെ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി അപ്പുറത്തെ കൺസ്യൂമറിലേക്ക് ആ സെയിം മന്തിലേക്ക് അക്കൗണ്ട് ചെയ്യാം. അതേസമയം അങ്ങനെയോട് ഉപയോഗിക്കുന്നതിനാണ് നമ്മളിവിടെ നമ്മുടെ ഈ പറഞ്ഞ നെറ്റ് മീറ്ററിങ്ങിനെ വീലിംഗ് പറയുന്നത്. പക്ഷേ പിയർ ടു പിയർ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന സാധനം ഇന്ത്യയിൽ ഇപ്പം നടപ്പാക്കുന്നത് 15 മിനിറ്റ്സ് ടൈം ബ്ലോക്കിൽ അക്കൗണ്ട് ചെയ്തോണ്ടാണ്. മനസ്സിലാകുന്ന വിചാരിക്കുന്നു, ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലാകുന്ന വിചാരിക്കുന്നു. കൺസ്യൂമറുടെ അക്കൗണ്ട് ചെയ്യുന്ന മന്ത് ടൈമിനകത്താണ്, മന്ത് ടൈമാണ്. നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിന്റെ ഡിഫറൻസ് ഉണ്ട് അവിടെ. മന്ത് ടൈമിൽ അക്കൗണ്ട് ചെയ്തുകൊണ്ടാണ് കൺസ്യൂമറുടെ കേസിൽ നമ്മളിപ്പം ചെയ്യുന്നത്. പക്ഷെ പിയർ ടു പിയർ വരുമ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി 15 മിനിറ്റിൽ അക്കൗണ്ട് ചെയ്യപ്പെടുക. എന്നിട്ട് അത് അടുത്തേക്ക് പോവാം. ഓക്കെ സാർ, അത് ഒരു ക്ലാരിഫിക്കേഷൻ കൂടി. അത് കഴിഞ്ഞിട്ട് പിയർ ടു പിയർ, ഓക്കെ സാർ, അത് പിയർ ടു പിയർ നമ്മളിപ്പം ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ സോളാറിന്റെ പ്രൊസ്യൂമറുടെ ഇത് വരുമ്പോൾ നമ്മൾ വരുന്നത് നമ്മുടെ ബാലൻസിൽ ഉള്ള എനർജി യൂണിറ്റ്സ് ബാലൻസ് ഉണ്ട്.
ആ ബാലൻസ് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആ പ്രോസസ്സിന് നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ് പ്രോസസ്സാണ് അത്. അണ്ടർ ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ വീലിംഗ് അല്ലേ? അങ്ങനെ അതല്ലേ അതിന്റെ? അല്ലല്ല, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ശരിക്കും നിങ്ങൾ വീലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ആ കൊടുക്കുന്ന പ്രോസസ്സിനാണ് വീലിംഗ് എന്ന് പറയുന്നത്. പക്ഷെ മറ്റുള്ളവർക്ക് അക്കൗണ്ട് ചെയ്യുന്നത് എങ്ങനെ കൊടുക്കേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കുന്നത് നമ്മൾക്ക് അതിനുള്ള നിയമം അനുസരിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് വേറെ ആൾ കൊടുക്കാൻ ഇപ്പൊ നിയമം ഉണ്ടെങ്കിൽ കൊടുക്കാം. പിന്നെ ഇതിന് മൊത്തം ഇത് വീലിംഗ് എന്ന് തന്നെയാണ് ഈ സംഭവം പറയുന്നത്. ഇനി വീലിംഗ് എന്ന് പറയുന്നത് നമുക്കിപ്പോ കേരളത്തിലുള്ള വീലിംഗിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിലുള്ള കണക്ഷനിലേക്ക് മാത്രമേ വീൽ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ കേരളത്തില് ഇവിടെ വരുന്ന വീലിംഗിനകത്ത് നിങ്ങൾ എടുക്കുന്ന സമയം സ്വന്തം അക്കൗണ്ടിലായതുകൊണ്ട്, കൺസ്യൂമർ അക്കൗണ്ടിലായതുകൊണ്ട് 1 മാസത്തെ സമയം എടുക്കുന്നത്. അതാണ് കറക്റ്റ്. 1 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ആൾക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. സ്വന്തം വേറെ കൺസ്യൂമറിലേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ആ പഴയ അക്കൗണ്ടിൽ തന്നെ കിടക്കുള്ളൂ. നിങ്ങൾ എവിടെയാണോ ജനറേറ്റ് ചെയ്യുന്നത് അതേ അക്കൗണ്ടിൽ തന്നെ കിടക്കും. വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. 1 മാസം കഴിഞ്ഞാൽ നിങ്ങൾ ബാലൻസ് ഉള്ള ഇലക്ട്രിസിറ്റി മറ്റേതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആയോ? ഓക്കെ, അത് ക്ലിയർ. അപ്പം നമ്മളിപ്പം അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എനർജി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ല എന്ന് പറയുന്നത് അല്ലേ? അതെ. ബേസിക്കലി ക്യാപ്റ്റീവ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഇത് ക്യാപ്റ്റീവ് ജനറേഷനാണ്. നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിനാണ്. നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടത് ജനറേറ്റ് ചെയ്യുക, വീട്ടിൽ നിന്ന് എടുക്കാതെ തിരിച്ചു കൊടുക്കുക. അതാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ ഒരു ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ ബിസിനസ് രീതിയിൽ ഇപ്പൊ ഇതുവരെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്ലാനും അങ്ങനെയല്ല, കേരളത്തിന്റെ കമ്മീഷന്റെ പ്ലാനും അങ്ങനെ. അതില് ഈ പിയർ ടു പിയർ എന്ന് പറയുന്നത് സാറേ, ഇപ്പൊ 2 കൺസ്യൂമേഴ്സ് തമ്മിൽ ഒരു എഗ്രിമെന്റിൽ വന്ന ലൈസൻസിയൊക്കെ അറിയിച്ചിട്ടായിരിക്കും ആ പ്രൊസീജിയർ നടക്കുന്നത്. അതിന്റെ ഫൈനാൻഷ്യൽ സെറ്റിൽമെന്റ് അവര് ചിലപ്പോൾ മന്ത്ലി ആയിരിക്കും ചെയ്യുന്നത്. അതെ. അങ്ങനെ വരുമ്പം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് റിയൽ ടൈം ആണെങ്കിലും ഈ പിന്നെ ഇതിപ്പോ നമ്മൾ മന്ത്ലി അക്കൗണ്ട് ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ ഇന്നത്തെ വൈദ്യുതി ഇപ്പൊ തന്നെ വിടുകയാണ് ആ കൺസ്യൂമർ എടുക്കുന്നെങ്കിൽ ഇപ്പൊ തന്നെ അത് കറക്റ്റ് ആണ്. ഈ അഡ്വാൻറ്റേജ് അറിയാം നമ്മുടെ ഇതിനകത്തെ പ്രോസസ്സ്. നമ്മൾ നേരത്തെ ഫർദർ നിങ്ങൾ സാങ്കേതികമായിട്ട് അടുത്ത ബ്ലോക്കുകൾ അടുത്ത പാർട്ടുകൾ വരുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാവും. നമുക്ക് റിയൽ ടൈമില് എന്തുകൊണ്ടാണെന്ന് ഈ വേരിയേഷൻസ് ഒക്കെ ബീറ്റ് ചെയ്യാനായിട്ട് KSEB നമ്മുടെ ഈ പറയുന്ന KSEB അല്ലെങ്കിൽ ലൈസൻസിയോ സോളാറിനെ ഒപ്പോസ് ചെയ്യുന്നതിന് കാരണം എന്തോ? ആവശ്യമില്ലാത്തപ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നു, ആവശ്യമുള്ളപ്പം ഇലക്ട്രിസിറ്റി ഇല്ല അല്ലേ? അതുകൊണ്ടാണ് അവർ ഒപ്പോസ് ചെയ്തത്. അല്ലാതെ ആവശ്യമുള്ളപ്പോൾ നമ്മൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആരും ഒപ്പോസ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള സമയത്ത് ഒരു കൺസ്യൂമർ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രിസിറ്റിക്ക് ആവശ്യക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കണ്ടത് കൊടുത്താൽ KSEBക്ക് എന്താ കുഴപ്പം? അപ്പൊ ലൈസൻസിക്ക് അതിനകത്ത് റോളില്ല. മറ്റൊരു ലൈസൻസിയോട് നമ്മൾ വേണമെന്ന് പറയണം, ലൈസൻസിക്ക് വേണ്ടാത്തപ്പോൾ നമ്മൾ എടുത്തിട്ട് വേണം. അപ്പൊ അവര് പൈസ തരത്തില്ല. അതേസമയം നിങ്ങൾക്ക് ബെറ്റർ പൈസക്ക് ഒരാളെ ഡീൽ ചെയ്യാം. നിങ്ങൾ ഫോർ എക്സാമ്പിൾ 10 രൂപ കൊടുക്കുന്ന കൺസ്യൂമറിനെ പോയി കണ്ടുപിടിച്ചിട്ട് ഒരു കൊമേഴ്ഷ്യൽ കൺസ്യൂമറിനെ കണ്ടുപിടിച്ചിട്ട് അദ്ദേഹത്തിന് 10 രൂപയ്ക്ക് വരുന്ന 5 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭമല്ലേ? നിങ്ങൾക്ക് ലാഭം, അവർക്ക് ലാഭം. അപ്പം കുഴപ്പമെന്ന് വെച്ചാൽ ലൈസൻസിക്ക് പൈസ കിട്ടത്തില്ല. പക്ഷെ നിങ്ങൾ ഒരു കൺസ്യൂമറെ കണ്ടുപിടിച്ചു അവർക്ക് കൊടുക്കുന്നു. അവിടെ നടക്കുന്നത് അതാണ് പിയർ ടു പിയർ എന്ന് പറയുന്നത്. പക്ഷെ അന്നേരം ലൈസൻസിക്ക് ആവശ്യകത ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ പ്രശ്നം. അതാണ് ഇപ്പൊ പറഞ്ഞാൽ ലൈസൻസിക്ക് ആവശ്യമില്ലാത്തപ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റി എടുക്കുന്നതിന് പകരം ഒരു സോളാർ പ്രൊഡ്യൂസർ അയാളെ ഉണ്ടാക്കിയിട്ട് അയാളുടെ ആവശ്യകതയുള്ള ഒരാളെ കണ്ടുപിടിച്ച് അയാൾക്ക് കൊടുക്കുന്നു. അപ്പൊ അവിടെ ആർക്കും കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നെ അത് ആ ഇലക്ട്രിസിറ്റി കൊണ്ടു നടക്കുന്നതിന് കൈകാര്യം ചെയ്യുന്നുള്ള പൈസ ലൈസൻസ് കിട്ടും. വീലിംഗ് ചാർജ് വഴി വഴി. ഓക്കെ, താങ്ക് യു സാറേ. മിസ്റ്റർ ടിജോ ഈ നമ്മുടെ ടോപ്പിക്ക് വെച്ച് തന്നെ സംസാരിക്കണേ. ടിജോ ലേറ്റ് ആയിട്ടാ വന്നതായിട്ടാ എനിക്ക് മനസ്സിലാവുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ടിജോ വ്യത്യസ്തമായിട്ടാ സംസാരിച്ചത്. അപ്പോ ടോപ്പിക് ബേസ്ഡ് ആയിട്ട് ചോദിക്കണം കേട്ടോ. ഈ വീലിംഗ് ചാർജിന്റെ കാര്യം തന്നെയാണ് ചോദിക്കുന്നത്. ഞാൻ ജനറേറ്റ് ചെയ്യുന്നത് എന്റെ പേരിൽ വേറൊരു സ്ഥലത്ത് ഉപയോഗിക്കുന്നതിന് അതേ സമയത്ത് തന്നെ ഉപയോഗിക്കണമെന്നുണ്ടോ എന്നുള്ള പിയർ ടു പിയർ പോലെ റിയൽ ടൈം സെറ്റിൽമെന്റ് ആണോ വരുന്നുള്ള സംശയം. മന്ത്ലി സെറ്റിൽമെന്റ് മന്ത്ലി അത് പറഞ്ഞല്ലോ, മന്ത്ലിയാണ്. കൺസ്യൂമർ KSEBയിലെ രീതിയിലെല്ലാം ഇതെല്ലാം അക്കൗണ്ട് ചെയ്യപ്പെടുന്നത് മന്ത്ലിയാണ്. പിയർ ടു പിയറിലേക്ക് വരുമ്പം ഞാനത് പറയുന്നത് ഒരു ഹയർ ലെവൽ ട്രാൻസാക്ഷനിലേക്ക് വരുന്ന റിയൽ ടൈമിലാണ് പോകുന്നത്.
നമ്മൾ ഈ പറയുന്ന പിയർ ടു പിയറും എല്ലാം ഇലക്ട്രിസിറ്റി ട്രാൻസാക്ഷൻ ഒരു ഹയർ ലെവലിൽ, ഞാൻ പറയുമ്പോൾ സ്റ്റേറ്റ് ഇന്റർസ്റ്റേറ്റ് ലെവലെല്ലാം നമ്മൾ ഈ പറയുന്ന ഒരു പവർ എക്സ്ചേഞ്ചിൽ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം അതങ്ങനെ കൊണ്ടുവരാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഇതിന്റെ ഡിമാൻഡും സപ്ലൈയും തമ്മിൽ മീറ്റ് ചെയ്യാം. അതാണല്ലോ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നം. ഡിമാൻഡ് ഷുഡ് ബി ഈക്വൽ ടു സപ്ലൈ. അപ്പൊ അത് മീറ്റ് ചെയ്യാത്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും ഇപ്പൊ ഈയിടെയായിട്ട് ഞാനിത് പറയാൻ കാരണം ഈയിടെയായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു ഇഷ്യൂ ഉണ്ടാക്കണം. 50 കൂടുതൽ ഫ്രീക്വൻസി കയറുന്ന സന്ദർഭങ്ങൾ 3-4 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഒത്തിരി ഇഷ്യൂസ് ഉണ്ട് ഇപ്പൊ ഗ്രിഡിനകത്ത്. അതിനെ സംബന്ധിച്ച് NLDC ഇപ്പൊ ഈയിടെയൊക്കെ NLDC പൊസൊക്കെ ഉള്ള ഇന്ത്യ ഗ്രിഡ് ഇപ്പൊ അതിനെക്കുറിച്ച് ഒരു പേപ്പറൊക്കെ ഇറക്കിയിട്ടുണ്ട്, ഒരു റെഗുലേഷൻ അതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ കാരണം എന്ന് വെച്ചാൽ ഡിമാൻഡിനേക്കാളും കൂടുതൽ സപ്ലൈ വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ പറഞ്ഞ പിയർ ടു പിയർ എല്ലാം റിയൽ ടൈമിലേക്ക് ഹാൻഡിൽ ചെയ്യപ്പെടുന്നത്. പക്ഷെ ഇപ്പൊ കൺസ്യൂമറുടെ രീതിയിൽ ഇപ്പോഴത്തെ രീതിയിൽ നമ്മുടെ കൺസ്യൂമർ ഹാൻഡിൽ ചെയ്യപ്പെടുന്നത് മന്ത്ലി എവിനിങ്. ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. ഇതിനകത്ത് ഇപ്പൊ KSEBക്ക് അറിയാമല്ലോ, നമുക്കറിയാവുന്ന ജനറേഷൻ ഉണ്ട്. KSEBക്ക് അങ്ങനെ അറിയുന്നത് നിങ്ങളുടെ ജനറേഷൻ എത്രയാന്ന് റിയൽ ടൈമില് അറിയാം? അവർ റീഡിംഗ് എടുക്കാൻ വരുമ്പോഴേ അറിയുള്ളൂ, അല്ലാതെ അവരങ്ങനെ അറിയാം. അവിടെ സ്മാർട്ട് മീറ്റർ വെച്ചിട്ടില്ല, അവരങ്ങനെ അറിയാം. അല്ല, അവർക്ക് പ്രശ്നം ഡിമാൻഡും സപ്ലൈയും തമ്മിലും അവർക്ക് സോളാർ കൂടി കഴിഞ്ഞപ്പോഴും സ്മാർട്ട് മീറ്റർ വെച്ചില്ലെങ്കിൽ സോളാറിന്റെ റിയൽ ടൈം പ്രൊഡക്ഷൻ അറിയാനായിട്ട് ഒരു മാർഗവും ഇല്ല. സ്മാർട്ട് മീറ്റർ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ പറ്റുമോ അന്നേരം? അല്ലല്ല, അതനുസരിച്ച് അവർക്ക് പ്ലാൻ ചെയ്യാം. നമുക്ക് ഇന്നത്തെ നമുക്ക് ഇപ്പോഴത്തെ കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ സോളാറിന്റെ പ്രൊഡക്ഷൻ റിയൽ ടൈം പ്രൊഡക്ഷൻ എത്ര ശതമാനം എത്ര മണിക്കൂർ എപ്പോഴും ഇഞ്ചക്ട് ചെയ്യുന്നു എന്നുള്ളതിന് വല്ല കണക്കുണ്ടോ? ഒരു മാസാവസാനം അറിയുമ്പോൾ അവർക്ക് റീഡിങ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ദിവസം രാവിലെ എത്ര ഇഞ്ചക്ട് ചെയ്യുന്നു, 9 മണിക്ക്, 6 മണിക്ക്, 7 മണിക്ക്, 8 മണിക്ക്, 9 മണിക്ക്, 10 മണിക്ക് തൊട്ട് വൈകുന്നേരം 6 മണി വരെയുള്ള സമയത്ത് എത്ര മെഗാവാട്ട് സോളാർ ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നുണ്ട്, എത്ര ഡ്രോ ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതിന് യാതൊരു കണക്കുമില്ല. അതില്ലാത്തതുകൊണ്ട് അവർക്ക് എത്ര സമയത്ത് ലോഡും ബാലൻസ് ഈ ലോഡും ജനറേഷൻ തമ്മിൽ ബാലൻസ് ചെയ്യപ്പെടണം. അപ്പം ഇത് തമ്മിൽ ബാലൻസ് ചെയ്യുന്നതിന് കൃത്യമായ ഡേറ്റ ഇല്ല. അത് വലിയൊരു പ്രശ്നമാണത്. അപ്പൊ ഇപ്പം കേരളം എങ്ങനെയാ മാനേജ് ചെയ്യുന്നത് വെച്ചാൽ, കേരളത്തിൽ ഹൈഡ്രോ ജനറേഷൻ ആയതുകൊണ്ട് മാത്രമാണ് മാനേജ് ചെയ്യുന്നത്. ഹൈഡ്രോ ജനറേഷൻ അവർക്ക് ഈസി ആയിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. മൂലപ്പെട്ട പോലുള്ള സ്റ്റേഷനുകളിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാതെ കൊണ്ട് ഇതിനെ കോമ്പൻസേറ്റ് ചെയ്തിട്ട് പോവാം. പക്ഷെ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം കേരളത്തിലെ മൊത്തം സോളാർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് 1300 മെഗാവാട്ടാണ്. 1300 ജനറേഷൻ വരുമ്പോൾ ഏകദേശം 500-600 മെഗാവാട്ടേ വരുള്ളൂ ശരാശരി ഒരു ഉച്ചയ്ക്ക് പോലും. നമ്മളതിന്റെ പീക്കിൽ പറഞ്ഞാൽ ഒരു 700-600-700 മെഗാവാട്ട് വരുമായിരിക്കും. അതിന്റെ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ ഈ വേരിയേഷൻ നമുക്ക് ഒരു 10,000-3000 മെഗാവാട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഹൈഡ്രോ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇത് കയോസാവും, യാതൊരു സംശയമില്ല. ഇപ്പം നമുക്ക് ഹൈഡ്രോ കൊണ്ട് മാനേജ് ചെയ്യപ്പെടാവുന്ന വേരിയേഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കയോസ് ആവാത്തത്. ഹൈഡ്രോ കൊണ്ട് മാനേജ് ചെയ്യപ്പെടുന്നതിന് ബിയോണ്ട് പോയി കഴിഞ്ഞാൽ കയോസ് ആവും കേരളം. അന്നേരം സ്മാർട്ട് മീറ്റർ ഇല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല. ഇത് സ്മാർട്ട് മീറ്റർ ആണെങ്കിൽ ഈ പ്രൊഡക്ഷൻ കൺട്രോൾഡ് ആവും, ഡിമാൻഡിനനുസരിച്ച് കൺട്രോൾഡ് ആവും, അങ്ങനെയല്ലേ സാറേ? അത് തന്നെ. അല്ല, ഡിമാൻഡ് നമുക്ക് ഇന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓരോ സമയത്തും കൃത്യമായിട്ട് എത്ര വരുമെന്ന് അറിയാം. അപ്പൊ അതനുസരിച്ച് നാളെ അത്രയും പ്രൊക്യൂർ ചെയ്താൽ മതി. ആവശ്യമില്ലെങ്കിൽ പ്രൊക്യൂർ ചെയ്യണ്ട. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേണ്ടെന്ന് പറയാം, നേരത്തെ തന്നെ വേണ്ടത് നാളെ ഇത്രയും മതി, ഇത്രയും വേണ്ട. അപ്പൊ നാളെ അവർ ഡെലിവറി ചെയ്യാണ്. കൺട്രോൾ ചെയ്യാന്നാണ് പറഞ്ഞത്. ഹൈഡ്രോയുടെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണ് റിയൽ ടൈമിൽ നമുക്ക് നേരിട്ട് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പൊ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ഹൈഡ്രോ കൊണ്ട് മാനേജ് ചെയ്യപ്പെടുന്നതിനേക്കാളും കൂടുതൽ സോളാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അറിയില്ലെങ്കിൽ വലിയ പ്രശ്നമാവും. എന്നുവെച്ചാൽ നേരത്തെ പറഞ്ഞാലേ ഉള്ളൂ നമുക്ക് ഒരു സെൻട്രൽ ജനറേറ്റിംഗ് സ്റ്റേഷനിലോ ഒരു മറ്റൊരു ജനറേറ്റിംഗ് സ്റ്റേഷനിലോ നമുക്ക് അവരോട് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയേണ്ടി വരും. നമുക്ക് സപ്ലൈ വേണ്ട, നമുക്ക് വൈകുന്നേരം 12 മണി തൊട്ട് 1 മണി വരെ നിങ്ങളുടെ മുഴുവൻ ലോഡും വേണ്ട, നമുക്ക് അതൊരു 50% അല്ലെങ്കിൽ 300 മെഗാവാട്ട് തരുന്നവന് 250 മെഗാവാട്ട് തന്നാൽ മതി, 50 മെഗാവാട്ട് നമുക്ക് കുറച്ച് തന്നാൽ മതി എന്ന് പറയണം. അങ്ങനെ പറഞ്ഞില്ലെങ്കിലുള്ള കുഴപ്പമില്ല വെച്ചാൽ അവരിങ്ങനെ സപ്ലൈ ചെയ്യും. അവർക്ക് വേറെ അറിയില്ല. അവരോട് പറഞ്ഞിരിക്കുന്ന നമുക്ക് AVT താരിഫ്, അവൈലബിലിറ്റി ബേസ്ഡ് താരിഫ് എന്നാണ് പറയുന്നത്. നമ്മൾ ജനറേറ്റ് ചെയ്താലും ജനറേറ്റ് ചെയ്തതിന് പൈസ കൊടുക്കണം. അപ്പം അവരോട് പറഞ്ഞിരിക്കുന്ന അവർ അവൈലബിൾ ആണെന്ന് പറയും. അവർ കോൺട്രാക്ട് വെച്ചിരിക്കുക 300 മെഗാവാട്ട് കോൺട്രാക്ട് വെച്ച് ജനറേറ്റ് ആണെന്ന് വിചാരിക്കും. ആ 300 മെഗാവാട്ട് അവർ അവൈലബിൾ ആണെന്ന് പറയും.
അപ്പൊ അവൈലബിൾ ആണെന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വേണമെന്ന്, നമ്മൾ 300 വേണമെന്ന് പറഞ്ഞാൽ 300 അവർ ജനറേറ്റ് ചെയ്ത് വീട്ടിലേക്ക് സപ്ലൈ ചെയ്തോണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ എടുക്കില്ല, ഇത് പ്രശ്നം ഉണ്ടാകുന്നല്ലോ. അപ്പം നമ്മൾ എടുക്കാതിരിക്കുന്ന പറഞ്ഞാൽ അണ്ടർ ഡ്രോവലാണ്. അണ്ടർ ഡ്രോവല് സീരിയസ് ഇഷ്യൂ ആണ്. അണ്ടർ ഡ്രോവൽ ഉണ്ടാകുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ ഫ്രീക്വൻസി കൂടും. 50 കഴിഞ്ഞിട്ട് അതാ ഞാൻ പറയും. ഇപ്പം NLDC അങ്ങനെ ഒരു പേപ്പർ ഇപ്പൊ ഇറക്കിയിട്ടുണ്ട്, ഞങ്ങളുടെ ഹൈ ഫ്രീക്വൻസി വരുന്ന പ്രശ്നം. അപ്പൊ അണ്ടർ ഡ്രോവൽ എടുക്കാൻ പറ്റില്ല. നമ്മളോട് 5000 മെഗാവാട്ട് നമ്മളോട് എടുക്കാൻ പറഞ്ഞാൽ 5000 മെഗാവാട്ട് നമ്മൾ എടുത്തിരിക്കണം. നമ്മൾ അന്നേരം 4500 മെഗാവാട്ട് എടുക്കുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഫ്രീക്വൻസി കൂടും. ഫ്രീക്വൻസി കൂടി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ അത് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. ചുരുക്കത്തിൽ സ്മാർട്ട് മീറ്റർ വന്നില്ലെങ്കിൽ മൊത്തം പ്രശ്നങ്ങളാണ്. പ്രശ്നമാണല്ലോ, അതല്ലേ പറഞ്ഞ ഇത് കുളമാക്കുന്നു. സാറേ ഒരു ഇതും കൂടി സാറ് പറഞ്ഞു വന്നത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പം ഈ 4 മണി ആകുമ്പോഴേക്ക് നമ്മുടെ സോളാർ പോകുമ്പോഴേക്ക് 500 മെഗാവാട്ടിന്റെ ലോഡ് ത്രോ ഓഫ് വരുന്നുണ്ട് നമ്മുടെ KSEB സിസ്റ്റത്തില്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ 500 അല്ല, ശരിക്കും പറഞ്ഞാല് സോളാറിന്റെ ഗ്രാജുവൽ ആയിട്ടല്ല കുറയുന്നത്, പെട്ടെന്ന് കുറയുമല്ല. പക്ഷെ പീക്ക് പെട്ടെന്ന് കൂടും. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, വൈകുന്നേരം 6 തൊട്ട് 6:30 വരെ ആകുമ്പോൾ മിനിമം ഒരു 1500-2000 മെഗാവാട്ടാണ് വ്യത്യാസം വരും. അതും ആ പീക്ക് ലോഡ് മീറ്റ് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് ഹൈഡ്രോ ആയതുകൊണ്ട് മാറ്റണം. അത്രയും വലിയ ചേഞ്ച്, ജമ്പ് വരുന്നുണ്ട്. പേഴ്സണേജ് നോക്കി കഴിഞ്ഞാൽ വലിയൊരു ജമ്പാണ്. ഒരു 1000-1500 മെഗാവാട്ടിന്റെ ജമ്പ് ആദ്യത്തെ നമ്മുടെ പേഴ്സണേജ് നോക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു 3000 മെഗാവാട്ട് 4500 മെഗാവാട്ടിനകത്ത് ഒരു 1000 തൊട്ട് 1500 മെഗാവാട്ടിന്റെ ജമ്പ് ഒരു അരമണിക്കൂർ കൊണ്ട് വരും. നമുക്കറിയാം, ഞാൻ ലോഡ് ഡിസ്പാച്ച് ചെയ്യുന്ന സമയത്തൊക്കെ മൂലമറ്റത്തെ മെഷീന് 2 മിനിറ്റ് 3 മിനിറ്റ് താമസിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ പ്രശ്നമായിട്ട് ലോഡ് നമുക്ക് ഓഫീലോട്ട് അവർ പറയുന്ന അതുപോലെ കൃത്യമായിട്ട് 6:15-ന് 6:18-15 പറയുന്ന മെഷീന് 6:20 കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതിനുള്ളിൽ ഈ സാധനം കൂടുതലും വരാൻ പറ്റില്ല, കൂടുതലും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മളിത് മാനേജ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കൃത്യമായിട്ട് ലോഡ് ജനറേഷൻ മാനേജ് ചെയ്ത് പോകണം. യെസ്. മറ്റുള്ള സ്റ്റേറ്റുകള് തെർമൽ പവർ പ്ലാന്റ് ബേസ്ഡ് സ്റ്റേഷനുകള് അവരുടെ റിയാക്ഷൻ ടൈം അതാണ് തമിഴ്നാട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അവർക്ക് വന്നപ്പോൾ. തമിഴ്നാട് അതുകൊണ്ടാണ് കാദംബരി നമ്മളെ കേൾക്കുന്ന ഈ പമ്പ്ഡ് സ്റ്റോറേജ് സിസ്റ്റം എന്ന് പറയുന്നത്, അവർക്ക് കാദംബരി എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ ആദ്യത്തെ പമ്പ്ഡ് സ്റ്റോറേജ് സ്റ്റേഷൻ കാദംബരി. എന്തുകൊണ്ടാണ്? അവർക്ക് ഹൈഡ്രോ കുറവായതുകൊണ്ട് അവർ ഈ സമയത്ത് പമ്പിടും, ലോഡ് കുറയ്ക്കാൻ, ലോഡ് പിടിക്കാൻ. മാത്രമല്ല അവർക്ക് ഒത്തിരി പമ്പിടും. അതുകൊണ്ട് തന്നെ അവർ ഈ മാത്രമല്ല സൗത്തില് KSEBയും കേരളത്തിന്റെയും കർണാടകയുടെയും ഹൈഡ്രോയാണ് സദേൺ ഗ്രിഡിനെ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. ഹൈഡ്രോയാണ് ആ സമയത്ത് മാനേജ് ചെയ്തത്. അതെ, ഹൈഡ്രോ മാത്രമാണ്. ഈ പറയുന്ന രീതിയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് സോളാർ. ഇതുകൊണ്ട് ഈ പറയുന്ന അവരുടെ വേരിയേഷൻ, അവർക്ക് 10000 മെഗാവാട്ടിലധികം വിൻഡിന്റെ വേരിയേഷനും എല്ലാം കൂടി ആയിട്ട് ഭയങ്കര കുറവായിരുന്നു. നിയർലി സദേൺ ഗ്രിഡിന്റെ പല പ്രാവശ്യം ഗ്രിഡ് ക്രോപ്സിലേക്ക് പോയിട്ടുണ്ട്. അവരുടെ തമിഴ്നാടിന്റെ പ്രശ്നം കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ തെലങ്കാന അവര് ഈയിടയ്ക്ക് വലിയൊരു പമ്പ് സ്റ്റോറേജ് സിസ്റ്റം കൊണ്ടുവന്നത് അതുകൊണ്ടാണ്. കേരളം പമ്പ് സ്റ്റോറേജ് സിസ്റ്റം ഇല്ലാതെ മാനേജ് ചെയ്യപ്പെടുന്ന ഹൈഡ്രോ ഇത്രയുള്ളതുകൊണ്ടാണ്. അപ്പൊ ഈ സ്മാർട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്മാർട്ട് മീറ്ററിന് വേണ്ടിയുള്ള ഡ്രൈവ് അല്ലെങ്കിൽ ടെക്നോളജി ഡ്രിവൺ പവർ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയുള്ള ഒരു ഡ്രൈവ് എന്ന് പറയുന്നത്, അതില്ലാതെ ഈ ഇലക്ട്രിസിറ്റി ബോർഡിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സ്ട്രോങ് പോയിന്റ് ആണത്. അതറിയാവുന്നതുകൊണ്ടാണ് നമ്മളെക്കാളും കൂടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇത്രയും പൈസയും കൊടുത്ത് ലക്ഷക്കണക്കിന് കോടി രൂപ സബ്സിഡിയും കൊടുത്ത് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. ഇത് നടക്കാത്തതുകൊണ്ടാണ്. എന്നിട്ട് പോലും ഇവിടെ ചെയ്യണമെങ്കിൽ പിന്നെ നമ്മളെന്താ ചെയ്യും? പക്ഷെ അത് ഈ ടെക്നോളജി അറിയുന്ന ഒരു സെക്ഷൻ ഓഫ് ആൾക്കാർക്ക് മാത്രമാണ് അതിന്റെ ഒരു അത് താഴേക്ക് എത്രമാത്രം എത്തിയിട്ടുണ്ട് എന്നുള്ളത്. ടെക്നോളജി അറിയുന്നത് ഞാൻ പറഞ്ഞു, അതിനകത്ത് ഈ പോസ്റ്റ് ഇരിക്കുന്നതെങ്കിലും അറിയട്ടെ. KSEBിലെ എഞ്ചിനീയറിംഗ് അതിനെ കുറിച്ച് നേരത്തെ പേപ്പർ ഇറക്കിയിട്ടുണ്ടല്ലോ, അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് നമ്മുടെ രാഷ്ട്രീയക്കാർക്കത് അവരുടെ യൂണിയനുകൾ ഒപ്പം നിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം. അതുകൊണ്ടല്ലേ നമ്മൾ 10 വർഷം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതുപോലെയാണ് ഇപ്പൊ പൈസ കളക്ഷന് വേണ്ടി ഇതിന് ബന്ധമില്ലാത്ത സാധനമാണ്. ഇപ്പോ മറ്റേ മീറ്റർ റീഡറുടെ കയ്യിൽ തന്നെ നമുക്ക് പൈസ കൊടുക്കാവുന്ന രീതിയിൽ അവരുടെ ആ മെഷീൻ മാറ്റുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെയും അതിന് വലിയ പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ 400 പുതിയ ഇപ്പൊ എല്ലാം ഓൺലൈനിലാക്കി, എന്നിട്ട് 400 കാഷ്യർ വരെ പുതുതായി പോസ്റ്റ് ചെയ്തു. അങ്ങനെ പലതുണ്ട്. ആ സംഭവം പുതിയ കാര്യമായിട്ട് KSEB ഇവിടെ നടപ്പാക്കാൻ ശ്രമിച്ച ആ ഒരു കാര്യം വർഷങ്ങൾക്ക് മുമ്പ് 20 വർഷം ഇറക്കിയതാണ്. 20 വർഷം മുമ്പ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ് സാർ, നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തതാണ്. ഞാനതിലുണ്ട്, അതെനിക്കറിയാം.
ഓക്കെ. അത് ഇതെന്നാ വെച്ചാൽ റിയൽ ടൈം ഡാറ്റ ഇല്ലാതെ ഇനി ഈ സാധനം മുന്നോട്ട് പോകില്ല. ഇവരത് ഇപ്പം മെയിൻ ചാനലൊന്നും ചെയ്യാതെ വളരെ വളരെ കുറച്ചായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ അതുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് അടുത്ത് പോയപ്പോ ഇപ്പൊ സബ്സിഡിയും പൈസയും ഒന്നും കൊടുക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മൊത്തം കുളമായി, കടത്തലുമായി. നമ്മൾ കഷ്ടകാലത്തിലാകും. ട്രാൻസ്പോർട്ട് തന്നെ ഇക്കൊല്ലം KSEB മഴ പെയ്തുകൊണ്ട് നല്ല വേൽമഴയുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു സാർ. അല്ല, ഇപ്പൊ തണുപ്പൊക്കെ കുറഞ്ഞു. ഇവിടെയും പറകളൊക്കെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ പീക്ക് ടൈമിൽ കറണ്ട് യൂസേജ് വളരെ കുറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം 10-15 രൂപയ്ക്ക് എന്തല്ലേ നമുക്ക് യൂണിറ്റ് വാങ്ങി തന്നത്. അടുത്ത ദേവദാസൻ സാർ സംസാരിക്കും. ജോർജ് സാറിനോടാണ് ഒരു ചെറിയൊരു സംശയം. അതായത് ഈ കേരളത്തിൽ പിയർ ടു പിയർ ട്രാൻസ്മിഷൻ എന്തുകൊണ്ടാണ് ഇവര് എൻകറേജ് ചെയ്യാത്തതും അതിനെ പറ്റിയിട്ട് ഒരു പോസിറ്റീവായ ഒരു സ്റ്റെപ്പ് എടുക്കാത്തതും? ഇവരുടെ സിസ്റ്റം കൺസ്ട്രെയിൻസ് ആണോ, അതോ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡേഷൻ വേണ്ടത് കൊണ്ടാണോ, അതിന്റെ ഫൈനാൻഷ്യൽ ബർഡൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണോ, അതോ അവര് ഒന്നും വേണ്ട അവിടെ ഇതൊക്കെ മതി എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയത് കൊണ്ടാണോ? സാർ ഒന്ന് ഉത്തരം പറഞ്ഞാൽ നന്നായിരുന്നു. ഇത് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ട കേരള ഗവൺമെന്റ് റെഗുലേറ്ററി കമ്മീഷനാണ്. റെഗുലേറ്ററി കമ്മീഷനോടാണ് പറഞ്ഞിരിക്കുന്നത്. കാണാൻ പറ്റില്ല, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷനോടാണ് പറഞ്ഞിരിക്കുന്നത്. ബേസിക്കലി നമ്മുടെ ഇലക്ട്രിസിറ്റി ആക്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് എടുക്കണമെന്ന്. റെഗുലേറ്ററി കമ്മീഷൻ സ്റ്റെപ്സ് എടുക്കാത്തതിന്റെ കാരണം നമുക്കറിയാലോ. റെഗുലേറ്ററി കമ്മീഷൻ പല കാര്യങ്ങളിലും സ്മാർട്ട് മീറ്റർ വരെ അഗേൻസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. എന്താ നമുക്കറിയാലോ. അതിപ്പം ഇതിനകത്ത് ശരിക്കും പറഞ്ഞാല് സാങ്കേതികത ഇതിന്റെ കൂടത്തിൽ വരേണ്ട ഒരു കാര്യമാണ്. ഈ കാര്യങ്ങൾക്കെല്ലാം നടപ്പാക്കാൻ വേണ്ടുന്ന സ്റ്റെപ്സ് എടുക്കേണ്ടത് ഗവൺമെന്റും റെഗുലേറ്ററി കമ്മീഷനും ഒക്കെയാണ്. ഇപ്പൊ കേരളത്തിലെ ന്യൂ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാനും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനും ഉള്ള ഇത് ഭയങ്കര കുറവാണ്. സാഹചര്യങ്ങൾ ഭയങ്കര കുറവാണ്. നിരുത്സാഹപ്പെടുത്തുക അത് തന്നെയാണ് കാരണം. അതിനകത്ത് നമുക്കറിയാം ഈ പിയർ ടു പിയർ വരണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആദ്യമായിട്ട് വേണ്ട സാധനം സ്മാർട്ട് മീറ്റർ നല്ല രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വേണ്ടുന്ന കാര്യങ്ങൾ അതിന് പറ്റുന്ന റെഗുലേഷൻസും ഇത് കാര്യങ്ങളും ഉണ്ടാക്കണം. റെഗുലേറ്ററി കമ്മീഷൻ ഉണ്ടാക്കണം. റെഗുലേറ്ററി കമ്മീഷൻ കേരള റെഗുലേറ്ററി കമ്മീഷൻ വളരെ കുറച്ച് റെഗുലേഷൻ ഉണ്ടാക്കുന്നുണ്ട്. കാരണം നമുക്കറിയാലോ ആ പാടെ അവർ ചെയ്യുന്നത് ARR ERC ഈവൻ ഒരു നമുക്ക് കേരള നമ്മുടെ ഗ്രിഡ് കോഡ് എന്ന് പറയുന്ന IGC ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ഗ്രിഡ് കോഡ് ഉണ്ട്. അത് 2010 തുടങ്ങിയിട്ട് 2023 അത് റീപ്ലേസ് ചെയ്ത് പുതിയത് വന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 2005 കേരള ഗ്രിഡ് കോഡ് എന്ന് പറഞ്ഞ ഒരെണ്ണം ഉണ്ടാക്കിയ ശേഷം ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതിനുശേഷം അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും കേരളത്തിന്റെ ഗ്രിഡ് കോഡ് ഉണ്ടാക്കിയിട്ടില്ല. ഈ ഇതുമായിട്ട് സംബന്ധിച്ച ഡീവിയേഷൻ സെറ്റിൽമെന്റ് മെക്കാനിസം, ഈ സോളാറിനും റിന്യൂവബിൾ എനർജിക്കും ഒക്കെ വേണ്ടുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള റെഗുലേഷൻ ആണ് ഡീവിയേഷൻ സെറ്റിൽമെന്റ്. അതായത് ഇതിന്റെ വേരിയേഷനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്ലക്ച്വേഷനും വേരിയേഷനും മീറ്റ് ചെയ്യാൻ. ആ ഡീവിയേഷൻ സെറ്റിൽമെന്റ് മെക്കാനിസം എന്ന് പറഞ്ഞ റെഗുലേഷൻ ഇല്ലാത്ത ഒരേ ഒരു സ്റ്റേറ്റ് വേണമെങ്കിൽ കേരളമായിരിക്കും. അതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ റെഗുലേറ്ററി കമ്മീഷൻ ചെയ്യാനുള്ളതുണ്ട്. റെഗുലേറ്ററി കമ്മീഷൻ ഒന്നും ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ. ഇതുവരെ നമ്മളുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ട്രാൻസ്മിഷന്റെ അപ്രൂവ് ചെയ്തോ? ഇതല്ലോ. അന്ന് 3 കൊടുത്തിട്ട് ട്രാൻസ്മിഷന്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് തുടങ്ങേണ്ടതാണ്. അത് തീരുമ്പോ തീരാറായി, 5 വർഷം കഴിയാറായില്ലേ. ഇതുവരെ അത് അപ്രൂവ് ചെയ്തിട്ട് പോലുമില്ല. നമുക്ക് അറിയാം പ്രശ്നമൊക്കെയാണ്. ജനറേഷന്റെ എടുത്തു കഴിഞ്ഞിട്ട് അപ്രൂവ് ചെയ്ത് വന്നു. ഡിസ്ട്രിബ്യൂഷന്റെ അപ്രൂവ് ചെയ്തത് ഡിസ്ട്രിബ്യൂഷന്റെ ജനറേഷൻ ആണെന്ന് തോന്നുന്നു ഇപ്പൊ അപ്രൂവ് ചെയ്ത് പറഞ്ഞു. ഇടയ്ക്ക് ഓർഡർ വന്നത് ട്രാൻസ്മിഷൻ ഇതുവരെ അപ്രൂവ് ചെയ്തു. അപ്പം ഇത് ഇവിടെ ഇങ്ങനെയൊക്കെ മതി നടന്നുകൊണ്ടായിരിക്കും. അറിയില്ല സാറേ. അപ്പോ നമുക്ക് ചോദ്യങ്ങളുടെ അവസാനമായിട്ട് ദേവദാസൻ സാറ് കഴിഞ്ഞില്ലേ? ഇനിയുണ്ടോ ചോദ്യം? കഴിഞ്ഞു. ഏറ്റവും ലാസ്റ്റായിട്ട് ചെറിയാൻ സാറ് ചോദ്യം ചോദിക്കും. അത് കഴിഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ചെറിയാൻ സാറേ. ഓക്കെ, ഫസ്റ്റ് ജോർജ് സാറിന് ഒരു ബിഗ് താങ്ക്സ്. നല്ല ക്ലാസ് ആയിരുന്നു. അപ്പൊ ഞാൻ ഇത് കേട്ടപ്പോൾ ഒരു സംശയം തോന്നിയത്, ഈ പിയർ ടു പിയർ എന്ന് പറഞ്ഞത് ഇപ്പൊ അത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു പ്രൊസ്യൂമർ ബാക്കിയുള്ള യൂണിറ്റ്സ് വേറൊരു ബയറെ കണ്ടുപിടിച്ചിട്ട് കൊടുക്കുക എന്നുള്ളതാണല്ലോ. പക്ഷെ ഒരു വലിയൊരു പ്ലാന്റ് ഉള്ള ഒരു 50 കിലോവാട്ടിന്റെ ഒരു പ്ലാന്റ് ഉള്ള ഒരാള് കേരളത്തിൽ വേറെ സ്ഥലത്ത് ഒരു ബയറെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ അങ്ങനെ ഓപ്പൺ ആക്സസ് ഇന്ത്യൻ ഓപ്പൺ ആക്സസ് ഇപ്പൊ തന്നെ പറ്റും. എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ ഈ സോളാറിനെ സംബന്ധിച്ചാണ് പിയർ ചെറിയ ഇതിനാണ്. വലിയതിന് ഈസി ആയിട്ട് ഇപ്പോഴും പറ്റാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇന്ത്യയുടെ ഓപ്പൺ ആക്സസ് നിങ്ങൾ തമ്മിൽ എഗ്രിമെന്റ് വെച്ചാൽ മാത്രം മതി.
ഇപ്പൊ അങ്ങനെയുള്ള പ്ലാന്റ് ഉള്ളവര് ഡയറക്റ്റ് സെയിൽ നടക്കാണോ അതോ KSEB കൊടുക്കുകയാണോ ചെയ്യുന്നത്? KSEB കൊടുക്കണമെങ്കിൽ KSEB കൊടുക്കണമെങ്കിൽ KSEB ആയിട്ട് പവർ പർച്ചേസ് അഗ്രിമെന്റ് നടത്തണം. പവർ പർച്ചേസ് അഗ്രിമെന്റ് നടത്താൻ KSEB കൊടുക്കാൻ പറ്റില്ല. അതേസമയം നിങ്ങൾക്ക് ഒരു 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 മെഗാവാട്ട് കണക്ക് ഉണ്ടാക്കുന്ന ഒരാളുണ്ടെന്ന് വെച്ചാൽ 30 മെഗാവാട്ട് ഉണ്ടാക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന് കേരളത്തിന് അകത്തോ കേരളത്തിന് പുറത്തോ ഉള്ള ഒരാളെ കണ്ടുപിടിച്ചാൽ അവർക്കുമായിട്ട് എഗ്രിമെന്റ് വെച്ചിട്ട് ആ എഗ്രിമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഓപ്പൺ ആക്സസ് പറയുന്നത് ഇൻട്രാസ്റ്റേറ്റ് ഓപ്പൺ ആക്സസ്, ഇന്റർസ്റ്റേറ്റ് ഓപ്പൺ ആക്സസ്. ഇന്ട്രാസ്റ്റേറ്റ് ഓപ്പൺ ആക്സസ് വഴി നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. നമ്മൾക്ക് അങ്ങനെ കൊടുക്കുക എന്നുള്ളത് ഒന്ന്. പിന്നെ നിങ്ങൾക്ക് സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കാം. അതിനാണ് നമ്മൾ ഇവരെല്ലാം ഇവൻ മനോരമ പോലും, മനോരമയോ ഇവൻ ലുലു ഇപ്പൊ അതല്ലേ ചെയ്തത്. ലുലു പോലും ക്യാപ്റ്റീവ് ജനറേഷൻ ആണ് പറയുന്നത്. സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഇന്ത്യയിൽ എവിടെ ഉണ്ടാക്കിയിട്ട് സ്വന്തം സ്ഥലത്തേക്ക് ഡീൽ ചെയ്തുകൊണ്ട് വരിക, അല്ലെങ്കിൽ ഓപ്പൺ ആക്സസ് വഴി കൊണ്ടുപോയി വരിക. ഡീൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലൂടെയാണ് ഡീൽ ചെയ്യാന്ന് പറയുന്നത്. ട്രാൻസ്മിഷൻ നെറ്റ്വർക്കിലൂടെയാണ് ഓപ്പൺ ആക്സസ് കൊണ്ടുവരിക. അത് സ്വന്തം ആവശ്യത്തിന് കൊണ്ടുപോകാന്നുള്ളത് വളരെ റൈറ്റ് ആണ്. അത് തന്നേ പറ്റും. അതുപോലെ തന്നെ സെയിം ആണ് നിങ്ങൾക്ക് ഒരാൾക്ക് നിങ്ങളൊരു ജനറേറ്റിംഗ് സ്റ്റേഷൻ, അത് സോളാർ ആയിരിക്കണമെന്നില്ല, ഏത് ജനറേറ്റിംഗ് സ്റ്റേഷനും ജനറേഷൻ ഈസ് ഡി ലൈസൻസ്ഡ് ആണ്. അപ്പൊ എനിബഡി ക്യാൻ സ്റ്റാർട്ട് ആ ജനറേറ്റിംഗ് സ്റ്റേഷൻ എനിവേർ ഇൻ ഇന്ത്യ. അദ്ദേഹത്തിന് അതിനുശേഷം ഒരു കൺസ്യൂമറെ കണ്ടുപിടിച്ചാൽ ആ കൺസ്യൂമറുമായിട്ട് എഗ്രിമെന്റ് വെക്കുക, അവർക്ക് കൊടുക്കുക, ഒരു ബുദ്ധിമുട്ടില്ല. ഇൻ ബിറ്റ്വീൻ ഓപ്പൺ ആക്സസ് ചാർജ് വരും, ലോസ് അക്കൗണ്ട് ചെയ്യപ്പെടും, ഈ പറഞ്ഞ ഇതെല്ലാം വരും. അത്രയേ ഉള്ളൂ. ഓപ്പൺ ആക്സസ് ചാർജസ് കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ സാറേ ആ ഒരു സംഗതി കേരളത്തിൽ നടപ്പാക്കുമ്പോൾ പ്രായോഗിക ബുദ്ധിമുട്ട് വരുന്നില്ലേ? ഇല്ല പറഞ്ഞു സാർ. ഇല്ല, അവിടെ ആ നെറ്റ്വർക്ക് ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ആക്സസ് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഉണ്ടാക്കി തരാൻ KSEB ബാധ്യസ്ഥനാണ്. അവരുടെ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ വഴി ഡിസ്ട്രിബ്യൂട്ട് അത് ആദ്യമേ അതിനകത്ത് ഒരു ഇപ്പൊ ഒരു 5 വർഷത്തിൽ കൂടുതലാണെങ്കിൽ അവർ ഇത്ര ലോങ് ടൈം ഓപ്പൺ ആക്സസ് എന്നാ പറയണേ. ലോങ് ടൈം ഓപ്പൺ ആക്സസ് ആണെങ്കിൽ ഒരു 7 വർഷത്തിൽ കൂടുതലുള്ളതാണെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവര് ഈ ലൈൻ ഉണ്ടാക്കി തരണം. ഈ എഗ്രിമെന്റ് വെച്ചിട്ട് എഗ്രിമെന്റ് കൊടുത്തിട്ട് എനിക്ക് ലോങ് ടൈം ഓപ്പൺ ആക്സസ് പറഞ്ഞാൽ അവര് ഇപ്പൊ ഇല്ലെങ്കിൽ അവർ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി തരണം. അതും ബാധകമാണ്. ചെറിയ സാറേ ഇനിയുണ്ടോ? ക്ലിയർ ആണോ? താങ്ക് യു. ഓക്കെ, നമുക്ക് അത് കൺക്ലൂഡ് ചെയ്യാം. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞ് ക്ലിയർ ചെയ്യുന്ന ഈ വിപിൻ രാജ് എന്താ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാനേ? ഹലോ, അറിയാതെ ഹാൻഡ് റൈസ് ചെയ്തായിരിക്കും. അപ്പൊ ഈ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് നന്ദി പറയാനായിട്ട് നമ്മുടെ കോർ കമ്മിറ്റി അംഗമായ രഞ്ജിത്ത് അലക്സിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് ഈവനിങ്. റിന്യൂവബിൾ എനർജി സ്റ്റാറ്റസ് റീ ഇന്റഗ്രേഷൻ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിന്റെ പാർട്ട് 1 അതിഗംഭീരമായ രീതിയിൽ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരികയും അതോടൊപ്പം തന്നെ ഓരോരുത്തരുടെയും സംശയങ്ങൾക്ക് വ്യക്തമായും സ്പഷ്ടമായും മറുപടി കൊടുക്കുകയും ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലുള്ള പ്രസ്യൂമേഴ്സ് നമ്മുടെ KDSPC അംഗങ്ങളാകാത്തവർക്ക് അതൊരു നഷ്ടമാണ്. സത്യത്തിൽ നമ്മളെ പോലുള്ള വെറും ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് അല്ല നമ്മൾ. സത്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിവ് നേടുന്നു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേപ്പബിൾ ആകുന്നു. ഞാനൊക്കെ ഗ്രൂപ്പിൽ വന്ന സമയത്ത് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയയും ഇല്ലായിരുന്നു. പക്ഷെ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം ഞാൻ ഒത്തിരി വിഷമത്തോടുകൂടി ചിന്തിച്ചിട്ടുണ്ട്, ഒരുപക്ഷെ സോളാർ വെക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഗ്രൂപ്പിൽ വന്നിരുന്നെങ്കിൽ ഒരുപാട് ഭംഗിയായ രീതിയിൽ, ഒരുപാട് നല്ല രീതിയിൽ എനിക്കത് ചെയ്യാൻ പറ്റിയിരുന്നു. സാരമല്ല, എങ്കിലും സമയം കുറവുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. സമയക്കുറവുകൊണ്ട് തന്നെ ഡിസ്കഷനിൽ പങ്കെടുത്ത ഓരോരുത്തരുടെയും പേര് എടുത്തെടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും പ്രത്യേകമായി നന്ദി അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ജോർജ് സാറിന്. ജോർജ് സാറിന് നമ്മുടെ KDSPC ഗ്രൂപ്പിന്റെ ഒരു അസറ്റാണ്. അത് എത്ര പറഞ്ഞാലും മതിയാവില്ല, അതൊരു അസറ്റാണ്. ഞങ്ങൾ പ്രത്യേകം സാറിനോട് കടപ്പെട്ടിരിക്കുന്നു. എല്ലാ അംഗങ്ങളോടും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഗുഡ് നൈറ്റ്. ഓക്കെ.